ഈ അനുഗ്രഹിക്കപ്പെട്ട രാത്രിയിൽ നിങ്ങളുമായിട്ട് ഒരുമിച്ചൊരു കൂട്ടായ്മ വീണ്ടും ആചരിപ്പാനായിട്ട് കർത്താവ് ഒരുക്കിയ നല്ല സാവകാശത്തിനായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു. ആര് ശുശ്രൂഷിക്കുന്നു എന്നതിലുപരിയായി ഏതൊരു ആത്മാവിൽ ഇത് പുറപ്പെടുന്നു എന്ന് ഓർത്ത് ആ നാമത്തിന് തക്ക മഹത്വം കരയേറ്റുവാനായിട്ട് പരിശുദ്ധാത്മാവ് നമ്മെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ഞാൻ വെറും ഒരു പാത്രം മാത്രമാണ്. എന്നിൽ നിന്ന് നിങ്ങളൊന്നും പ്രതീക്ഷിക്കരുത്. നമ്മൾ ഒരുമിച്ച് ക്രിസ്തുയേശുവിൽ ശരണപ്പെട്ട് കർത്താവിൻ്റെ പാതവിടെ അല്പനിമിഷം ആയിരിക്കുകയാണ്. ആത്മാവായവൻ നമ്മോട് കൃത്യമായിട്ട് ഇടപെടേണ്ടതിന് നമ്മുടെ മനസ്സുകളെ ഒരുക്കി ദൈവരാജ്യത്തിൻ്റെ ഉന്നതമായ ആത്മീയ അനുഭവത്തിലേക്ക് കരംപിടിച്ച് നടത്തുവാനായിട്ട് കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ഇത് ദുഷ്കാലമാണ്. സമയം തക്കത്തിൽ വിനിയോഗിക്കണം. ബുദ്ധിഹീനരാകാതെ കർത്താവിൻ്റെ ഹിതം ഇന്നതെന്ന് ഗ്രഹിക്കുക. അതാണ് കർത്താവ് നമുക്ക് നൽകുന്ന സന്ദേശം. 7 ദിവസത്തോളം നടക്കുന്ന ഈ ആത്മീക ശുശ്രൂഷയിൽ നിങ്ങളുടെ ആത്മമനുഷ്യനെ അധികം ശക്തിയോടുകൂടെ ബലപ്പെടുത്തേണ്ടതിന് കരുണാമയനായ ദൈവം നിങ്ങളെ എല്ലാവരെയും അതിനായിട്ട് ഒരുക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. പൊന്നുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. റോമർക്ക് എഴുതിയ ലേഖനം 7-ാമത്തെ അധ്യായം 22-23 വാക്യങ്ങൾ നമുക്ക് പ്രഥമമായിട്ട് വായിക്കാം. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. 2 വിധമായ പ്രമാണങ്ങൾ. 1 പ്രാണനിലെ വ്യവസ്ഥ, 2 നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലെ ആത്മാവിലെ വ്യവസ്ഥ. ഈ 2 പ്രമാണങ്ങളും നമ്മുടെ അവയവങ്ങളിലൂടെയാണ് ഈ ലോകത്തിൽ പ്രദർശിപ്പിക്കപ്പെടുന്നത്. പ്രാണനിലെ വ്യവസ്ഥ എന്ന് പറയുമ്പോൾ നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്ന, ചെവി കൊണ്ട് കേൾക്കുന്ന ഈ ദൃശ്യമായ ലോകത്തിൽ നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന ആഗ്രഹങ്ങൾ മോഹങ്ങളായി ഉള്ളിൽ ഗർഭം ധരിച്ച് ദൈവരാജ്യത്തിൻ്റെ വചന വ്യവസ്ഥ ലംഘിച്ചുകൊണ്ട് പാപത്തെ അവയവങ്ങളിലൂടെ പ്രസവിപ്പിക്കുന്ന ഒരു മേഖല. 2-ാമത്തെ മേഖല നമ്മുടെ ആത്മാവിലെ വ്യവസ്ഥ. പിതാവായ ദൈവത്തെ സംബന്ധിച്ച്, സ്വർഗത്തെ സംബന്ധിച്ച് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആത്മാവായവൻ വെളിപ്പെടുത്തി തരുന്ന ദൈവഹിതങ്ങൾ, നമ്മുടെ ഉള്ളിൽ വെളിപ്പെടുന്ന ദൈവഹിതങ്ങൾ ഈ അവയവങ്ങളിലൂടെ ലോകത്തിന് പ്രദർശിപ്പിക്കപ്പെടുന്ന വ്യവസ്ഥയാണ് ആത്മാവിൻ്റെ വ്യവസ്ഥ. ഇത് രണ്ടും തിരിച്ചറിയാൻ കഴിയുന്നതിനാണ് പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. ഇത് തിരിച്ചറിയാൻ കഴിയാതെ പോയാൽ നമ്മൾ ഒരു സമ്മിശ്ര ജാതിയെ പോലെ, ആമേൻ, 2 പ്രമാണങ്ങളാൽ ബന്ധിതരായി ശരിയേത് തെറ്റേത്, മലിനമേത് നിർമ്മലിനമേത്, ആമേൻ, ശുദ്ധമേത് അശുദ്ധമേത് എന്ന് വേർതിരിച്ച് മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയാതെ പോകും. നമ്മുടെ അവയവങ്ങൾ നമ്മളെ വഞ്ചിക്കുവാൻ തക്കവണ്ണം ശേഷിയുള്ളതാണ്. നമ്മുടെ കണ്ണുകൾക്ക് ഒരു പ്രമാണമുണ്ട്, കാണരുതാത്തത് കാണുന്ന ഒരു പ്രമാണം. നമ്മുടെ ചെവിക്കൊരു പ്രമാണമുണ്ട്, കേൾക്കരുതാത്തത് കേൾക്കുന്ന ഒരു പ്രമാണം. നമ്മുടെ അധരത്തിനൊരു പ്രമാണമുണ്ട്, പറയരുതാത്തത് പറയുന്ന ഒരു പ്രമാണം. നമ്മുടെ കൈകൾക്കൊരു പ്രമാണമുണ്ട്, ചെയ്യരുതാത്തത് ചെയ്യുന്ന ഒരു പ്രമാണം. ഇത് ആദാമ്യവും പ്രാകൃതവും പൈശാചികമാണെന്ന് നമുക്ക് ബോധ്യമാകുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വെളിപ്പെടുമ്പോൾ മാത്രമാണ്. ഹല്ലേലൂയ. നാം സ്നാനമേൽക്കുമ്പോൾ നമുക്ക് ആദ്യം ലഭിക്കുന്നത് എന്താണ്? സ്നാനപ്പെട്ട ഉടനെ നമുക്ക് ആദ്യം ലഭിക്കുന്നത് എന്താണ്? സ്നാനപ്പെട്ടവർ പറഞ്ഞാട്ടെ, എന്താണ്? 2:38 അപ്പോസ്തലപ്രവൃത്തി കാണാം. നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ. അപ്പോൾ പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ചു കൊണ്ട് ഒരുവൻ സ്നാനമേൽക്കുമ്പോൾ അവൻ ആദ്യം ലഭിക്കുന്നത് എന്താണ്? പാപങ്ങളുടെ ക്ഷമ, പാപമോചനം, പാപക്ഷമയാണ് നമുക്ക് ലഭിക്കുന്നത്. പാപക്ഷമ ലഭിച്ചവരായ നാം സ്വർഗ്യന്മാരായി തീരുവാനുള്ള ഈ വിശ്വാസ യാത്രയിൽ സ്തോത്രം, കർത്താവിൻ്റെ പുണ്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് അത്യന്താപേക്ഷിതമാണ്. സ്തോത്രം. സ്വർഗ്യന്മാരാകുവാനുള്ള ഈ യാത്രയിലാണ് നാം ആയിരിക്കുന്നത്. ഈ യാത്രയിൽ ആത്മാവായവൻ നമ്മുടെ ഉള്ളിൽ കടന്നു വന്ന് നിർമ്മലമായ തിരുവെഴുത്തുകളിലൂടെ ശുദ്ധം ഏത്, അശുദ്ധമേത്, മലിനമേത്, നിർമ്മലിനമേതെന്ന് നമുക്ക് വകതിരിവിച്ച് കാണിച്ചു നൽകി നമ്മളെ തികവാർന്ന സ്വർഗ്യന്മാരാക്കുവാനായുള്ള ഒരു പണിയാണ് ഇപ്പോൾ
നടന്നുകൊണ്ടിരിക്കുന്നത്. സ്നാനമേറ്റ് കർത്താവിനോട് ചേർന്ന നാൾ മുതൽ നമ്മുടെ ആത്മാവ് ഈ ശരീരം വിട്ട് പിരിയുന്ന കാലഘട്ടം വരെ ഈ ഭൂമിയിലെ വാസത്തിൽ ക്രമാനുഗതമായി നമ്മിൽ നടക്കേണ്ട പണികളാണിത്. ഹല്ലേലൂയ. പക്ഷേ നമ്മളിപ്പോൾ ആഴ്ചയിൽ ചില ആൾക്കാർ ഞായറാഴ്ച മാത്രം പള്ളി വരുന്ന ആൾക്കാരുണ്ട്, ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഇടയ്ക്ക് വരുന്ന ആൾക്കാരുണ്ട്. ഈ ജോലി തിരക്ക് കാരണം മിക്കവാറും മാസത്തിൽ 2 പ്രാവശ്യം മാത്രം വരുന്ന ആൾക്കാരുണ്ടാകും. പാസ്റ്റർ എല്ലാ മീറ്റിങ്ങിന് വരാൻ താല്പര്യമുണ്ട്, പക്ഷേ ഒരു ജോലി തിരക്ക് കാരണം അങ്ങോട്ട് വരാൻ പറ്റുന്നില്ല. ഞായറാഴ്ച പോലും 1 മണിക്കൂർ മാത്രമേ എനിക്ക് വരാൻ കഴിയുന്നുള്ളൂ. ഡ്യൂട്ടി സ്കെഡ്യൂളൊക്കെ അങ്ങനെയൊക്കെയാണ്. എന്ത് ചെയ്യാൻ? പാസ്റ്റർ നിസ്സഹായനായി പറയുമ്പോൾ ഒരു ഓപ്ഷനുണ്ട്, റിസൈൻ ചെയ്യുക. ഞായറാഴ്ച ആരാധനയ്ക്ക് പങ്കെടുക്കാൻ പറ്റാത്ത ജോലിയാണോ? റിസൈൻ ചെയ്യുക. ഞായറാഴ്ച ജോലി ചെയ്യേണ്ടത് എത്രയോ കമ്പനികളുണ്ട് ഇവിടെ, നമ്മുടെ കേരളത്തിലുണ്ടല്ലോ. എത്ര ജോലി സ്ഥലങ്ങൾ. ശനിയും ഞായറും ജോലി ചെയ്യേണ്ടാത്ത എത്രയോ ജോലികളുണ്ട്. പാസ്റ്റർ, ഞാൻ പഠിച്ചത് ഇന്ന കോഴ്സാണ്, ആ കോഴ്സുമായി ബന്ധപ്പെട്ട് എനിക്ക് ജോലി ചെയ്യണമെങ്കിൽ ഞായറാഴ്ചയും ഡ്യൂട്ടിക്ക് പോയേ പറ്റൂ പാസ്റ്ററെ എന്ന് പറയുമ്പോൾ, സ്തോത്രം, ഇതാണോ? ആര് പറഞ്ഞു ആരാധന മുടക്കുവാനുള്ള ഒരു കോഴ്സ് നീ പഠിക്കാൻ? നിന്നോട് ആരാ പറഞ്ഞു? ആത്മാവ് പറഞ്ഞു. വിശുദ്ധ ആരാധന മുടക്കിക്കൊണ്ട് ജോലിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സ് പഠിക്കുവാൻ നിന്നോട് കർത്താവ് സംസാരിച്ചു. ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോൾ +2 കഴിഞ്ഞ് ഉറങ്ങിക്കിടക്കുകയായിരുന്നു. കർത്താവ്, ഞാൻ എന്ത് പഠിക്കണം? നീ നേഴ്സാകണം. ശരി, കർത്താവ് പറഞ്ഞു. ഇല്ലേ, നമ്മുടെ കുഞ്ഞുങ്ങളെ +2 കഴിഞ്ഞ് നമ്മൾ എൻട്രൻസ് എക്സാമിന് വേണ്ടി എഴുതിപ്പിക്കുമ്പോൾ ഞായറാഴ്ചയാണ് എല്ലാ എക്സാമും, അല്ലേ? എത്ര വിശുദ്ധ ആരാധന മുടക്കിയാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ എൻട്രൻസ് എക്സാമിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ആകുന്നത്. ഒരു എക്സാമിന് വേണ്ടി ഒരു ഞായറാഴ്ച മാത്രം അവർ ക്യാൻസൽ ആക്കിയാൽ, അതിനുശേഷം അവർ അതുമായി ബന്ധപ്പെട്ട് ഒരു ജോലി ആരംഭിച്ചാൽ, ഈ ആയുസ്സിൽ എത്ര വിശുദ്ധ ആരാധന കുഞ്ഞുങ്ങൾ മുടക്കേണ്ടി വരുമെന്ന് എന്താ മാതാപിതാക്കൾക്ക് അറിയാത്തത്? നമ്മുടെ ദൈവപുരുഷന്മാർക്ക് പൈസ മതി, ഇല്ലേ? ഞാൻ യൂറോപ്പിലോ കാനഡയിലോ പോയാൽ നിങ്ങളുടെ മക്കൾ അവിടെ ഉണ്ടെങ്കിൽ, ഞാൻ ഇന്ന ആളാണ്, നിങ്ങളുടെ ചർച്ചിൽ വന്ന് ഞാൻ പണ്ട് പ്രസംഗിച്ചിട്ടുണ്ട്, പാസ്റ്റർ അങ്കിൾ എനിക്കറിയാം, ഞങ്ങൾക്കറിയാം, ഞാൻ +2 പഠിച്ചുകൊണ്ട സമയത്ത് പാസ്റ്റർ പേരിന് ചർച്ചിൽ വന്നായിരുന്നു, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. പാസ്റ്റർ, നിങ്ങളുടെയൊക്കെ ശുശ്രൂഷയും പ്രാർത്ഥനയുമാണ് ഞങ്ങൾ ഇവിടെ വരെ കൊണ്ടെത്തിച്ചത്. പാസ്റ്റർ, 1 മാസം ഞങ്ങളുടെ വീട്ടിൽ താമസിക്കണം, ഇല്ലേ? പോകാൻ നേരത്ത് പറയുകയാണ്, അച്ചായ, ഞാൻ കൊച്ചിയിലെ +2 പഠിക്കുന്ന സമയത്ത് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ദേവദാസനാണ് ഈ ദേവദാസന്. അദ്ദേഹം നാട്ടിലേക്ക് പോകാൻ സമയമായി, നമുക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്യണം, നിനക്ക് എന്താ ഇഷ്ടമുള്ളത് അത് പറഞ്ഞാട്ടെ. പാസ്റ്ററുകളെ, ഞങ്ങൾ പാസ്റ്റർക്ക് ഒരു വീട് വെച്ച് തരട്ടെ, 50 ലക്ഷം മുടക്കി ഒരു വീട് വെച്ച് തരട്ടെ. ഞാൻ ഓർക്കുമ്പോൾ, ഞാൻ വാടകയ്ക്ക് താമസിക്കുന്നവനാ, ദൈവം ഒരുക്കി വഴിയല്ലാതെ പിന്നെ എന്താ? സ്തോത്രം. 50 ലക്ഷം രൂപയ്ക്ക് എനിക്ക് നാട്ടിൽ വീട് വെച്ച് തന്നാൽ എന്താ കുഴപ്പം? എന്തെങ്കിലും കുഴപ്പമുണ്ടോ അതിനകത്ത്? നിങ്ങളുടെ മക്കൾ പഠിച്ച് കഷ്ടപ്പെട്ട് ഏതെങ്കിലും രാജ്യത്ത് പോയി ഒരു ജോലി ചെയ്ത്, ആ ഭാര്യയും ഭർത്താവും രാവ് പകൽ വ്യത്യാസം കൂടാതെ അധ്വാനം ചെയ്ത് ജോലി ചെയ്ത് നാട്ടിൽ ദേവദാസന്മാർക്ക്, സാധുക്കളായ ദേവദാസന്മാർക്ക് വീട് വെച്ച് കൊടുക്കുകയോ, സാധുക്കളായ പെൺകുഞ്ഞുങ്ങൾക്ക് കല്യാണം കഴിപ്പിച്ച് കൊടുക്കുകയോ, ആരാധന ആലയം പണിയാൻ നിവൃത്തിയില്ലാത്ത ആ കൂട്ടായ്മകൾക്ക് ആരാധനാലയം പണി കഴിപ്പിക്കുകയോ കൊടുക്കുകയോ ചെയ്താൽ എന്താണ് പ്രശ്നം? എന്താണ് തെറ്റ്? ഒരു അപ്പനും മോനും കൂടെ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്, ബൈക്കിൽ സ്കൂട്ടറിൽ യാത്ര ചെയ്യുകയാണ്. അപ്പോൾ ആ മോൻ അപ്പനോട് പറയുകയാണ്, അപ്പാ, ആ വീടിന്റെ ഭംഗി കണ്ടു, എന്തോ വീടാത്. അപ്പോൾ അപ്പൻ വണ്ടി അങ്ങോട്ട് നിർത്തി, സ്കൂട്ടർ അങ്ങോട്ട് നിർത്തി, എടാ, ഞാൻ ഒരു കൂലി വേലക്കാരനാണ്, നിന്റെ അപ്പന് ഇതുപോലെ വീട് വെച്ച് തരാനുള്ള നിവൃത്തി ഇപ്പം ഇല്ല. എടാ, നീ പഠിച്ച് വലുതായി, നീ നല്ല ജോലിയൊക്കെ നേടി വരുമ്പോൾ പപ്പയ്ക്ക് ഇതുപോലൊരു വീട് വെച്ച് തരുമോടാ? ഇല്ലേ, അവൻ 5ലോ 6ലോ പഠിക്കുകയാണ്. ഒപ്പാ, ഞാൻ വെച്ച് തരാം. ശരി. വർഷങ്ങൾ കഴിഞ്ഞു, അവൻ പഠിച്ചു, നല്ല ഡിഗ്രിയായി, ഒരു നേഴ്സിനെ കല്യാണം കഴിച്ചു, ഏതെങ്കിലും രാജ്യത്ത് പോയി. വർഷങ്ങൾ കഴിഞ്ഞു, അവൻ്റെ അപ്പന് 1 കോടി രൂപ മുടക്കി നാട്ടിൽ വീട് വെച്ച് കൊടുക്കുകയാണ് ഈ മകൻ. അവനും അവൻ്റെ ഭാര്യയും കൂടെ അധ്വാനം ചെയ്ത പൈസ കൊണ്ട് 1 കോടി രൂപയ്ക്ക് ഒരു വീട് വെച്ച് കൊടുക്കുകയാണ്. ആ വീട് വെച്ച് അതിൻ്റെ പ്രാർത്ഥന കയറി താമസത്തിന് വേണ്ടി സാക്ഷ്യം പറയുമ്പോൾ, അപ്പാ, ഈ വീട് ഞാൻ എന്താ വെച്ചെന്നറിയാമോ? ഇല്ലടാ, പണ്ട് ഞാൻ അപ്പനോടൊരു വാക്ക് തന്നിരുന്നു. എന്തു വാക്ക്? പണ്ട് നമ്മൾ സ്കൂട്ടറിൽ യാത്ര ചെയ്യുമ്പോൾ ഞാനൊരു വലിയ വീട് കാണിച്ചു, എനിക്ക് ഓർമ്മയില്ല. അപ്പൻ എന്നോട് ചോദിച്ചു, എടാ, നീ വലുതാകുമ്പോൾ ഇങ്ങനെ വീട് വെച്ച് തരുമോന്നോ? അതും എനിക്ക് ഓർമ്മയില്ല. ഞാൻ വീട് വെച്ച് തരാമെന്ന് പറഞ്ഞിരുന്നു, അതും എനിക്ക് ഓർമ്മയില്ല. സ്തോത്രം. അന്ന് ഞാൻ അപ്പനോട് പറഞ്ഞ വാക്കാണ് ഇത് എന്ന് ആ മകൻ, ദൈവദാസന്മാർ, ദൈവമക്കളെ സാക്ഷ്യം നിർത്തി ആ വീടിന്റെ ഓപ്പണിംഗ് ഡേയിൽ ഒരു സാക്ഷ്യം പറഞ്ഞാൽ എല്ലാവരും സ്തോത്രം പറയില്ലേ? എന്താണ് ഈ വിഷയത്തിൽ? എന്താണ് തെറ്റ്? എന്തെങ്കിലും തെറ്റുണ്ടോ? ഒരു മകൻ അവൻ്റെ അപ്പന് മാന്യമായ ഒരു വീട് വെച്ച് കൊടുത്താൽ എന്താണ് തെറ്റ്? നിങ്ങൾ നാളെ ഇതുവരെയായി അറിഞ്ഞിരിക്കുന്ന ദൈവരാജ്യ വചനം സംബന്ധിച്ച് ഞാൻ ഇപ്പോൾ പറഞ്ഞ ഈ കാര്യം നിങ്ങൾ എങ്ങനെയാണ് അതിനെക്കുറിച്ച് വിചിന്തനം ചെയ്യുന്നത്? എല്ലാവരും പറയും, ഇതാണ് മക്കൾ,
മക്കൾ യഹോവയുടെ ദാനമാണ്. ഉദരഫലം അവ നൽകുന്ന പ്രതിഫലവുമാണ്. നിന്റെ മക്കൾ യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരും അവരുടെ സമാധാനം വലുതുമായിരിക്കും. ശരി, 100 കണക്കിന് വചനങ്ങൾ നമുക്കറിയാം. എന്താണ് തെറ്റ്? എന്തെങ്കിലും തെറ്റുണ്ടോ? നിങ്ങളൊന്ന് പറയൂ, ഇങ്ങനെ മിണ്ടാതിരിക്കാതെ. സ്തോത്രം, ഹല്ലേലൂയ. രക്തത്താൽ വചനത്താൽ ചെയ്യാം. കാര്യം വേറെയാണ്. ദൈവരാജ്യത്തിൻ്റെ വ്യവസ്ഥ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ മാത്രമേ നമുക്ക് ഗ്രഹിക്കാൻ കഴിയൂ. എനിക്ക് ഈ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നതിനേക്കാൾ ഇഷ്ടം സത്യത്തിൻ്റെ ആത്മാവ് എന്ന് പറയുന്നതാണ് എനിക്കിഷ്ടം. യേശു പറയുന്നത് അങ്ങനെയാണ്. സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. യേശുവിൻ്റെ കാലഘട്ടത്തിൽ ധാരാളം നായകന്മാരുണ്ടായിരുന്നു. യഹൂദ സഹസ്രങ്ങളിൽ ധാരാളം ഭക്തന്മാരായ നേതാക്കന്മാർ, ഗുരുക്കന്മാരൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ കൂടെ പല ആൾക്കാരും ശിഷ്യന്മാരൊക്കെ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ സഞ്ചരിച്ചു പോയ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അവരെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ പേരിൽ പൂർവ്വകാല ന്യായപ്രമാണ ഉപജ്ഞാതാവായ മോശയിലൂടെ വെളിപ്പെടുത്തി കൊടുത്ത ദൈവിക വ്യവസ്ഥകളും അതിനുശേഷം വെളിപ്പെട്ട് വന്ന പ്രവാചകന്മാരിലൂടെ ഘട്ടം ഘട്ടമായി ദൈവം വെളിപ്പെടുത്തി കൊടുത്ത അവരുടെ തത്വസംഹിതകളും എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അതുമായി ബന്ധപ്പെട്ട് ജ്ഞാനത്തിൽ ഗ്രഹിച്ച അറിവിൻ്റെ അടിസ്ഥാനത്തിൽ അവരിൽ ധാരാളം ഗുരുക്കന്മാർ എഴുന്നേറ്റിരുന്നു. അവരെല്ലാം പരിശുദ്ധാത്മാവിന്റെ പേരിലാണ് ഓരോന്ന് ചെയ്തു വരുന്നത്. ആ കാലഘട്ടത്തിലെ കർത്താവും ജനിക്കുന്നത്. ആ കർത്താവ് അപ്പോൾ പറഞ്ഞു, എന്നാൽ സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അപ്പോൾ നമ്മൾ പ്രാപിച്ചിരിക്കുന്ന ആത്മാവ് സത്യത്തിന്റെ ആത്മാവാണോ അല്ലയോ എന്ന് അറിയാൻ എന്താ വഴി? നമ്മൾ അന്യഭാഷ പറയുന്നു, നമ്മൾ വെളിപ്പാട് കാണുന്നു, ദർശനം കാണുന്നു, അതുപോലെ സംഭവിക്കുന്നു. നമ്മൾ കിടന്നുറങ്ങുന്നു, പ്രാർത്ഥിക്കുന്നുറങ്ങുമ്പോൾ ദർശനം കാണുകയാണ്. കാണുമ്പോൾ നമ്മുടെ കൂട്ടുവിശ്വാസത്തെക്കുറിച്ച് ദർശനമാണ്. സഹോദര, ഞാൻ ഇങ്ങനെ ഒരു കാഴ്ച കൊണ്ട്, സ്വപ്നമാണോ വെളിപ്പാടോ എന്ന് എനിക്കറിയില്ല, ഞാൻ ഇങ്ങനെ ഒരു കാഴ്ച കൊണ്ട് എന്നാലും പ്രാർത്ഥിക്കണം. പിറ്റേ ആഴ്ച ആ കാര്യം അങ്ങനെ സംഭവിക്കുകയാണ്. അപ്പം പിന്നെ ദർശനമല്ലാതെ പിന്നെ എന്താ? വെളിപ്പാടല്ലാതെ പിന്നെ എന്താണ്? നമ്മൾ സ്വപ്നം കാണുന്നത് യാഥാർത്ഥ്യമാകുന്നു. നമ്മൾ വാഗൊണ്ട് ഒരു വിഷയം ഒരു സഹോദരി ഒന്ന് പറയുകയാണ്, ബ്രദറെ, ഞങ്ങൾ ഇങ്ങനെ വിഷയത്തിൽ പ്രയാസപ്പെട്ടിരിക്കുകയാണ്, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, ജീവിക്കണമോ മരിക്കണമെന്ന് അറിയത്തില്ല, നമ്മൾ എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചൊന്നുമില്ല, നമ്മൾ സാധാരണ വിശ്വാസിയാണ്. ആൻറ്റി, നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. ദൈവം ഒറ്റ ആഴ്ചകം ക്രമീകരണം ദൈവം ചെയ്യാൻ ശക്തനാണ്. നിങ്ങളത് വിശ്വസിക്കുക, ഞങ്ങൾ പ്രാർത്ഥിക്കാം. ശരി, ഒരാഴ്ചക്കുള്ളിൽ ആ കുഞ്ഞിൻ്റെ കാര്യം സോൾവായി. അന്തം വിട്ടു. അയ്യോ, നമ്മുടെ കൂട്ടുവിശ്വാസി ഇന്ന സഹോദരൻ എന്നെ കണ്ട് പറഞ്ഞതാണ് കുഞ്ഞെ, ഒരാഴ്ചക്കകം വിഷയ പരിഹാരം ഉണ്ടാകുമെന്ന്. ഇല്ലേ? അപ്പോൾ നമുക്ക് ഈ അനുഭവങ്ങളാണ് നമ്മളെ അധികം മുൻപോട്ട് നയിക്കുവാൻ നമുക്ക് ഉള്ളിൽ പ്രേരണ നൽകുന്നത്. നമ്മൾ കാണുന്ന കാര്യങ്ങൾ അതുപോലെ നടക്കുന്നു, നമ്മൾ പറഞ്ഞ കാര്യം അതുപോലെ സംഭവിക്കുന്നു. നോക്കൂ, സത്യത്തിന്റെ ആത്മാവിന്റെ പേരിലാണ് ഈ കാര്യം വെളിപ്പെട്ട് വരുന്നത്. സാത്താൻ താനും വെളിച്ചദൂതിന്റെ വേഷം ധരിക്കുന്നുവല്ലോ. വെളിച്ചത്തിന്റെ ഉപജ്ഞാതാവായി സർവശക്തനായ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ വേഷം ധരിക്കുവാൻ സാത്താന് കഴിയും. യേശു ചെയ്ത ഒരു കാര്യം മാത്രം സാത്താന് ചെയ്യാൻ കഴിയില്ല, ബാക്കിയെല്ലാം ചെയ്യാൻ കഴിയും. ഏത് കാര്യമാണ്? യേശു ചെയ്ത ഒരു കാര്യം മാത്രം സാത്താന് ചെയ്യാൻ പറ്റത്തില്ല, ബാക്കിയെല്ലാം സാത്താന് കഴിയും. ഏത് കാര്യമാണ്? മരിച്ചവരെ സാത്താൻ മേളിൽ കയറി പോകത്തില്ല. അവിടെ സ്വർഗസ്ഥൻ സാത്താൻ കയറി പോകത്തില്ലേ? നീ എന്തിനടാ വന്നേ? ഇല്ലേ? ഓരോ ദൈവമക്കളെയും കുറിച്ച് അപവാദം പറഞ്ഞ് അപവാദി, അവൻ്റെ പേര് അതാണ്, അപവാദിയാണ്. നിങ്ങൾ പ്രാർത്ഥിപ്പാൻ മുഴങ്കാലുകൾ മടക്കുമ്പോൾ ആത്മാവിൽ നിങ്ങൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ നിങ്ങളുടെ കൂടെ നിങ്ങളുടെ അപ്പുറത്തിപ്പുറത്ത് നിൽക്കുന്ന ചില കൊച്ചു പിശാചികളുണ്ടല്ലോ, ഇവനും കൂടെ കയറി ചെല്ലും, മേളിൽ ചെല്ലും. നീ എന്തിനടാ വന്നേ? നിന്റെ വായിൽ നിന്ന് ഇന്നലെ അയൽവാസിയോട് സംസാരിപ്പിച്ചപ്പോൾ പുറപ്പെട്ട വാക്ക് എടുത്ത് കാണിക്കും. അല്ലേ? നീ ഇവക്കാണോ നീ കാര്യം ചെയ്യാൻ വേണ്ടി പോകുന്നത്? ഇന്നലെ അല്ലെങ്കിൽ ഇന്ന് രാവിലെ അവൾ അവിടെ ഭർത്താവിനെ വിളിച്ച വിളി കേട്ടോ? ഇല്ലേ? അപവാദം പറയുക. നമ്മുടെ ബലഹീനതകളെ അപവാദം പറയുന്ന അപവാദകനാണ് പൈശാചികൻ. പിന്നെന്താണ്? യേശു ചെയ്തത് ഒരു കാര്യം മാത്രം പിശാച് ചെയ്യാൻ പറ്റത്തില്ല. കറക്റ്റ്, പാപമോചനം വരുത്താൻ കഴിയില്ല. കാരണം എന്താണ്? സാത്താന് പാപമോചനം വരുത്താൻ കഴിയാത്തതിന്റെ കാരണം ഒറ്റ കാരണമാണ്. അതെന്താണ്? എന്തോ പറയട്ടെ? അല്ല, സാത്താന് പാപമോചനം വരുത്തുവാൻ കഴിയില്ല. കാരണം എന്ത്? ഒറ്റ ഒരു കാരണം, ന്യായമായ ഒരൊറ്റ കാരണമേ ഉള്ളൂ. എൻ്റെ ക്വസ്റ്റ്യൻ സിമ്പിളാണ്, ഉത്തരം അതിലും സിമ്പിളാണ്. പറഞ്ഞാട്ടെ. ഇപ്പൊ സാത്താൻ പാപം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു. ശരി, സാത്താന് വേണമെന്ന് വെച്ചാൽ പാപം ചെയ്യാതിരുന്നൂടെ? കാരണം അവൻ പണ്ട് അവിടെ ആയിരുന്നല്ലോ, അല്ലേ? എന്താ ഒരു അരുതായിക? ഈസിയാണ് ഉത്തരം. അവൻ ജഡശരീരമില്ലാത്തത് കൊണ്ട് അവന് പാപമോചനം വരുത്താൻ കഴിയില്ല. സാത്താൻ ഒരു ശരീരം ഉണ്ടായിരുന്നെങ്കിൽ അവനത് ശ്രമിച്ചേനെ. പക്ഷേ സാത്താൻ ആത്മശരീരിയാണ്. അവന് സ്വയമായ ഒരു ശരീരമില്ലാത്തത് കൊണ്ട് ഒരിക്കലും ന്യായപ്രമാണത്തിൻ്റെ കീഴെ, അതായത്
ന്യായപ്രമാണം വെളിപ്പെടുന്ന കാലഘട്ടത്തിന് മുമ്പ് വരെ കൊലപാതകം ചെയ്താൽ അത് പാപമാണെന്ന് ആർക്കും അറിയത്തില്ല. ഒരു സാധനം മോഷ്ടിച്ചാൽ അത് പാപമാണെന്ന് അറിയില്ല. ഏതൊരു അധർമ്മം ചെയ്താലും ഇത് അധർമ്മമാണെന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല. ന്യായപ്രമാണം വന്നപ്പോഴാണ് അത് ചെയ്യരുത്, ഇത് ചെയ്യാവൂ, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെ ചെയ്യാവൂ എന്നുള്ള നിയമം വന്നപ്പോഴാണ് പാപം വെളിപ്പെട്ടത്. അങ്ങനെ ന്യായപ്രമാണ നിമിത്തം സമസ്ത മനുഷ്യകുലവും അനുസരണക്കേടിന്റെ കീഴെ, പാപത്തിന്റെ കീഴെ ആയിപ്പെട്ടുപോയി. ഇനി ഈ പാപത്തിൽ നിന്നും സ്വാതന്ത്ര്യം പ്രാപിക്കണമെങ്കിൽ ഒരുത്തൻ മനുഷ്യനായി തന്നെ ഈ ന്യായപ്രമാണത്തിന്റെ കീഴെ ജനിച്ചിട്ട് ഈ ന്യായപ്രമാണത്തിന്റെ വ്യവസ്ഥകളെ ഭേദിച്ചുകൊണ്ട് മേലോട്ട് പോകുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ പാപമോചനം വരുത്തുവാനായിട്ട് കഴിയുകയുള്ളൂ. അത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ചെയ്യുവാനായിട്ട് അവൻ ജഡത്തിൽ അവൻ വെളിപ്പെട്ടു എന്ന് കാണുന്നു, അല്ലേ? അവൻ ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു. അവൻ ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു. ആ വാക്യത്തിന്റെ അർത്ഥം നിങ്ങൾക്കറിയാമോ? ജഡത്തിൽ വെളിപ്പെടുക, ആത്മാവിൽ നീതീകരിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അവൻ അമ്മയുടെ ഉദരത്തിൽ ജനിച്ചു, അതാണ് ജഡത്തിൽ വെളിപ്പെടുക. ആ മേഖല മാത്രമല്ല, അവൻ ജഡത്തിൽ വെളിപ്പെട്ട ഒന്നാമത്തെ മേഖല. 2, ആത്മാവിൽ നീതീകരിക്കപ്പെടുന്ന രണ്ടാമത്തെ മേഖല. ജഡത്തിൽ വെളിപ്പെട്ട മേഖല 30 വയസ്സ് വരെയാണ്. ആത്മാവിൽ നീതീകരിക്കപ്പെടുന്ന മേഖലയോ 30-ാം വയസ്സ് മുതലാണ്. ഹല്ലേലൂയ. അപ്പൊ ജഡത്തിൽ വെളിപ്പെടുക എന്ന് പറഞ്ഞാൽ ഓർത്തുകൊള്ളൂ, നാം എല്ലാവരും ജഡത്തിൽ വെളിപ്പെടുന്നവരാണ്. എന്നാൽ നമുക്ക് പ്രലോഭനങ്ങൾ ധാരാളം ഉണ്ടാകും. യേശുവിന് 30 വയസ്സ് വരെ യേശുവിന് പ്രലോഭനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലേ? സുന്ദരികളായ ആ ഗോത്രത്തിലുള്ള തരുണി മണികളായ യൗവനക്കാരികൾ ഐ ലവ് യു എന്ന് യേശുവിനോട് പറഞ്ഞു കാണത്തില്ലേ? അല്ല, യേശുവിന് വലിയ സൗന്ദര്യം ഉണ്ടായിരുന്നുവോ? നോ, യേശുവിന് വലിയ സൗന്ദര്യം ഉണ്ടായിരുന്നില്ല. കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യമൊന്നും യേശുവിനുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഒരുപക്ഷെ യേശുവിനേക്കാൾ സൗന്ദര്യൻ യാക്കോബായിരിക്കാം. അതുകൊണ്ടാണ് യൂദയുടെ സഹായം അവർ തേടേണ്ടി വന്നത്. 12 പേര് ഏകദേശം ഒരുപോലെ. യേശുവിനെ കണ്ടാൽ ഏറ്റവും താഴത്തെ ആ ശിഷ്യനാന്നേ പറയാനും ഇടയാകുകയുള്ളൂ. യേശുവിന്റെ മുഖം കണ്ടോ, നമ്മൾ പടത്തിലൊക്കെ കാണുമ്പോൾ ഭയങ്കര സൗന്ദര്യമുള്ള മുഖമാണ് കാണാറുള്ളത്. ദൈവത്തിന്റെ തേജസ് കൊണ്ടാണ് നിറഞ്ഞിരിക്കുന്നത്. അതായത് ഇരുട്ടിൽ നിന്നും വെളിച്ചം പ്രകാശിക്കണമെന്ന് കൽപ്പിച്ച ദൈവം ക്രിസ്തുവിന്റെ മുഖത്തുള്ള ദൈവ തേജസ്സിന്റെ പരിജ്ഞാനമാണ് നമ്മുടെ ഹൃദയങ്ങളിൽ വിളങ്ങുന്നത്. അതായത് പിതാവായ ദൈവത്തിന്റെ ആ തേജസ്സിന്റെ പരിജ്ഞാനമാണ് ക്രിസ്തുവിന്റെ മുഖത്ത് നമ്മൾ കാണുന്നത്. ആ തേജസ്സിന്റെ പരിജ്ഞാനമാണ് അവനെ സൗന്ദര്യം 1000 കോടി സൂര്യനേക്കാൾ ദൈവാസമാരൊക്കെ പാടാറുണ്ടല്ലോ, ഇല്ലേ? പാട്ട് പാടാറല്ലേ? 1000 സൂര്യനേക്കാൾ ശോഭയുള്ള വാഴ്ത്തപ്പെട്ട കർത്താവ്. ജഡത്തിൽ വെളിപ്പെട്ട വാഴ്ത്തപ്പെട്ട കർത്താവ് ഒരു സാധാരണക്കാരനായിരുന്നു. ആ 30 വർഷത്തെ ജീവിതത്തിൽ യഹൂദ സഹസ്രങ്ങളിൽ അവരുടെ ന്യായപ്രമാണം അല്ലെങ്കിൽ അവരുടെ തൽമൂദുകളിലോ അവരുടെ പൂർവ്വകാല ചരിത്ര പുസ്തകങ്ങളിലോ 30 വയസ്സ് വരെ ജീവിച്ചിരുന്ന യേശുവിനെ കുറിച്ച് അസാധാരണമായ എന്തെങ്കിലും കാര്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നുവോ? ഇന്ന കുടുംബത്തിൽ ജനിച്ച യോസെഫ്, അല്ലെ യോസെഫിന്റെ മകനായി ജനിച്ച യേശു 17-ാമത്തെ വയസ്സിൽ അവനൊരു കല്യാണശാലയ്ക്ക് ഇങ്ങനെ പോയ സമയത്ത് എന്തോ ഒരു അത്ഭുതം ഉണ്ടായി. അവനെ കാണുമ്പോൾ സാവധാനം നടക്കുന്നവൻ, ചീത്ത വിളിക്കത്തില്ല, അടി ഉണ്ടാകത്തില്ല, ബഹളം ഉണ്ടാകത്തില്ല. ഏതെങ്കിലും കാര്യങ്ങൾ ഒരു അസാധാരണത്വം 30 വയസ്സ് വരെയുള്ള ഏതെങ്കിലും ഒരു കാര്യം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നുവോ? അതിന്റെ അർത്ഥം എന്താണ്? സാധാരണ യഹൂദ കുലത്തിൽ ജനിക്കുന്ന സകല ആ പുരുഷ പ്രജകളെ പോലെ ഒരു സാധാരണക്കാരനായി അവൻ ജനിച്ചു, അവൻ ജീവിച്ചു, 30 വയസ്സ് വരെ ജീവിച്ചു. പലവിധമായ പ്രലോഭനങ്ങൾ യേശുവിനുണ്ടായി. ആ പ്രലോഭനങ്ങളെല്ലാം യേശു അതിജീവിച്ചത് വചനത്താലാണ്. ശ്രദ്ധിക്കൂ, വചനത്താൽ നമ്മൾ വീണ്ടും ജനനം പ്രാപിച്ചതിന് ശേഷം നമ്മൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നതിന് മുമ്പ് വരെയുള്ള കാര്യമാണ് ജഡത്തിൽ വെളിപ്പെടുന്ന മേഖലയിലെ പശ്ചാത്തലം. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്നതിന് ശേഷമാണ് ആത്മാവിനാലുള്ള നീതീകരണം. 2 പ്രധാനപ്പെട്ട മേഖലയാണ് ദൈവമക്കൾ മനസ്സിലാക്കേണ്ടത്. ഹല്ലേലൂയ. രക്തത്താൽ വചനത്താൽ ചെയ്യാം, പൊന്നുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 30 വയസ്സ് വരെയുള്ള മേഖലകളിൽ പിതാവായ ദൈവം ന്യായപ്രമാണ നിമിത്തം എഴുതി കൊടുത്ത വചനങ്ങളെ കേട്ട് പ്രമാണിച്ച് അനുസരിച്ച് മുമ്പോട്ട് പോകുന്ന ജീവിതമാണ് 30-ാം വയസ്സ് വരെയുള്ള ജീവിതം. ഇന്നും നമ്മളും അങ്ങനെ തന്നെ. നമ്മൾ സ്നാനമേറ്റു ദൈവസഭയോടും കർത്താവോടും ചേർന്ന് കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് വേണ്ടതുപോലെ പ്രാപിക്കാതിരിക്കുകയാണെങ്കിൽ പോലും സ്തോത്രം, ഒരു വിഷയം നമ്മുടെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? വചനം എന്ത് പറയുന്നു? വചനം ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു. ഒരു കാര്യം ചെയ്യും, നമുക്കതങ്ങനെ ചെയ്യാൻ വ്യവസ്ഥയില്ല, നമുക്ക് ഈ കാര്യം ഇങ്ങനെ ചെയ്യാം. വിവാഹ ആലോചനയോ ജോലി സംബന്ധിച്ചോ കുടുംബ വിഷയമോ ജോലി വിഷയത്തിലോ ഭൗമികമായ ഏതെങ്കിലും കാര്യങ്ങളിൽ പെട്ടെന്നൊരു തീരുമാനം എടുക്കേണ്ട സാഹചര്യം നമുക്കോ നമ്മുടെ കൂട്ടുവിശ്വാസിക്കോ ഉണ്ടായാൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്കറിയാവുന്ന വചനം നമ്മൾ നോക്കിയിട്ട്, സഹോദരി, നമുക്ക് ആ കാര്യം അങ്ങനെ അപേക്ഷിക്കാൻ വ്യവസ്ഥയില്ല, കാരണം വചനം അങ്ങനെ പറയുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്യേണ്ട. ഒരു കാര്യം ചെയ്യും, ആ പേപ്പർ ഇങ്ങനെ തയ്യാറാക്കി സബ്മിറ്റ് ചെയ്ത് നോക്ക്. അവർ ഇന്റർവ്യൂ വിളിക്കുകയാണെങ്കിൽ വിളിക്കട്ടെ. കളർ പേപ്പർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലോൺ പാസ്സാക്കി കിട്ടുമെന്ന് വരാം, പഞ്ചായത്ത് കിട്ടും, പക്ഷേ നമുക്ക് കൊടുക്കാൻ വ്യവസ്ഥയില്ല. ഇങ്ങനെ നമുക്കറിയാവുന്ന വചനം അനുസരിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ സ്തോത്രം, പിതാവായ ദൈവത്തിൻ്റെ തിരുവിത പ്രസാദ പ്രകാരമുള്ള സമ്പതമാം വണ്ണമുള്ള മർമ്മം. ആ വാക്യം അറിയാവുന്ന എടുത്ത് വായിക്കാമോ?
അവൻ ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു. ഇങ്ങനെ ദൈവഹിതത്തിൻ്റെ മർമ്മം സമ്മതമാം വണ്ണം വലിയത്, ഇല്ലേ? ദൈവഹിതത്തിൻ്റെ മർമ്മം, അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നേ? ദൈവഹിതത്തിൻ്റെ മർമ്മം. നോക്കൂ, ദൈവഹിതത്തിൻ്റെ മർമ്മം. മർമ്മം എന്ന് പറയുമ്പോൾ അത് അദൃശ്യമാണ്, കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തതാണ് മർമ്മം. സ്വർഗത്തിൽ ക്ഷയം വാട്ടമില്ലാത്ത മർമ്മം. അത് വിശുദ്ധന്മാരുടെ ഹൃദയങ്ങളിലാണ് പരിശുദ്ധാത്മാവ് അത് വെളിപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് ദൂതന്മാരും കുനിഞ്ഞു നോക്കുവാൻ ഇച്ഛിക്കുന്നത്. ഭൂമിയിൽ വിശുദ്ധന്മാരുടെ ആരാധന ദൂതന്മാർക്ക് ഇഷ്ടമാണ്. സ്വർഗത്തിലല്ല മർമ്മം വെളിപ്പെടുന്നത്, മർമ്മം പിതാവ് വെളിപ്പെടുത്തുന്നത് ഭൂമിയിൽ വിശുദ്ധന്മാരുടെ ഹൃദയത്തിലാണ് ദൈവം മർമ്മം വെളിപ്പെടുത്തുന്നത്. അതുകൊണ്ട് ദൂതന്മാർക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ വിശുദ്ധ ആരാധന നോക്കുവാൻ, അവരിങ്ങനെ കുനിഞ്ഞു നോക്കുവാൻ ഇച്ഛിക്കുന്നത്. അതുകൊണ്ടാണ് മർമ്മം, അത് രഹസ്യമാണ്. ദൈവഹിതപ്രകാരമുള്ള മർമ്മം അത് രഹസ്യമാണ്. ശ്രദ്ധിച്ചുകൊള്ളൂ, ദൈവഹിതപ്രകാരമുള്ള മർമ്മം അദൃശ്യമായതിനെ നമ്മുടെ ശരീരത്തിൽ ദൃശ്യമാക്കുന്ന ആത്മീക സ്വഭാവത്തിന്റെ ഉദാഹരണമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഒരു വിഷയം നമ്മുടെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ വചനം എന്തു പറയുന്നുവോ ആ വചനം അനുസരിച്ച് നാം ഒരു കാര്യം ചെയ്യുന്നു. ആ കാര്യം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സന്തോഷമായി. അയ്യോ സഹോദര, നിങ്ങൾ തക്ക സമയത്ത് വന്നത് ഉപകാരം. നിങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ അങ്ങനെ പേപ്പർ സബ്മിറ്റ് ചെയ്യുകയുള്ളായിരുന്നു. പക്ഷേ വചനം അങ്ങനെ നമുക്ക് തെറ്റാണെന്ന് അത് ബോധ്യപ്പെടുത്തുന്നത് വളരെ ഉപകാരം. അല്ലെങ്കിൽ ഞങ്ങൾ തെറ്റായിട്ട് ആ കാര്യം നീക്കുമായിരുന്നു. സ്തോത്രം, ഹല്ലേലൂയ. ദൈവഹിതത്തിൻ്റെ മർമ്മം. ഇനി ആത്മാവിൽ നീതീകരണം എന്ന് പറയുമ്പോൾ ഈ മേഖല വേറെയാണ്. സ്തോത്രം, ഹല്ലേലൂയ. ഇപ്പോൾ രണ്ടുപേർ തമ്മിൽ വിഷയം ഉണ്ടാകുകയാണ്. വിഷയം ഉണ്ടാകുമ്പോൾ ഒരാൾ മറ്റൊരു വിശ്വാസിയെ വല്ലാതെ സംസാരിച്ചു. നമ്മൾ വെളിയിലേക്ക് ഇറങ്ങി ചെന്നത്, സഹോദര നിങ്ങൾ എന്തായി കാണിച്ചത്? നമ്മളെല്ലാവരും ഒരപ്പത്തിൻ്റെ അവകാശിയും ഒരു പാനപാത്രത്തിൻ്റെ ഓഹരിക്കാരുമാണ്. മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരെ നേടുവാൻ കർത്ത പഠിപ്പിച്ചിരിക്കുക. നിങ്ങൾ എന്തോ ഈ സംസാരിച്ചത്? ഇങ്ങനെ സംസാരിക്കാൻ പാടുണ്ടോ? ഒരു 5-10 വചനം കൊണ്ട് പറഞ്ഞിട്ട് അവനെ ഒതുക്കാൻ ശ്രമിക്കുകയാണ്. ഇനി മേലെ അങ്ങനെ ചെയ്യരുത് കേട്ടോ. അങ്ങളെ ശരി, ക്ഷമിക്കണം, ഞാൻ അപ്പോഴത്തെ അവരെന്നെ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു പോയത്, അതിനോട് ക്ഷമിക്കണം. ഓക്കെ. പിന്നെ ആ സഹോദരൻ അങ്ങനെ സംസാരിച്ചിട്ടേ ഇല്ല. ശരിയല്ലേ? ഇത് ദൈവഹിതപ്രകാരം വെളിപ്പെടുന്ന, ജഡത്തിൽ വെളിപ്പെടുന്ന ഒരു മർമ്മമാണ്. നമ്മുടെ ജഡത്തിൽ വെളിപ്പെടുന്ന ഒരു മർമ്മമാണ്. എന്നാൽ ആത്മാവിലെ നീതീകരണം എന്താണ്? അത് അടുത്തൊരു മേഖലയാണ്. പരിശുദ്ധാത്മാവ് പ്രാപിച്ചതിന് ശേഷം, അതായത് 30 വയസ്സ് വരെയുള്ള യേശുവിൻ്റെ കാലഘട്ടത്തിൽ ഒന്നും കൂടെ പറഞ്ഞാൽ, പരിശുദ്ധാത്മാവ് യേശുവിൻ്റെ മേൽ ജനമെല്ലാം സ്നാനമേൽക്കിൽ 3:21 ലൂക്കോസ്, ജനമെല്ലാം സ്നാനമേൽക്കിൽ യേശു സ്നാനമേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് സ്വർഗം തുടങ്ങി, അല്ലേ? ഇറങ്ങി വന്നു. ശരിയാണ്. അപ്പോൾ ആത്മാവ് പ്രാപിക്കുന്നത് വരെയുള്ള യേശുവിൻ്റെ ജീവിതയാത്രയിൽ യേശു ജീവിച്ചത് തനിക്ക് അറിയാവുന്ന നിർമ്മലമായ ന്യായപ്രമാണ വചനം വായിച്ച് മനസ്സിലാക്കി ആ വചനപ്രകാരം താൻ ജീവിച്ചു. മാതൃകയോടുകൂടെ യേശു ജീവിച്ചു. അതാണ് ജഡത്തിൽ വെളിപ്പെടുന്ന ദൈവിക മർമ്മം. എന്നാൽ അതിനുശേഷം, ആത്മാവ് വന്നതിന് ശേഷം യേശു പറഞ്ഞു, എനിക്ക് സ്വതവേ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. ഇപ്പോൾ ഒരു കൂട്ടുവിശ്വാസി ബഹളം ഉണ്ടാക്കുകയാണ്, അവിടെ നിന്ന് ബഹളം ഉണ്ടാക്കുകയാണ്. അങ്ങോട്ട് ഇന്ന് 2 എണ്ണം കൊടുത്ത് 2 വചനം പറയാൻ നമുക്ക് താല്പര്യം വരികയാണ്. പക്ഷേ നമുക്ക് വചനം അറിയാം, അവൻ വചനത്തിന് വിരുദ്ധമായത് ചെയ്യുന്നുവെന്ന് നമുക്കറിയാം. അവൻ വചനം ലംഘിച്ചുകൊണ്ടാണ് ആ കാര്യം അങ്ങനെ സംസാരിക്കുന്നത് നമുക്കറിയാം. അപ്പോൾ നമ്മുടെ ഉള്ളിൽ പ്രേരണ തോന്നുന്നു, ചെന്ന് ആ വചനം പറഞ്ഞു കൊടുക്കാം. സഹോദര, ഇന്ന വചനപ്രകാരം കാര്യം നീ ചെയ്യുന്നത് തെറ്റാണ്, ഇനി മേലെ അങ്ങനെ ചെയ്യരുത് എന്ന് പറയാൻ നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ആത്മാവിൻ്റെ മേഖല എന്ന് പറഞ്ഞാൽ, ഞാൻ ആ കാര്യം ആ വ്യക്തിയോട് സംസാരിക്കണമെങ്കിൽ ഉയരത്തിൽ നിന്ന് എനിക്ക് കൺഫർമേഷൻ ലഭിക്കണം. നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. വചനപ്രകാരം നമുക്കറിയാം, എന്തോ അറിയാം, അവൻ ചെയ്യുന്ന തെറ്റാന്നറിയാം. പക്ഷേ ആ കാര്യം ചെന്ന് ഞാൻ അവനോട് സംസാരിക്കണമെങ്കിൽ എനിക്ക് ഉയരത്തിൽ നിന്ന് പെർമിഷൻ ലഭിക്കണം. യേശുവിന് കാണുന്ന പല കാര്യങ്ങളും യേശുവിനെ അറിയാം, തെറ്റാന്നറിയാം, ആ കാര്യം എങ്ങനെ അറിയാം. പക്ഷേ യേശു സംസാരിക്കണമെങ്കിൽ മേളിൽ നിന്ന് ഓർഡർ കിട്ടണം. നീ ചെന്ന് ആ കാര്യം അവിടെ ചെയ്യ്, ആ കാര്യം ഇങ്ങനെ ചെയ്യ്, ആ കാര്യം അവരോട് ഇങ്ങനെ സംസാരിക്കുക. ഇതാണ് ആത്മാവിലെ നീതീകരണം. നിങ്ങൾ ഏതെങ്കിലും വിഷയം കൂട്ടുവിശ്വാസിയുടെ കാര്യത്തിൽ നിങ്ങളോട് കൂടെ ഒരുമിച്ചിരുന്ന് ആരാധിക്കുന്ന ഏതെങ്കിലും ഒരു വിശ്വാസി അല്പം ബലഹീനത കാണിച്ചാൽ നിങ്ങൾക്ക് പറയാൻ അറിയാം. അല്ല, കൂട്ടുവിശ്വാസിയുടെ മോൾ ഒരുത്തനോട് ഇറങ്ങിപ്പോയാൽ നിങ്ങൾക്ക് ഉപദേശിക്കാൻ നന്നായിട്ട് അറിയാം, അല്ലേ? അല്ല, നിങ്ങളുടെ കൂട്ടുവിശ്വാസിയുടെ ഭർത്താവ് മദ്യപിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് ഉപദേശം കൊടുക്കാൻ അറിയാം.
നിങ്ങളുടെ ഏതെങ്കിലും ഒരു യൗവനക്കാരൻ ഒരു തെറ്റ് കാണിച്ചാൽ, കോളേജിലോ സ്കൂളിലോ പഠിക്കുന്ന ഒരു യൗവനക്കാരൻ, ഒരു കൗമാരക്കാരൻ ഒരു തെറ്റ് കാണിച്ചാൽ, മറ്റൊരു വിശ്വാസിയുടെ മോൻ കോളേജിൽ തരികട കാണിച്ചാൽ, എടാ നീ വട, നീ സൺഡേ സ്കൂൾ പഠിച്ചിട്ടില്ലേ, നീ ഇങ്ങനെ ചെയ്യാമോ, അങ്ങനെ ചെയ്യാമോ, നിന്റെ അപ്പൻ എങ്ങനെ നിന്നെ വളർത്തുന്ന നിനക്ക് അറിയാമോ, ഇങ്ങനെയൊക്കെ നമുക്ക് ഉപദേശം കൊടുക്കാൻ നമുക്കറിയാം. പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് സംസാരിച്ചുവോ ആ മകനോട് കാര്യം പറയുവാനായിട്ട്? ജഡത്തിൽ വെളിപ്പെടുക, ആത്മാവിൽ നീതീകരിക്കപ്പെടുക. ആത്മാവിലെ നീതീകരണം സംബന്ധിച്ച് ഉയരത്തിൽ നിന്നും നമുക്ക് അനുവാദം ലഭിക്കാതെ ഒരൊറ്റ അക്ഷരം കൂട്ടി വിശ്വാസിയോട് മിണ്ടിപ്പോയേക്കരുത്. ചില ആൾക്കാർക്കൊക്കെ സഭയിൽ, ചില സഭയിലൊക്കെ സാക്ഷിയൊക്കെ ഉണ്ട്. സാക്ഷിയിലൂടെ കാച്ചുന്ന നാക്കിന് 1.5 മീറ്റർ നീളമാണ്, ആടിച്ചങ്ങ് വെട്ടി കുറുക്കി നശിപ്പിച്ചിട്ട് കൊടുക്കുകയാണ്. അവർ പറയുമ്പോൾ ശരിയാണ്, വചനം പറയുന്നത്, അവർക്ക് വചനം അറിയാം. കുഞ്ഞേ, ജഡത്തിൽ വെളിപ്പെട്ടാൽ ഇവിടെ കൊണ്ട് പാര്യം തീരും. ആത്മാവിലെ നീതീകരണ മേഖല ദൈവം നമ്മോട് സംസാരിക്കുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ എത്താറുണ്ടോ എന്ന് ഞാൻ ചോദിക്കുകയാണ്. കർത്താവേ, അവർ തമ്മിൽ ഭയങ്കര പ്രശ്നമാണല്ലോ, ഞാൻ ചെന്ന് എന്ത് പറയണം കർത്താവ്, ഞാൻ അങ്ങോട്ട് പോകണമോ, ഞാൻ പോയി വല്ല സംസാരിക്കണമോ, അങ്ങ് എന്താണ് പറയുന്നത് കർത്താവേ എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ സന്നിധിയിൽ മുഴങ്കാലുകളെ മടക്കി ദൈവം പറയുകയാണ്, നീ ചെന്ന് അവനോട് ഇന്ന കാര്യം പറയൂ എന്ന് നമുക്ക് കൺഫർമേഷൻ കിട്ടിയതിന് ശേഷം സംസാരിക്കുന്നതിലൂടെ ചെയ്യുന്ന പ്രവർത്തികളാണ് ആത്മാവിനാലുള്ള നീതീകരണത്തിലേക്ക് നമ്മളെ നയിക്കുന്നത്. പിതാക്കളെ, മാതാക്കളെ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ ഇത് പറഞ്ഞു കൊടുക്കാറുണ്ടോ? തുല്യശക്തികൾ തമ്മിലുള്ള നിരന്തരമായ യുദ്ധമാണ് ഇതിൻ്റെ അകത്ത് നടക്കുന്നത്. 2 തുല്യശക്തികൾ തമ്മിലുള്ള നിരന്തര പോരാട്ടമാണ് ഇതിൻ്റെ അകത്ത് നടക്കുന്നത്. ഒന്ന് നമ്മളിലെ ജഡമനുഷ്യൻ, 2 നമ്മളിലെ ആത്മമനുഷ്യൻ. ഒരുത്തൻ ഭൗമികൻ, മറ്റൊരുത്തൻ സ്വർഗീയൻ. ഒരുത്തൻ പ്രാകൃതൻ, മറ്റൊരുവൻ ആത്മീകൻ. ഒരുത്തന് ഈ ഭൂമിയിൽ ജീവിക്കണം, മറ്റൊരുവൻ ഇവിടുന്ന് വിട്ടുപിരിഞ്ഞു പോകണം. ഒരുത്തന്റെ ആഗ്രഹം ദൃശ്യമായത്, മറ്റവന്റെ ആഗ്രഹം അദൃശ്യമായത്. ഒരുത്തൻ പ്രാണനിലെ വ്യവസ്ഥയിൽ, മറ്റൊരുവൻ ആത്മാവിന്റെ വ്യവസ്ഥയിൽ. ഒരുവൻ താൽക്കാലികമായി മരണം കൊണ്ട് കലാശിക്കുന്ന ഈ താൽക്കാലിക ലോകത്തിൽ ഉന്നതനാകുവാൻ ആഗ്രഹം, മറ്റൊരുവനോ ഇവിടെ ഒന്നും വേണ്ട, ഇവിടെ ഉള്ളതെല്ലാം നഷ്ടപ്പെട്ടു പോയാലും ചവറ എന്ന എണ്ണി വരാൻ പോകുന്നതിന് വേണ്ടി കാത്തിരിക്കുന്ന ആത്മിക ആഗ്രഹമുള്ള ഒരുവൻ. 2 വ്യത്യസ്ത സ്വഭാവങ്ങളുള്ള 2 വ്യക്തിത്വങ്ങളാണ് നമ്മൾ വസിക്കുന്നത്. സമ്മിശ്ര ജാതി എന്ന് നമുക്ക് പറയാം കേട്ടോ. നമ്മുടെ പ്രാണനിലെ വ്യവസ്ഥയിൽ വെളിപ്പെടുന്ന ആഗ്രഹങ്ങൾ ഈ അവയവങ്ങളിലൂടെയാണ് വെളിപ്പെടേണ്ടത്. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വെളിപ്പെടുന്ന പരിശുദ്ധാത്മാവിന്റെ നിയോഗത്താലുള്ള വ്യവസ്ഥകളും ഈ അവയവങ്ങളിലൂടെയാണ് ഈ ലോകത്തിൽ പ്രദർശിപ്പിക്കപ്പെടേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഈ അവയവങ്ങൾ പാപത്തിന് എന്നെ ബദ്ധനാക്കി കളയുന്ന മറ്റൊരു പ്രമാണം പരിശുദ്ധാത്മാവ് പ്രവഹിക്കുന്നത് കൊണ്ടാണോ അദ്ദേഹത്തിന് അങ്ങനെ ഉണ്ടായത്? പൗലോസിന് ദശാംശം കൊടുക്കാത്തത് കൊണ്ടാണോ പൗലോസിന് ബലഹീനത ഉണ്ടായത്? വെളിപ്പാടില്ലാഞ്ഞിട്ടാണോ അദ്ദേഹത്തിന് ബലഹീനത ഉണ്ടായത്? 7-ാം അധ്യായം കൊണ്ട് റോമാലേഖനം തീർന്നിരുന്നെങ്കിൽ നമ്മുടെ എല്ലാം കാര്യം കട്ടപ്പോകയായനെ. പക്ഷേ ആത്മാവ് അതിന് പരിഹാരം കൊടുത്തു, ഇല്ലേ? 7-ാം അധ്യായത്തിൽ അദ്ദേഹം വിലപിക്കുകയാണ്, അയ്യോ ഞാൻ അനിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ എന്നെ ആറ് വിടുവിക്കും. പക്ഷേ റോമർ 8:1 വെളിപ്പാടായി കൊടുക്കുകയാണ്, ഇപ്പോൾ ക്രിസ്തുവേശുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം, എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുവേശുവിൽ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ഈ വചനം എനിക്ക് ജീവന്റെ ആത്മാവിന്റെ പ്രമാണമായിട്ട് മാറണം. ഈ വചനം എൻ്റെ കയ്യിൽ അക്ഷരമായിട്ടിരിക്കുന്നു, എൻ്റെ തലച്ചോറിനകത്ത് ഇത് ശബ്ദമായിട്ടിരിക്കുകയാണ്, അല്ലേ? അക്ഷരവും ശബ്ദവുമായിട്ട് എൻ്റെ കയ്യിലും എൻ്റെ തലയിലും ഇരിക്കുകയാണ് ഈ വചനങ്ങൾ. 100 കണക്കിന് വചനങ്ങൾ എൻ്റെ കയ്യിലുണ്ട്, എൻ്റെ തലയ്ക്കകത്തുമുണ്ട് ശബ്ദമായിട്ട്. പക്ഷേ ഈ വചനങ്ങൾ എനിക്ക് അക്ഷരമായിട്ടും ശബ്ദമായിട്ടും എന്നിൽ അവശേഷിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ ഒടുവിൽ ഈ അക്ഷരം എന്നെ കൊല്ലും. ഞാൻ ഒരു പ്രതിസന്ധിയിലാകുമ്പോൾ ഈ അക്ഷരം എനിക്ക് തുണ ചെയ്യുകയില്ല. എൻ്റെ വീട്ടിൽ എൻ്റെ മോക്കോ എൻ്റെ മോനോ എന്തെങ്കിലും മാനസികമായ അല്ലെങ്കിൽ ഞങ്ങളെ അപമാനിക്കപ്പെടുന്ന എന്തെങ്കിലും സാഹചര്യം എൻ്റെ വീട്ടിലുണ്ടായാൽ, എൻ്റെ ഭാര്യയിലുണ്ടായാൽ, എൻ്റെ കൂട്ടായ്മയിലുണ്ടായാൽ, വേദോസ്തം എടുത്ത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇതെന്തോ ദൈവം എന്നോട് ഇങ്ങനെ കാണിക്കുന്നത്, ഞാനിങ്ങനെ കർത്താവിൻ്റെ വേല ഇത്ര നാളും ചെയ്തിട്ട് ഞാൻ ഇനി ആരുടെ മുഖത്തോക്കി ശുശ്രൂഷിക്കും, എൻ്റെ കുഞ്ഞിങ്ങനെയൊക്കെ ചെയ്തു പോയാൽ ഞാൻ ഇനി ദൈവനാമം ഞാൻ ഇനി എങ്ങനെ പ്രസംഗിക്കും എന്ന് പറഞ്ഞ് പല ആൾക്കാരും വേദവസ്തു എടുത്ത് എറിയുന്ന സംസ്ഥാനമാണ് നമ്മുടെ കേരള സംസ്ഥാനം. എൻ്റെ കൂടെ സെമിനാരിൽ പഠിച്ച പല ആൾക്കാരും ബൈബിൾസ് എടുത്ത് എറിഞ്ഞ പിള്ളേരെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്നിട്ട് വേല ഇട്ട് കളഞ്ഞിട്ട് ഗൾഫിൽ ജോലി ചെയ്യുന്ന ആൾക്കാരെ ഞാൻ കാണിച്ചു തരാം. എന്താ കാര്യം?
ആയിരക്കണക്കിന് വചനം കയ്യിലുണ്ട്, തലയിലും സ്റ്റോർ ചെയ്തു. ഈ വചനം ജീവന്റെ ആത്മാവിന്റെ പ്രമാണമായിട്ട് മാറിയില്ല. കുഞ്ഞെ, തലയ്ക്കകത്ത് കാണാതെ പിടിച്ച വചനം കൊണ്ട് യേശുവിൻ്റെ ജീവിതം ജീവിക്കുവാൻ നമുക്ക് ആർക്കും കഴിയില്ല. യേശുവിനെ പോലെ ആകുക. യേശുവിനെ പോലെ ആകണമെങ്കിൽ വചനം കാണാതെ പഠിച്ചാൽ പറ്റില്ല. ഈ വചനം നമുക്ക് ജീവന്റെ ആത്മാവിൻ്റെ പ്രമാണമായിട്ട് മാറണം. അതിനെന്താ വഴി? എന്താ അതിന് വഴി? നിങ്ങളുടെ അയൽവാസിയോട് നിങ്ങൾക്കൊരു സംസാരം ഉണ്ടായാൽ യേശുവിനോട് സംസാരിക്കുന്നത് പോലെ അവർക്ക് തോന്നുമോ? നിങ്ങളുടെ വസ്തുവക, നിങ്ങളുടെ വസ്തുവിലെ 1/2 സെന്റോ 3/4 സെന്റോ കാണാം, അങ്ങോട്ടോ ഇങ്ങോട്ടോ കല്ല് ഇങ്ങോട്ട് നീക്കി വെച്ച് വേലി കെട്ടിയ അയൽവാസി പോയി എന്ന് വിചാരിക്കുക. നിങ്ങൾ ആ അയൽവാസിയെ കാണുമ്പോൾ ആ അയൽവാസിയോട് സംസാരിച്ചാൽ അദ്ദേഹത്തിന് നിങ്ങളുടെ സംസാരം കേൾക്കുമ്പോൾ യേശു അവനോട് സംസാരിക്കുന്നത് പോലെ അയൽവാസിക്ക് തോന്നുമോ? നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നവരുടെ കൂടെ നിങ്ങൾ സംസാരിക്കുമ്പോൾ, പ്രശ്നം ഉണ്ടാകട്ടെ ഉണ്ടാകാതിരിക്കട്ടെ, നിങ്ങൾ സംസാരിക്കുമ്പോൾ യേശു സംസാരിക്കുന്നത് പോലെ അവർക്ക് തോന്നുമോ? സത്യത്തിൻ്റെ ആത്മാവാണ് എൻ്റെ വിഷയം. സത്യത്തിൻ്റെ ആത്മാവ്. ഈ വചനം ജീവന്റെ ആത്മാവിൻ്റെ പ്രമാണമായിട്ട് മാറണമെങ്കിൽ തലക്കകത്ത് കയറ്റി വച്ചിരിക്കുന്ന ഈ അക്ഷരവചനവും അതും കൊണ്ട് നേരെ നമ്മുടെ പ്രാർത്ഥനാ മുറിയിലേക്ക് മുഴങ്കാലുകളെ മടക്കുവാൻ വരണം. 3 ദിവസവും 30 ദിവസവും ഉപവാസ പ്രാർത്ഥനയിൽ പങ്കെടുത്താലും തലയ്ക്കകത്ത് ഇത് എഴുതത്തില്ല. വചനം ഉള്ളിൽ ഹൃദയത്തിലാകണമെങ്കിൽ അറിഞ്ഞ വചനവുമായി ദൈവസന്നിധിയിൽ മുഴങ്കാലുകളെ മടക്കണം. സമയം കണ്ടെത്തി മുഴങ്കാലുകളെ മടക്കി, കർത്താവേ, എൻ്റെ കയ്യിലും എൻ്റെ തലയിലുമായിരിക്കുന്ന ഈ വചനങ്ങളെ എൻ്റെ ഹൃദയത്തിൽ ഒന്ന് എഴുതണമേ എന്ന് വാഞ്ചയോടുകൂടെ ധ്യാനാത്മകമായ ജീവിത പശ്ചാത്തലത്തിലേക്ക് നിങ്ങളുടെ ഹൃദയങ്ങളെ സമന്വയിപ്പിച്ച് ദൈവം മുൻപാകെ നിങ്ങൾ അടുത്ത് വരികയാണെങ്കിൽ ഒരിക്കൽ നിങ്ങളുടെ ധ്യാനത്തിങ്കൽ ഹൃദയത്തിന് ചൂട് പിടിക്കും. 5-6 ദിവസം കഴിഞ്ഞാലൊന്നും പിടിക്കുന്നു വരില്ല. ചിലപ്പം 5 മാസം കഴിഞ്ഞാലും ഹൃദയത്തിന് ചൂട് പിടിക്കണമെന്നില്ല. നിങ്ങൾ വചനമായി ധ്യാനാത്മകമായ പശ്ചാത്തലം ഒരുക്കി ഈ വചനം നിങ്ങളുടെ ഉള്ളിലാകുവാനുള്ള വാഞ്ചയോടുകൂടെ ചിലപ്പോൾ 5 വർഷമൊക്കെ കാത്തിരിക്കേണ്ടി വരും. 10 വർഷം കഴിഞ്ഞ് ഹൃദയത്തിന് ചൂട് പിടിച്ച ആൾക്കാരുണ്ട്. പക്ഷേ ഒരിക്കൽ നിങ്ങളുടെ ഹൃദയത്തിന് ചൂട് പിടിക്കും. എന്നാന്ന് എനിക്ക് പറയാൻ കഴിയുകയില്ല. നിങ്ങൾ നിരന്തരമായി വചനമായി ദൈവത്തിൽ ഇരിക്കുകയാണെങ്കിൽ ഒരിക്കൽ നിങ്ങളുടെ ഹൃദയത്തിന് ചൂട് പിടിക്കും. എന്നിട്ട് പണ്ട് മോശയ്ക്ക് യഹോവയുടെ അഗ്നി വിരലുകളാൽ ആ കല്ലിൽ എഴുതി കൊടുത്തതുപോലെ അതേ വിരലുകളാൽ അതേ തീ നിന്റെ ഹൃദയത്തിലേക്ക് കൊണ്ടുവന്ന് ആ ഹൃദയത്തിന് ചൂട് പിടിച്ചിട്ട് സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്ന ക്ഷയം വാട്ടമില്ലാത്ത അവകാശത്തിന്റെ അച്ചാരവും അവകാശമായിരിക്കുന്ന ആ സത്യവചനം ആത്മാവിന്റെ വിരലുകളാൽ നിന്റെ ഹൃദയത്തിന്റെ മാംസപ്പലകകളിൽ എഴുതുവാൻ തുടങ്ങും. അങ്ങനെ ഈ അക്ഷരം ആത്മാവിനാൽ പരിവർത്തിപ്പിച്ച് പരിശുദ്ധ ആത്മാവ് ഇതിൻ്റെ അകത്ത് ഈ അക്ഷരം കൊണ്ട് ഒരു ആർട്ട് വർക്ക് നടത്തും, കലാരൂപം. നിങ്ങൾ പാപത്തിൻ്റെ ദാസന്മാരായിരുന്നു സത്യം, എന്നാൽ നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ ഹൃദയപൂർവ്വം അനുസരിച്ച് നാം പാപത്തിൽ നിന്നും സ്വാതന്ത്ര്യം പ്രാപിച്ച് നീതിക്ക് ദാസന്മാരായി തീർന്നിരിക്കുന്നു. ഉപദേശ രൂപം അതെന്താണ്? മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലിരിക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മുടെ ധ്യാനവേളയിൽ സ്വർഗത്തിൽ നിന്നും ആ ക്ഷയമാട്ടം ഇല്ലാത്ത അവകാശത്തിലുള്ള സത്യവചനം, അതേ വചനം, അക്ഷരത്തെറ്റില്ലാത്ത, നമ്മുടെ കയ്യിരിക്കുന്ന പ്രിന്റിംഗ് മിസ്റ്റേക്ക് ഇല്ലാത്ത, ഇല്ലേ, ഏതോ വിവർത്തനങ്ങളിൽ എന്തുമാത്രം പെശക് മലയാളം ബൈബിളിൽ ഇഷ്ടം പോലെ ഉണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഹല്ലേലൂയ. അക്ഷരപ്പെശകില്ലാത്ത, പ്രിന്റിംഗ് മിസ്റ്റേക്ക് ഇല്ലാത്ത, വ്യാഖ്യാനത്തെ പ്രശ്നമില്ലാത്ത, സ്വർഗത്തിൽ എന്നുമെന്നൊക്കെ സ്ഥിരമായിരിക്കുന്ന ആ വചനം പരിശുദ്ധ ആത്മാവ് നമ്മുടെ ഹൃദയത്തിൻ്റെ മാംസപ്പലകളിൽ എഴുതുവാൻ തുടങ്ങും. അപ്പോഴാണ് ഈ വചനം നമുക്ക് ജീവന്റെ ആത്മാവിൻ്റെ പ്രമാണമായി മാറുന്നത്. കുഞ്ഞേ, 1000 വാക്യം കാണാതെ പറയാൻ കഴിഞ്ഞാലും ഒരു വചനമെങ്കിലും നിന്റെ ഹൃദയത്തിൻ്റെ മാംസപ്പലകളിൽ എഴുതപ്പെട്ടിട്ടില്ല എങ്കിൽ അവൻ്റെ പ്രത്യക്ഷതയെങ്കിൽ മർത്യമായത് അമർത്യത പുൽകുകയില്ല. ഈ മൺമയമായത് വിൺമയമായി മാറ്റപ്പെടുകയില്ല എന്ന് നിങ്ങൾക്കറിയാമോ?
നിങ്ങളുടെ കുഞ്ഞുങ്ങൾ 3000 വാക്യം കാണാതെ പറയുന്നുവെങ്കിൽ അമ്മമാർക്ക് എന്തോ സന്തോഷമാണ്. പ്രത്യേകിച്ച് 1000 വാക്യമൊക്കെ എഴുതി വെച്ച് 3 ദിവസം കൊണ്ട് എഴുതി ഫസ്റ്റ് വാങ്ങിച്ച് ഇതുപോലെ ട്രോഫിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ എന്തൊരു സന്തോഷമാണ് ദൈവസഭയ്ക്ക്. പക്ഷേ മത്സരം ആഭിചാര ദോഷം പോലെയാണെന്ന് നമ്മുടെ ബൈബിളിലില്ല. ഇല്ലേ? എൻ്റെ ബൈബിളിൽ അങ്ങനെ ഉണ്ട്, നിങ്ങളുടെ ബൈബിളിലില്ല. സ്തോത്രം. അതുകൊണ്ട് എൻ്റെ പള്ളി വന്നാൽ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റത്തില്ല. സ്തോത്രം. നിങ്ങളുടെ ബൈബിളിൽ അത് അങ്ങനെ ഇല്ലായിരിക്കും. ഇല്ലേ? ഞങ്ങളുടെ ബൈബിളിൽ അതുണ്ട്. സ്തോത്രം. പുണ്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. രക്തത്താൽ വചനത്താൽ ചെയ്യാം. ഒരു ഹല്ലേലൂയ ഇടയ്ക്ക് പറയാം. അല്ലെ പിന്നെ ഏതെങ്കിലും പാർട്ടി സമ്മേളനം ആൾക്കാർ വിചാരിക്കും പെന്തക്കോസ്ത് പള്ളിയല്ലേ, ഒരു സ്വത്രം പോലും പറയാൻ പറ്റുന്ന ശുശ്രൂഷയൊന്നും അല്ല ഇത്. ഇത് ഇളകും കുഞ്ഞ്. ഇത് സ്വത്രം പറയാൻ പറ്റുന്ന വചനമല്ല ഈ പറയുന്നത്. ഇത് ആമാശം കലക്കുന്ന വചനമാണ്. മനസ്സിലായോ? ഹല്ലേലൂയ. രക്തത്താൽ വചനത്താൽ ചെയ്യാം. പുണ്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അമ്മ പോകണോ? ഇല്ല, ശരി. സ്തോത്രം. ആമേൻ. പുണ്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ എന്തോ പറഞ്ഞേ? അതിൻ്റെ ഇടയ്ക്ക് അത് പോയി കണ്ടത് എന്ത് ചെയ്യാൻ? ഓരോ സാധനങ്ങൾ നമ്മുടെ വെളിപ്പാട് മാറ്റാൻ വേണ്ടിയിട്ട്. ഹല്ലേലൂയ. രക്തത്താൽ വചനത്താൽ. ഒരു ഹല്ലേലൂയ പറയാം. അപ്പോൾ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിൽ ഈ വചനം നമുക്ക് ജീവന്റെ ആത്മാവിന്റെ പ്രമാണമായി എഴുതപ്പെടണം. നമ്മുടെ ഉള്ളിൽ ഈ വചനം ആത്മാവിനാൽ എഴുതപ്പെടുമ്പോൾ ഈ എഴുതപ്പെടുന്ന വചനത്താലാണ് ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കേണ്ടത്. അതുകൊണ്ടാണ് നമുക്ക് ആർക്കും യേശുവിനെ പോലെ ജീവിക്കാൻ പറ്റാതിരിക്കുന്നേ ചേട്ടാ. യേശുവിനെ പോലെ ജീവിക്കാൻ പറ്റുമോ? യേശുവിൻ്റെ വചനം അല്ലേ? യേശുവിൻ്റെ വചനവും തിരുവെഴുത്തും രണ്ടും രണ്ടാണോ ഒന്നാണോ? യേശു പറഞ്ഞ വചനവും തിരുവെഴുത്തും രണ്ടും രണ്ടാണോ ഒന്നാണോ? സംശയമുണ്ടോ നിങ്ങൾക്ക്? ഉണ്ടോ? ഉണ്ടോ? യോഹന്നാൻ സുവിശേഷം 2-ാം അധ്യായം 22-ാം വാക്യം വായിച്ചാട്ടെ. വേഗത്തിൽ വായിച്ചാട്ടെ. 2:22 വേഗത്തിൽ വായിച്ചാട്ടെ. ഇല്ലേ? അതെന്തോ അങ്ങനെ എഴുതിയേക്കുന്നത്? ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ പോരായിരുന്നു? തിരുവെഴുത്തും വിശ്വസിച്ചു, യേശു പറഞ്ഞ വചനം വിശ്വസിച്ചു. അതെന്താ അങ്ങനെ എഴുതിയേക്കുന്നത്? തിരുവെഴുത്തിൽ നിന്നാണ് പരീശന്മാരും ശാസ്ത്രിമാരും സദുക്കന്മാരും ഒക്കെ വാക്കുകൾ എടുത്തുകൊണ്ട് വന്ന് യേശുവിനോട് സംസാരിക്കുന്നത്. കർത്താവേ, ന്യായപ്രമാണ പ്രകാരം മോശ ഇങ്ങനെ ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നു, നീ എന്ത് പറയുന്നു? അവിടെ യേശു പറയും, ശരി, മോശ നിങ്ങളോട് പറഞ്ഞത് ശരി തന്നെ, എന്നാൽ ഞാനോ നിങ്ങളോട് പറയുന്നത്. അവിടെ മുതലാണ് യേശു പറഞ്ഞ വചനം. ഉദാഹരണം പറഞ്ഞാൽ, പാപത്തിൽ പിടിക്കപ്പെട്ട, വിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീ, അവളെ അമരവിടെ പിടിച്ചുകൊണ്ട് വന്ന് യേശുവിൻ്റെ അടുത്തുകൊണ്ട് വരികയാണ്. കർത്താവേ, മോശ പ്രമാണത്തിൽ ഇവളെ കല്ലെറിഞ്ഞ് കൊല്ലാൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണ്, നിന്റെ അഭിപ്രായം എന്താണ്? നീ എന്ത് ചെയ്യുന്നു? യേശു എന്ത് പറഞ്ഞു? യേശു ഉടനെ ഇങ്ങനെ നിലത്തേക്ക് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുക. പിതാവേ, ഞാൻ എന്താ പറയണ്ടേ? കാരണം നീ പറഞ്ഞ വാക്ക് നിമിത്തം ഇസ്രായേൽ സഹസ്രങ്ങളിൽ നാളിതുവരെയായി 1000കണക്കിന് സ്ത്രീകളും പുരുഷന്മാരും വ്യഭിചാരക്കുറ്റത്തിൽ പിടിക്കപ്പെട്ട് കല്ലെറിഞ്ഞു കൊല ചെയ്യപ്പെട്ട് കഴിഞ്ഞു. പക്ഷെ ഞാൻ എന്ത് ചെയ്യണം? ക്രിസ്തുവിൻ രക്തത്തിൻ പുതിയ നിയമ ഉടലെടുക്കപ്പെടാൻ പോകുന്ന കാലഘട്ടത്തിൻ്റെ ഉപജ്ഞാതാവായ കർത്താവ് പിതാവിനോട് ചോദിക്കുകയാണ്. ഇപ്പം യേശുവിന് അറിയാവുന്ന ന്യായപ്രമാണം അനുസരിച്ചാണെങ്കിൽ എറിഞ്ഞു കൊല്ലടാന്ന് പറയാം, പ്രമാണം അങ്ങനെ കിടക്കുന്നേ. പക്ഷേ യേശുവിന് അത് ചെയ്യാൻ പറ്റത്തില്ല. കാരണം യേശു ആത്മാവിനാൽ നീതീകരിക്കപ്പെടേണ്ടതിനും പാപപങ്കിലമായ ഭൂപ്പരപ്പിൽ ന്യായപ്രമാണ വ്യവസ്ഥയാൽ പാപത്തിൻ്റെ കീഴെ അടയപ്പെട്ട സമസ്ത മനുഷ്യകുലങ്ങളെയും വിശ്വാസം എന്ന ഏക ദൈവിക വ്യവസ്ഥയാൽ ഇതിൻ്റെ അകത്ത് ഒരു വഴി തുറന്ന്, ഇതിനെ തുറന്ന്, ഈ ന്യായപ്രമാണത്തെ തുറന്ന് ആ ദേഹം എന്ന തിരശ്ശീല വലിച്ചു കീറി ജീവനുള്ളൊരു പുതുവഴി ഉണ്ടാക്കുവാൻ വേണ്ടി കർത്താവ് ആഗ്രഹിച്ചിരിക്കുമ്പോൾ പിതാവിനോട് ആലോചന ചോദിക്കുകയാണ്, എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഉടനെ ഉത്തരവ് കിട്ടി. പുതിയ നിയമത്തിൻ്റെ പ്രമാണം എന്താണ്? അത് തിരുവെഴുത്തുകൾ എവിടെ എഴുതിയേക്കുന്നേ?
യഹൂദ ജനത്തിൻ്റെ ഇടയിൽ ഒരു സ്ത്രീയോ പുരുഷനും വ്യഭിചാരക്കൂട്ടത്തിൽ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവർ രണ്ടിനും പിടിച്ചുകൊണ്ട് വന്നിട്ട് സഭയ്ക്ക് അവരെ എറിഞ്ഞു കൊല്ലാം. ചെറിയവർക്കോ വലിയവർക്കോ പാവമുള്ളവനോ ഇല്ലാത്തവനോ എല്ലാവരും എറിഞ്ഞു കൊല്ലാം. ആർക്കും എറിഞ്ഞു കൊല്ലാം. പ്രായഭേദം എന്നെ ആർക്കും എറിഞ്ഞു കൊല്ലാം. പക്ഷേ യേശു പറഞ്ഞ എന്താണ്? നിങ്ങളിൽ പാപമില്ലാത്തവൻ ഇവളെ കല്ലെറിയണം. അത് ഏത് വചനത്തിലാണ് ഉള്ളത്? അല്പം നേരം കഴിഞ്ഞു യേശു നോക്കുന്നു. എല്ലാവരും പോയല്ലോ. സ്ത്രീയെ, ആരും നിനക്ക് കുറ്റം വിധിച്ചില്ലേ? ഇല്ല കർത്താവേ. ശരി, ഞാനും, ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോണം, ആത്മാവ് എഴുതിയിരിക്കുന്ന വാക്ക്, ഞാനും നിനക്ക്, എന്നാ ദൈവം നിനക്ക് കുറ്റം വിധിക്കുന്നില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ കൊല ചെയ്യപ്പെട്ടവരുടെ ആത്മാക്കളെല്ലാം കൂടെ എഴുന്നേറ്റ് വരും. പണ്ട് ഇല്ലേ, യഹൂദന്മാരിലൂടെ എറിഞ്ഞു കൊന്ന, വ്യഭിചാരക്കൂട്ടത്തിൽ കൊല ചെയ്യപ്പെട്ട, എറിഞ്ഞു കൊല്ലപ്പെട്ട പുരുഷന്മാരെ സ്ത്രീകൾ എഴുന്നേറ്റ് വരും. പറയാൻ പറ്റില്ല. ദൈവവും നിനക്ക് ശിക്ഷ വിധിക്കുന്നു പറയാൻ പറ്റില്ല. യേശു പറയുകയാണ്, ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഇവളെ കൊല്ലാൻ ഒറ്റ ഒരാൾക്ക് കഴിയുള്ളൂ. പാവമില്ലാത്തവൻ ഇവൻ മാത്രമേ ഉള്ളൂ. ഇവന് മാത്രമേ ഇവളെ കൊല്ലാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഞാനും നിനക്ക് കുറ്റം വിധിക്കുന്നില്ല. അവൻ കൊല്ലുവാനല്ല വന്നത്, ജീവൻ നൽകുവാനും, സമൃദ്ധിയായ ജീവൻ നൽകുവാനുമാണ് വാഴ്ത്തപ്പെട്ട കർത്താവ് വന്നത്. എന്നിട്ട് കർത്താവ് സംസാരിച്ചു, ഇനി മേലാൽ പാപം ചെയ്യരുത്. നമ്മൾ യേശുവിൻ്റെ വാക്കിനാണോ അധികം പ്രാധാന്യം കൊടുക്കേണ്ടത്, തിരുവെഴുത്തുകൾക്കാണോ? ചിന്തിച്ചിട്ട് ഉത്തരം പറയാവൂ. ചാടിക്കറി ഉത്തരം പറയല്ലേ. ഈ തിരുവെഴുത്തെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകരുത്. ന്യായപ്രമാണത്തിൻ്റെ പഴയ നിയമകാര്യത്തെക്കുറിച്ച് ഞാൻ ഈ സംസാരിക്കുന്നത്. നിങ്ങൾ തെറ്റിദ്ധരിക്കുക. കാരണം ഇത് പ്രായമുള്ളവർക്ക് വേണ്ടിയുള്ള ആഹാരമാണ്. കുഞ്ഞുങ്ങൾക്കിത് പറ്റത്തില്ല. ഞാൻ ഉദ്ദേശിച്ചത് ഈ കുഞ്ഞുങ്ങളെക്കുറിച്ചല്ല ഉദ്ദേശിച്ചത്. ഇല്ലേ, പാല് കുടിക്കുന്നവനെല്ലാം നീതിയുടെ വചനം സംബന്ധിച്ച് പരിചയം ഇല്ലാത്തവനത്രേ. തഴക്കത്താൽ അഭ്യസിക്കപ്പെട്ട ഇന്ദ്രിയങ്ങളുള്ളവരായി പ്രായം തികഞ്ഞവർക്ക് കട്ടിയായിട്ടുള്ള ആഹാരം ഇല്ലേ, പൊറോട്ടയും ചിക്കനും 3 ആഴ്ച പ്രായമുള്ള കുഞ്ഞിന് കൊടുക്കുകയാണെങ്കിൽ എങ്ങനെ ഇരിക്കും? 3 ആഴ്ചയെ പ്രായമായിട്ടുള്ളൂ. പക്ഷേ കൊച്ചിൻ്റെ അപ്പൻ ഒരു റെസ്റ്റോറൻറ്റ് നടത്തുന്ന ആളാണ്. എൻ്റെ കൊച്ചിന് പൊറോട്ട ചിക്കൻ ഇപ്പം ഞാൻ കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്താൽ 3 ദിവസം ആ കൊച്ചി ജീവിച്ചിരിക്കില്ല. അതിൻ്റെ ആമാശാലയുടെ പൊട്ടി തകർന്നത് ചത്തുപോവും കുഞ്ഞ് ഇല്ലേ. അതുപോലെ നിങ്ങൾ പലരും ഇരിപ്പുണ്ട് കഴിഞ്ഞാൽ ഞാൻ കട്ടിയുള്ള ആഹാരമാണ്, കണ്ണൊക്കെ ഉരുട്ടി കാണിക്കുന്നു ഇല്ലേ, കട്ടിയായിട്ടുള്ള ആഹാരമാണ്. ഇത് ദഹിക്കാൻ പ്രയാസം എന്തെന്ന് മറ്റൊന്നും കൊണ്ടല്ല. ഇത് പാൽ കുടിക്കുന്നവനെല്ലാം നീതിയുടെ വചനം സംബന്ധിച്ച് പരിചയമില്ലാത്തവനത്രേ. അതേ ഉള്ളു കാര്യം. ഇത് ഇച്ചിരി പ്രശ്നമുള്ള കാര്യമാണ് ഇത്. സ്തോത്രം. പുണ്യം നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. രക്തത്താൽ വചനത്താൽ ചെയ്യും വാഴ്ത്തപ്പെട്ട കർത്താവ് യേശു ക്രിസ്തു യേശു പറഞ്ഞ 1-2 കാര്യം നിങ്ങളൊന്ന് പറഞ്ഞാട്ടെ. യേശു സംസാരിച്ച, യേശുവിൻ്റെ വായിൽ നിന്ന് സംസാരിച്ച 1-2 കാര്യങ്ങൾ, വചനങ്ങൾ ഏതെങ്കിലും ചെറുതോ വലുതോ ഏതെങ്കിലും ഒന്ന് പറഞ്ഞാട്ടെ. ആരെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞാട്ടെ. നിങ്ങൾക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന, സുവിശേഷങ്ങളിൽ ഓർമ്മ വരുന്ന ഏതെങ്കിലും പറഞ്ഞാട്ടെ. ഇവിടെ സൺഡേ സ്കൂൾ പിള്ളേരൊന്നും ഇല്ലേ? എന്താ പറഞ്ഞാട്ടെ. തെറ്റാൽ ശരിയാലും പറഞ്ഞാട്ടെ. ഏതെങ്കിലും യേശു പറഞ്ഞ ഒരു കാര്യം നിങ്ങൾക്ക് ഓർമ്മയില്ല ആർക്കും? ഇവർ ഭാഗ്യവാൻ, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യന്മാർ, സ്തോത്രം, സ്വർഗരാജ്യം അവർക്കുള്ളതാണ്. ശരി, ഇനി പറഞ്ഞാട്ടെ. ഇത്രയും ഞാൻ വന്നത്. സ്തോത്രം. ഗുഡ്. ഇനി നിന്നെപ്പോലെ തന്നെ നിന്റെ ആഗ്രഹം സ്നേഹിക്കണം. ശരി. മണവാട്ടി ഇരിക്കുന്ന കണ്ടോ? മണവാളൻ പറഞ്ഞ ഒരു കാര്യം പോലും ഓർമ്മയില്ല. കാമുകന്റെ പുറകെ നടക്കുന്ന ഈ ലോകം കാമുകനാ. ഈ ലോകത്തിന്റെ പുറകെ പോകുന്നതുകൊണ്ടാണ് ഈ പ്രശ്നം. വിവാഹ നിശ്ചയം കഴിഞ്ഞു, പക്ഷേ പഴയ കാമുകനോട് നടക്കുന്നത്. വിവാഹ നിശ്ചയം കഴിഞ്ഞൊരു പുരുഷൻ, അവൻ ഗൾഫിൽ പോയി. 1 മാസം 2-3 മാസം കഴിഞ്ഞ് കല്യാണമുള്ളൂ. അപ്പോൾ അവൻ്റെ കൂട്ടുകാരെ വിളിച്ച് പറയാടാ, നീ കല്യാണം നിശ്ചയം കഴിഞ്ഞില്ലേ? അതെ. ആ കല്യാണം നിശ്ചയം ചെയ്ത പെണ്ണ് താണ്ട് കോവളത്ത് റിസോർട്ടിൽ അല്ലെ കോവളം ബീച്ചിന് അതിൽ കൂടെ ഒരു പൈനോട് ഇങ്ങനെ ബൈക്കിൽ കറങ്ങി നടക്കുന്നു. ഉടനെ അവൻ പറയും, ഞാൻ കല്യാണം കഴിച്ചിട്ടൊന്നുമില്ല, വിവാഹം നിശ്ചയം ചെയ്തേ ഉള്ളൂ. അവർക്ക് സന്തോഷമാണ്, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. എന്തായാലും കല്യാണം കഴിച്ചതിന് ശേഷമുള്ള കാര്യം നോക്കിയാൽ മതി. ഞാൻ ഈ ഉദാഹരണം ബാക്കി അങ്ങോട്ട് പറയാതിരിക്കാൻ വേണ്ടി പെട്ടെന്ന് സിസ്റ്റർ വാക്യം പറഞ്ഞ് ബ്ലോക്ക് ചെയ്തതാണ്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മഹത്വം. പുണ്യനാമം വാഴ്ത്തപ്പെടട്ടെ. അല്ലേ? സുബോധമുള്ള പുരുഷനാണെങ്കിൽ എന്ത് ചെയ്യും? അപ്പോഴേ ആ വീട്ടുകാരെ ഫോൺ വിളിച്ച് പറഞ്ഞിട്ട് ക്യാൻസൽ ചെയ്തൊക്കെ പറയും. വിവാഹം നിശ്ചയം ചെയ്ത് കഴിച്ച് പെണ്ണ് കാമുവിനെ പുറകെ കറങ്ങി നടക്കുക.
ഇനി 3 മാസം കൂടെ കല്യാണം കഴിക്കാനുള്ളൂ. അതുകൊണ്ട് ഇനി 3 മാസം നമുക്ക് ഈ ആയുസിൽ ഇനി ഇവിടെ ഉള്ളൂ. നമുക്ക് അവിടെ എവിടെയെല്ലാം പോയി കറങ്ങാന്ന് പറഞ്ഞുകൊണ്ട് പോയാൽ ആ പുരുഷൻ സമ്മതിക്കുമോ? സ്വബോധമുള്ള പുരുഷനാണെങ്കിൽ സമ്മതിക്കുമോ? ഇല്ല. ആ പുരുഷൻ സമ്മതിച്ചാലും നിങ്ങളുടെ മോൻ്റെ വിഷയമാണെങ്കിൽ അമ്മ സമ്മതിക്കുമോ? ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് യേശു പറഞ്ഞ സിസ്റ്റർ പറഞ്ഞാട്ടെ വാക്യം ഞാൻ കേട്ടില്ല. ഞാൻ കാമുവിൻ്റെ പുറകെ പോയി, അതുകൊണ്ടാണ് എനിക്ക് കേൾക്കാൻ പറ്റാതെ പോയത്. ഇല്ലേ, ഞാനിന്ന് സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ. ശരി, ഇനി എന്തായാലും നിങ്ങൾ വെറുതെ അവിടെ ഉദ്ദേശിക്കുന്നില്ല. എനിക്കിപ്പോൾ തന്ന സമയത്തിന് ഇപ്പുറം നിർത്തുമെന്ന് നിങ്ങൾ ആരും വിചാരിക്കണ്ട. കേട്ടില്ല എന്ന് പറയാം. ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. സ്തോത്രം. തീർന്നു. ആരും പിതാവിനെ കാണുകയില്ല, വെളിച്ചമാകുന്നു. സ്തോത്രം. അങ്ങനെ കൊണ്ട് പറ. യേശു പറഞ്ഞ അതെങ്ങനെ ആയത് വാക്യാണത്? കുറച്ച് പറഞ്ഞാട്ടെ. ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവിൻ, അവരെ തടുക്കരുത്. ദൈവ സ്വർഗരാജ്യം ഇങ്ങനെയുള്ളവരുടെ അത്രേ. ശരി, ഗുഡ്. പരീശന്മാരുടെ നീതിയെ കവിയുന്നില്ല എങ്കിൽ വെരി ഗുഡ്. തീർന്നോ? എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ആ രാജ്യനീതി അന്വേഷിപ്പിൻ. പിതാവിനെ കണ്ടിരിക്കുന്നു. വെരി ഗുഡ്. യോഹന്നാൻ 15-ാം അധ്യായത്തിൽ. ശരി, ഇടുക്കുവാതിലൂടെ അകത്ത് കിടപ്പാൻ ശ്രമിപ്പിൻ. പതിലും ശ്രമിക്കും, കഴിയില്ല താനും. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാനും, അവർ ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. ഗുഡ്. ഇനി ഞാൻ സമയം പോയി കഴിഞ്ഞാൽ എനിക്ക് പ്രസംഗിക്കാൻ പറ്റത്തില്ല. എന്തായാലും ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ ഇത്രയും വചനം, ഒരു 10-15 വചനങ്ങളും പറഞ്ഞു കാണും, 10എങ്കിലും പറഞ്ഞു കാണും, ഇല്ലേ? ഇതിനകത്ത് നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ അനുസരിക്കാൻ പ്രയാസമുള്ള ഏതെങ്കിലും വചനം വന്നായിരുന്നോ? 2 ഉള്ളവൻ ഒന്നില്ലാത്തവന് കൊടുക്കട്ടെ, ഒരു ചള്ളയ്ക്ക് അടിക്കുന്നവനെ മറ്റേതും കാണിച്ചു കൊടുക്കുക, നിന്റെ ഉടുപ്പ് ചോദിക്കുന്നതിന് പുതപ്പും വിട്ടു കൊടുക്കുക, 1 നാഴിക നടപ്പാൻ വിളിച്ചാൽ 2 നാഴിക പോവുക, നിന്റെ വലം കണ്ട് നിനക്ക് ഇടർച്ചയെങ്കിൽ 2 കണ്ണുള്ളവനായി ആക്കിന് നരകത്തെ പോകുന്നതിനേക്കാൾ ചൂട് നിർത്തി കളഞ്ഞിട്ട് ഒറ്റ കണ്ണുള്ളവനായി ജീവനിൽ കടക്കുന്നവന് നേരെ നല്ലത്. നിന്റെ വലം കൈ നിനക്ക് ഇടർച്ചയാണെങ്കിൽ വെട്ടിക്കളക, ഇല്ലേ? ആരുടെയും വായിൽ ആ വാക്യം വന്നില്ലല്ലോ. നിങ്ങൾക്ക് സത്യത്തിൻ്റെ ആത്മാവേതെന്നും പരിശുദ്ധാത്മാവിൻ്റെ പേര് പറഞ്ഞ് ചെയ്യുന്ന കാര്യങ്ങളുമാണ് ഞാൻ ഈ സംസാരിച്ച് വരുന്നത്. സത്യത്തിൻ്റെ ആത്മാവ്, യേശുവിൻ്റെ ആത്മാവ് നമ്മുടെ മേൽ വന്നാൽ നമ്മൾ യേശുവിനെ പോലെ ജീവിക്കാൻ തുടങ്ങും, ശ്രമിക്കും. അതതിൻ്റെ നഗ്ന യാഥാർത്ഥ്യം അതാണ്. പക്ഷേ വഞ്ചകനും ചതിയനുമായവൻ വെളിച്ചദൂതൻ്റെ വേഷം ധരിച്ച് മറുഭാഷയിൽ പറഞ്ഞിപ്പിച്ച് വെളിപ്പാട് നൽകി, മുമ്പ് ഞാൻ പറഞ്ഞ പോലെ രാത്രി കിടക്കിൽ സ്വപ്നവും നൽകി, അതല്ല അതുപോലെ സംഭവിക്കും. നമ്മൾ വഞ്ചിക്കപ്പെടുകയാണ്. നമ്മൾ ലോകത്തെയും ലോകത്തിലുള്ളതിനെ സ്നേഹിച്ചിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്ത് മുമ്പോട്ട് പോകുമ്പോൾ ഇത് എൻ്റെയും എനിക്ക് മക്കൾക്കുള്ള അനുഗ്രഹവും വാഗ്ദത്തമാണെന്ന് പറഞ്ഞ് സഭയിൽ നിന്നൊരു സാക്ഷ്യം പറഞ്ഞ് നമ്മൾ പറഞ്ഞ കാര്യം വെളിപ്പാട് അതുപോലെ, സിസ്റ്ററെ നിങ്ങൾ പറഞ്ഞ അതുപോലെ സംഭവിച്ചു എന്ന് പറയുമ്പോൾ നമുക്കൊരു അഭിമാനം, സന്തോഷമാണ്. അപ്പോഴും നമ്മൾ ലോകത്തെയും ലോകത്തിലുള്ളതിനെ സ്നേഹിച്ചുകൊണ്ടാണ് പോകുന്നത്. പക്ഷേ നിങ്ങൾക്ക് യേശുവിനെ അറിയാവുന്നത് കൊണ്ടല്ലേ നിങ്ങളിവിടെ വന്നത്? നിങ്ങൾക്ക് യേശുവിനെ അറിയാവുന്നത് കൊണ്ട് നിങ്ങൾ യേശുവിനായി പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് യേശുവിനെ അറിയാവുന്നത് കൊണ്ട് യേശുവിനായി പാടുന്നു, അല്ലേ? നിങ്ങൾ യേശുവിനെ അറിയാവുന്നത് കൊണ്ട് യേശുവിനായി വചനം കേൾക്കുന്നു. യേശുവിനെ അറിയാവുന്നത് കൊണ്ട് യേശുവിനായി ആരാധിക്കുന്നു. യേശുവിനെ അറിയാവുന്നത് കൊണ്ട് ദശാംശം കൊടുക്കുന്നു, സ്വോത്രകാശ കൊടുക്കുന്നു. നിങ്ങൾക്ക് യേശുവിനെ അറിയാം. എൻ്റെ ചോദ്യം, യേശുവിന് നിങ്ങളെ അറിയാമോ? യേശുവിന് നിങ്ങളെ അറിയാമെന്ന് നിങ്ങൾ എന്തോന്നിനാൽ മനസ്സിലാക്കിയിരിക്കുന്നു? പാസ്റ്ററെ, യേശുവിന് എന്നെ അറിയത്തില്ലെന്നോ? ഞാൻ ഒന്നും ഇല്ലാത്തവനായിരുന്നു, ഞാൻ ഇതിൽ കൂടെ തേരാപ്പാറ നടന്നവനായിരുന്നു, വെള്ളപടിക്കാരൻ അതും ഇതുമൊക്കെ ആയിരുന്നു, ഒരു വീട് പോലും ഇല്ലായിരുന്നു. എൻ്റെ യേശുവിനെ അറിഞ്ഞ നാളിന് ശേഷം എനിക്ക് സ്വബോധം ഉണ്ടായി, എൻ്റെ മദ്യപാനം മാറി, ഞാൻ ഗൾഫിൽ പോയി. ഈ കാണുന്ന വീട് എൻ്റെ യേശുവിനെ അറിഞ്ഞതിന് ശേഷം എനിക്ക് കിട്ടിയ വീടാണ്, എൻ്റെ യേശു തന്ന വീടാണ്. എൻ്റെ കുഞ്ഞുങ്ങൾ താണ്ടെ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്നു, 2ാമത്തെ മോൾ അവിടെ പഠിക്കുകയാണ്.
അല്ലെങ്കിൽ ഞാൻ യേശുവിനെ അറിഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ കുടിയനായി ഇവിടെ തീർന്നേനെ, എൻ്റെ കുഞ്ഞിനെ 10ാം ക്ലാസ് പോലും പഠിപ്പിക്കാൻ എനിക്ക് നിവൃത്തി ഉണ്ടാകുകയില്ല. യേശുവിന് എന്നെ അറിയില്ലെന്ന്, എൻ്റെ യേശുവാണ് ഇതെല്ലാം എനിക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാസ്റ്റർ, നിങ്ങൾ എന്താ ഈ പറയുന്നേ? പാസ്റ്റർ, ഇപ്പോഴും എൻ്റെ വീട്ടിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും ഞാനും എൻ്റെ ഭാര്യ മക്കളും കൂടെ 3 ദിവസം ഉപസിച്ച് പ്രാർത്ഥിക്കും. 4ാം ദിവസം കർത്താവ് ഞങ്ങൾക്ക് ആ വഴി ഒരുക്കി തരും. പാസ്റ്ററെ, നിങ്ങൾ എന്തോ ഈ പറയുന്നേ? യേശുവിന് ഞങ്ങളെ അറിയത്തില്ലെന്നോ? ഇങ്ങനെ ദൃശ്യമായ കാര്യമൊന്നും അല്ല. കാരണം നിങ്ങൾ ആ മർമ്മം ഗ്രഹിക്കണം. ദൃശ്യമായതല്ല യാഥാർത്ഥ്യം. ഈ ദൃശ്യമായ എന്തെങ്കിലും കാര്യങ്ങളാണ് യേശുവിന് നിങ്ങളെ അറിയാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവെങ്കിൽ നിങ്ങൾ വഞ്ചിക്കപ്പെടുകയാണെന്ന് നിങ്ങൾ അറിയാതിരിക്കരുത്. നീതിമാന്മാർക്ക് നീതി കെട്ടവർക്കും ദൈവം ഒരുവനേ ഉള്ളൂ. ഇവിടെ നീതിമാന്മാർക്ക് മാത്രമാണ് മഴ പെയ്യ്ക്കുന്നത്. നിങ്ങൾ പറയൂ, മിക്കവാറും വാഴ കൃഷിയൊക്കെ ചെയ്യുകയാണെങ്കിൽ കൊടുങ്കാറ്റടിച്ചാൽ ആദ്യം ഒടിഞ്ഞ് വീഴുന്നത് പെന്തക്കോസ്തുകാർ നട്ട വാഴയായിരിക്കും ഒടിഞ്ഞ് വീഴുന്നത്. ദൈവത്തെ നിഷേധിക്കുന്ന നിരീശ്വരവാദി നട്ട വാഴ നേരെ നിൽക്കും. ദൈവം ഒരുവൻ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ ദൈവം ഇച്ഛിക്കുന്നു. സകല മനുഷ്യരും രക്ഷപ്രാപിപ്പാനും സത്യത്തിന്റെ പരിജ്ഞാനത്തിലെത്തുവാനും ദൈവം ഇച്ഛിക്കുന്നു. ഇങ്ങനെ ദൃശ്യമായ കാര്യങ്ങൾ എന്തെങ്കിലും നടക്കുന്നു എന്ന കാരണത്താൽ നിങ്ങൾ കർത്താവിനെ നിങ്ങളെ അറിയാമെന്ന് വിചാരിക്കരുതേ. വണ്ടിയുടെ അടിയിൽ നിന്ന് ജീവനും മരണവും മുഖാമുഖം കണ്ട് ആക്സിഡന്റ് അങ്ങ് അറ്റത്തെത്തിയിട്ട് മരണവും ജീവിതവും മുഖാമുഖം കണ്ട എത്ര ഹിന്ദുക്കളായ കുഞ്ഞുങ്ങൾ ജീവനിലേക്ക് മടങ്ങി വന്നിട്ടുണ്ട്. സുവിശേഷയോഗം കലക്കി ദൈവദാസന്മാരെ കൊങ്ങയ്ക്ക് പിടിച്ച് ഇടിയും കൊടുത്ത എത്ര അണ്ണന്മാരുടെ മക്കൾ അനർത്ഥത്തിന്റെ വക്കിൽ നിന്ന് ഈ മെഡിക്കൽ കോളേജിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു പോയിട്ടുണ്ട്, വീട്ടിൽ പോയിട്ടുണ്ട്. ഇവിടെ പെന്തക്കോസ്തുകാർ മാത്രമാണോ സൗഖ്യം പ്രാപിച്ച് മെഡിക്കൽ കോളേജിൽ നിന്ന് വീട്ടിൽ പോകുന്നത്? പെന്തക്കോസ്തുകാരുടെ മക്കൾ മാത്രമാണോ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വരുന്നത്? പെന്തക്കോസ്തുകാരുടെ മക്കൾ മാത്രമാണോ ഇന്റർവ്യൂവിൽ പാസ്സായി ജോലിക്ക് കയറുന്നത്? നിങ്ങൾ പറയൂ. ദൈവമായി ഒരു ബന്ധമില്ലാത്ത എത്രയുണ്ട് തലമുറകൾ ഇവിടെ 1ാം റാങ്കിൽ പാസ്സാകുന്നു. അവരുടെ കുഞ്ഞുങ്ങളുടെ കല്യാണം എത്ര മനോഹരമായി നടക്കുന്നു. മഴയുള്ള കാലഘട്ടത്തിൽ എത്രയോ കുഞ്ഞുങ്ങളുടെ കല്യാണത്തിന് മഴ പെയ്യാതിരുന്നിട്ടുണ്ട്. തലേന്ന് മഴ, പിറ്റേന്ന് മഴ, അന്ന് മഴ പെയ്തിട്ടില്ല. അവർ ഹിന്ദുക്കളാണ്. കഠിനമായ രോഗം വന്നപ്പോൾ അവർ ചക്കുളത്ത് കാവി കൊണ്ടുപോയി ഉരുളി കമത്തി കൊടുത്ത് ക്യാൻസർ വരെ മാറിയ ആൾക്കാരുണ്ട്. എൻ്റെ അയൽവാസിയായ ഒരു സഹോദരൻ ഗോപാലനാണെന്ന് തോന്നുന്നു, പേര് മറന്നു, വീട്ടിലെ പേര് വേറെ തോന്നുന്നു. മക്കളില്ല 8-10 വർഷം കൊണ്ട്. ആരോ പറഞ്ഞു ചക്കുളത്താവ് ക്ഷേത്രത്തിൽ കൊണ്ടുപോയി ഉരുളി കമത്തിയാൽ മതി, 6001 രൂപയ്ക്ക് ഉരുളി കമത്തിയാൽ നിന്റെ ഭാര്യ പ്രസവിക്കും. അവർ ബസ് കയറി, ചക്കുളത്താവ് ബസ് കയറി, അവിടെ ചെന്നിറങ്ങി ഉരുളി കമത്തി. പിറ്റേ വർഷം ആ സഹോദരി പ്രസവിച്ചു. ഇന്ന് 11 വയസ്സ് പ്രായമുള്ള ഒരു ആൺകുഞ്ഞ് അവർക്കുണ്ട്. മുമ്പ് ആരുണ്ട് പറഞ്ഞില്ലേ പിശാചിന് ചെയ്യാൻ പറ്റുന്ന കാര്യം മരിച്ചവരെ ഉയർപ്പിക്കാൻ പറ്റത്തില്ലെന്ന്. ഇന്ന് നിങ്ങൾക്കറിയാം, ഈ കോവിഡിന്റെ 2ാം ഘട്ടത്തിൽ അമൃതാനന്ദമയുടെ ആശ്രമത്തിൽ വന്ന ആൾക്കാരുടെ വിഷയത്തിൽ ഒരു കുട്ടിയെ പെട്ടെന്ന് മിസ്സായി. ഒരു 2-3 വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞിനെ പെട്ടെന്ന് കാണാതെയായി. CCTV എല്ലാം പരിശോധിച്ച് കുഞ്ഞിനെ കാണാനില്ല. അവിടെ എല്ലാം അന്വേഷിച്ചപ്പോൾ കാണാൻ അവരുടെ പൂക്കളം കണ്ട് ഇട്ടിരുന്ന സ്ഥലത്തങ്ങാണ്ട് ഇപ്പോൾ വെള്ളം ഉണ്ടായിരുന്നു, അതിനകത്തോട്ട് ഈ കുഞ്ഞ് അങ്ങ് വീണുപോയി. ആരും കണ്ടില്ല. 11 മണിക്ക് കണ്ട് വീണതാ. 3 മണിക്കാണ് കുഞ്ഞിനെ ബോഡി കിട്ടിയത്. ആ ബോഡി എടുത്തുകൊണ്ട് വന്ന് നേരെ ആ ചേച്ചിയുടെ ഒരു അസിസ്റ്റൻ്റ് ഉണ്ട്, ഒരു സ്വാമി തൻ്റെ പൂജാമുറി കൊണ്ടുപോയി 1.5 മണിക്കൂർ ഈ ജീവനുള്ള കുഞ്ഞായിട്ട് അതിനെ കൊണ്ടുവന്നു. ഈ അന്ത്യകാലത്തിൽ സാത്താൻ തങ്ങളുടെ വ്യാപാര ശക്തിയോടുകൂടെ സകല അത്ഭുതങ്ങളും സകല അടയാളങ്ങളും കാണിച്ച് കഴിയുമെങ്കിൽ തൻ്റെ വൃദ്ധന്മാരും കൂടെ തെറ്റിച്ച് കളയുമെന്ന് എഴുതി വെച്ചിരിക്കുന്നത്. യേശു ചെയ്ത പാപമോചനം ഒഴികെയുള്ള സകല പരിപാടിയും പിശാചി അന്ത്യകാലത്ത് ചെയ്യും. കേട്ടോ? നിങ്ങളുടെ കുഞ്ഞിനെ കർത്താവ് സൗഖ്യമെന്ന് പറഞ്ഞുകൊണ്ട് യേശുവിനെ നിങ്ങൾ അറിയാമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. യേശുവിനെ നിങ്ങളെ അറിയാമെന്ന് നിങ്ങൾ എങ്ങനെ അറിയുന്നത്? നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ എൻ്റെ കൽപ്പന കാത്തുകൊള്ളും. അല്ലേ? തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു സംസാരിച്ചത്. നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ, വാസ്തവത്തിൽ കാരണം യഹൂദന്മാരെ തന്നിൽ വിശ്വസിച്ച യഹൂദന്മാർ വിശ്വസിച്ച് യേശുവെ ഞങ്ങൾ നിന്നെ വിശ്വസിക്കുന്ന പറഞ്ഞിട്ട് ഇനി വീട്ടിലോട്ട് പോകുന്ന വീട്ടിലിരിക്കുന്ന സാധനം ന്യായപ്രമാണമാണ്. അടുത്ത സിനഗോഗിൽ പള്ളിയിൽ അവർ കൂടുകയും ചെയ്യും. അപ്പൊ തിരിച്ചു പോകുന്ന വഴിക്ക് യേശു പറയാണ്, നിങ്ങൾ എൻ്റെ മോശ പറഞ്ഞ വചനത്തിൽ എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ നിങ്ങൾ വാസ്തവമായ എൻ്റെ ശിഷ്യന്മാരാകും. സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ
സ്വതന്ത്രരാക്കുകയും ചെയ്യും. എൻ്റെ ഈ വാക്വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനെല്ലാം ഇന്നവനോട് തുല്യനെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പാറമേൽ ആഴമേൽ അടിസ്ഥാനമിട്ട് വീട് പണിത മനുഷ്യനോട് തുല്യനാകും. കാറ്റ് അടിച്ചു അല്ലേ, വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റ് അതിന്മേൽ അലച്ചു, അത് വീണില്ല. യേശു അവസാനമായി പറഞ്ഞ എന്താണ്? മത്തായി സുവിശേഷത്തിൽ 28-ാം അധ്യായത്തിൽ 19 ഒക്കെ വായിക്കുമ്പോൾ, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജനതകളെയും എൻ്റെ ശിഷ്യരാക്കിക്കൊള്ളുവിൻ. എങ്ങനെയാണ്? ഞാൻ നിങ്ങളോട് കൽപ്പിച്ചത് ഒക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം. ആ മലയാള വ്യാകരണ ശാസ്ത്രം അറിയാലോ വാക്ക് തക്കവണ്ണം, ഉപദേശിച്ചും കൊണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാനിവിടെ പാസ്റ്ററായി നിങ്ങളെ ഉപദേശിക്കുമ്പോൾ യേശു പറഞ്ഞതാണ്, നിങ്ങൾ രണ്ടുള്ളവൻ ഒന്നും ഇല്ലാത്തവന് കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ എൻ്റെ വചനം നിങ്ങൾ കേൾക്കുമ്പോൾ വീട്ടിൽ ചെന്ന ഉടനെ ഒന്നും ഇല്ലാത്തവന് കൊടുക്കുന്ന രീതിയിലായിരിക്കണം ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുവാൻ. കോട്ടുവ ഇടുകയാണ്, AC ആണ് പ്രശ്നം. കോട്ടുവ ഇടുന്നതിന് കുഴപ്പമില്ല, ഉറങ്ങി താഴെ വീണാൽ ചിലപ്പം കണ്ണടഞ്ഞു പോയ പിന്നെ കണ്ണ് തുറന്നില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? എനിക്ക് പണിയുണ്ടാക്കി തരല്ലേ, എനിക്ക് ജീവിപ്പിക്കാൻ കഴിവൊന്നുമില്ല. എന്ന് ഉറങ്ങുന്നെല്ലാം കൊള്ളാം, കണ്ണ് തുറക്കണം. ഒരു ഹല്ലേലൂയ പറയാം. സ്തോത്രം, ദൈവത്തിന്റെ മഹത്വം. പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട്. ഒരു ചെള്ളക്കടിച്ചാൽ ഇത് കാണിച്ചു കൊടുക്കണം. നിന്റെ അയൽവാസി ഇല്ലേ, നിന്റെ ചെള്ളക്ക് പിടിച്ച് ഒറ്റ അടി അടിച്ചു, സൗമ്യം എന്നതുകൊണ്ട് ഇതും കാണിച്ചു കൊടുക്കുവാൻ തക്കവണ്ണമായിരിക്കണം ഞാൻ നിങ്ങളെ ഉപദേശിക്കേണ്ടത്. ഇനിയിപ്പം അവത്ത് വശാൽ ഏതെങ്കിലും ദൈവദാസന്മാർ ഒരു വാക്യെടുത്ത് വായിക്കാൻ പോവുകയാണ് പ്രസംഗിക്കാൻ നേരത്ത്, ദൈവമക്കളെ നമുക്കൊരു വാക്യം വായിക്കാം. ശരി, അത് യേശു പറഞ്ഞു, രണ്ടുള്ളവൻ ഒന്നില്ലാത്തവന് കൊടുക്കട്ടെ. കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, നൽകിയ വചനത്തിനായി സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. എന്തായിരിക്കും ഇദ്ദേഹം ആദ്യം പറഞ്ഞു തുടങ്ങുന്നത്? ദൈവമക്കളെ, വചനം അങ്ങനെ ഉണ്ടെങ്കിലും അതങ്ങനെ രണ്ടുള്ളവൻ ഒന്നും ഇല്ലാത്തവന് കൊടുക്കണമെന്ന് ആക്ഷരികമായി ഉദ്ദേശിച്ചല്ല, പിന്നെ ആ ഒരു മനോഭാവം നമുക്ക് ഉണ്ടായി. എന്തോ ഊടായിപ്പാന്നറിയോ? മനോഭാവം. പോക്കറ്റിൽ നിന്ന് വെളിയിൽ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുന്ന കാര്യം വല്ലതും പറയുകയാണെങ്കിൽ അതിനെല്ലാം മനോഭാവമാക്കും. ഇങ്ങോട്ട് കിട്ടുന്ന കാര്യം എന്താ മനോഭാവമാക്കാത്തെ? നമുക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടാൽ അതിൻ്റെ 7 ഇരട്ടി മടക്കി തരും എന്ന് പറയുമ്പോൾ, ദൈവമക്കളെ, നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടാൽ 7 ഇരട്ടി മടക്കി തരുമെന്ന് ആക്ഷരികമായി നിങ്ങൾ വിശ്വസിക്കേണ്ട. ആ ഒരു മനോഭാവത്തിൽ നിങ്ങൾ ജീവിച്ചാൽ മതി. എന്നെന്താ പറയത്തെ? ഇങ്ങോട്ട് കിട്ടുന്ന എന്തെങ്കിലും കാര്യത്തെ മനോഭാവമാക്കാറുണ്ടോ? നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും അങ്ങോട്ട് കൊടുക്കേണ്ട കാര്യമാണെങ്കിൽ അതിനെ മനോഭാവമാക്കും ഈ കള്ളന്മാരെല്ലാം കൂടെ ചേർന്ന്. ഇതാ വഞ്ചന. വാങ്ങുന്നവനും കൊള്ളുന്നവനും ഒരുപോലെ ഭവിക്കും. അല്ല, ന്യായപ്രമാണത്തെക്കാൾ യേശുവിൻ്റെ വാക്കുകൾക്ക് അധികം പ്രാധാന്യം കൊടുക്കണമെന്ന് എവിടെയെങ്കിലും ബൈബിളുണ്ടോ? അങ്ങനെ ഉണ്ടോ? ഉണ്ടോ? നിങ്ങൾ എന്തെങ്ങനെ മിണ്ടാതിരിക്കുന്നേ? സ്തോത്രം. പാസ്റ്റർ മിണ്ടാതിരിക്കുകയാണ്, അതുകൊണ്ട് നിങ്ങൾ മിണ്ടാതിരിക്കുകയാണ് അല്ലേ? ഗുഡ്, സ്തോത്രം. മറുരൂപമല, പഴയ താബോർ മല. ആ മറുരൂപമല വാഴ്ത്തപ്പെട്ട കർത്താവ് പത്രോസ്, യാക്കോബ്, യോഹന്നാനുമായിട്ട് അവിടെ ചെല്ലുകയാണ്. ചെല്ലുമ്പോൾ പെട്ടെന്ന് രൂപാന്തരപ്പെടുന്നു. അപ്പോൾ അവർ കാണുന്ന കാഴ്ച മോശയും ഏലിയാവും പ്രത്യക്ഷനാകുകയാണ്. പത്രോസ് ആദ്യം അവർക്ക് സന്തോഷം. കർത്താവ്, നാം ഇവിടെ ഇരിക്കുന്നത് നന്ന്. ഇനി കമർന്നുകൊമ്പിലും പോയി അമരമായിരിക്കുന്ന കേൾക്കണ്ട. ഇനി യെരുശലേമിൽ പോയി നീ ബലിയാടാകുകയും വേണ്ട. ഞങ്ങൾ താഴെ തോട്ടിൽ പോയി മീൻ മാടി പിടിച്ചോണ്ടൊന്നും ചെലവിന് ചെയ്തോളാം. ഞങ്ങൾ 3 വീടുണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. ഒന്ന് നിനക്കും, ഒന്ന് മോശയ്ക്കും, ഒന്ന് ഏലിയാവിനും. നമ്മളിവിടെ ഇരിക്കുന്നത് നന്ന്. ഭയങ്കര സന്തോഷമാണ്. ഇത് പറഞ്ഞു കഴിഞ്ഞ ഉടനെ പിന്നെ അവിടെ ആരാ സംസാരിക്കുന്നേ? ആരാ പിന്നെ സംസാരിക്കുന്നത് അവിടെ? ഓർമ്മയുണ്ടോ? ഞാൻ ബൈബിളിലെ കാര്യം പറഞ്ഞേ അല്ല. പത്രോസ് പറഞ്ഞില്ലേ, കർത്താവേ, നാം ഇവിടെ ഇരിക്കുന്നത് നന്ന്. ഞങ്ങൾ 3 കുടിലുണ്ടാകട്ടെ, ഒന്ന് നിനക്കും, ഒന്ന് മോശയ്ക്കും, ഒന്ന് ഏലിയാവിനും.
അത് പറഞ്ഞു കഴിഞ്ഞ ഉടനെ പിന്നെ അവിടെ ആരാ സംസാരിക്കുന്നത്? പെട്ടെന്ന് പ്രകാശമുള്ള ഒരു മേഘം അവരുടെ മേലിറങ്ങി വരികയാണ്. എന്നിട്ട് മോശയെ നിർത്തിയിരിക്കുന്നത് എന്തിനാണ്? ന്യായപ്രമാണജ്ഞൻ അക്ഷരം ആയിരക്കണക്കിന് ആൾക്കാരെ, മക്കളിത് കട്ടാവുന്നു വോയിസ്, ആയിരക്കണക്കിന് ഇസ്രായേൽ ജനതയെ കൂട്ടം കൂട്ടമായി കൊന്നു കൊലവിളിച്ച അക്ഷരം എന്ന പ്രമാണം, ആ പ്രമാണം കൊടുത്ത ഉപജ്ഞാതാവ് ആര്? മോശ അവിടെ നിൽക്കുകയാണ്. ആ മോശയുടെ ന്യായപ്രമാണം പ്രമാണിച്ചനുസരിച്ച് ജീവിച്ച് ഇവരെല്ലാം കർമ്മങ്ങളും ക്രിയകളും എല്ലാ കാഴ്ചകളും എല്ലാം ചെയ്തത് ശരീരത്തിന്റെ വെളിയിലാണ്. പക്ഷേ ഈ പ്രമാണവും ഹൃദയം കൊണ്ട് യാതൊരു ബന്ധവുമില്ല. കാശുള്ളവൻ നല്ല ആട്ടുകൊട്ടന്മാരെയും പശുക്കിടാവിനെ ഇറക്കും, കാശ് കുറഞ്ഞ ആൾക്കാർ കൊച്ചാടിനെ ഇറക്കും, അതിലും ദരിദ്രന്മാരായ പ്രാവിനെ കുറുംപ്രാവിനെ ഇറക്കും, ഇല്ലേ? പക്ഷേ അവർ ശരീരത്തിന്റെ വെളിയിൽ ഈ കർമാനുക്രിയാദികളും എല്ലാം ആചാരാനുഷ്ഠാനങ്ങളെല്ലാം കൃത്യമായി അവർ ചെയ്തുകൊണ്ടേ വന്നു. അങ്ങനെ അവർ ഹൃദയം കൊണ്ട് ഇതുമായി യാതൊരു ബന്ധവുമില്ല, അവർക്കില്ല. അതുകൊണ്ട് ഈ ന്യായപ്രമാണം അവർ ശരീരത്തിന്റെ പുറകിൽ വെളിയിൽ ആചരിച്ച് ഈ ന്യായപ്രമാണത്തിലെ നന്മകൾ അവർ തലമുറകളായി അനുഭവിച്ചു കൊണ്ടുവന്നു. ഇന്നത്തെ പല പെന്തക്കോസ്തുകാരെ പോലെ. അങ്ങനെ വന്നപ്പോൾ ന്യായപ്രമാണത്തിന്റെ രൗദ്രഭാവം വെളിപ്പെടാൻ തുടങ്ങി. ഹൃദയം കൊണ്ട് ബന്ധമില്ലാത്ത വ്യവസ്ഥകൾ കൂട്ടമായി ഉള്ളം കൊണ്ട് പാപം ചെയ്തു കൂട്ടിയ ഈ ജനതയെ ഒരറ്റം മുതൽ കൊല ചെയ്യുവാൻ തുടങ്ങി. ഇങ്ങനെ കൊല ചെയ്യപ്പെട്ടാൽ ഇനി കുറച്ച് നാൾ കഴിഞ്ഞാൽ ഒരു ഇസ്രായേലിനും ഈ ഭൂമിയിൽ കാണുകയില്ല എന്ന് കർത്താവിന് മനസ്സിലായി. ഉടനെ നീതിമാനായ ദൈവം തന്റെ ആത്മഗതത്തിൽ സംസാരിച്ചു, ഇനി കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് ഞാൻ ന്യായപ്രമാണത്തെ അവരുടെ ഉള്ളിൽ ആക്കും. കാരണം കൈ കൊടുത്തിട്ട് കാര്യമില്ല. കയ്യിൽ കൊടുത്താൽ നമ്മൾ നന്നായിട്ട് പെയിന്റ് അടിച്ച് നല്ല ഹോളും പണിഞ്ഞ് കൺവെൻഷൻ നടത്തണോ, അടിപൊളിയായിട്ട് നടത്താം, ഉപവാസ പ്രാർത്ഥന നടത്തണോ, എങ്ങനെ നടത്താം, ഏത് സ്റ്റൈലിൽ നമുക്ക് നടത്താം, ഇല്ലേ? നമ്മുടെ കല്യാണം, നമ്മുടെ കുഞ്ഞുങ്ങളുടെ കല്യാണമാണെങ്കിൽ ജാതികളെക്കാളും അധികം ഗംഭീരമായിട്ട് നല്ല കഴിവോടുകൂടെ നമുക്ക് നടത്താം. നമ്മുടെ എല്ലാ കാര്യങ്ങളും, എല്ലാ ആത്മീയ കൂട്ടായ്മകളും, ആത്മീയ ശുശ്രൂഷകൾ, ശവസംസ്കാരം പോലെ അടിപൊളിയായിട്ട് നമുക്ക് നടത്തുകയും ചെയ്യുന്നുണ്ട്. ഒരു അപാകതയില്ല നടത്തുകയാണ്. അങ്ങനെയാണ് അന്ന് യഹൂദന്മാർ ന്യായപ്രമാണം പാലിച്ചത്. അതുകൊണ്ട് ദൈവം കൽപ്പിച്ചു, അതിന് ഞാൻ അവർക്കൊരു പുതിയ ഹൃദയം കൊടുക്കും, ഒരു പുതിയ ആത്മാവിനെ അവർക്ക് കൊടുക്കും. അത് പെന്തക്കോസ്ത് നാളിൽ ആശ്ചര്യമായി ഈ ഭൂമിയിൽ അത് വെളിപ്പെട്ടു. അങ്ങനെയാണ് ആത്മാവിനാൽ ഈ വചനം നമ്മുടെ ഉള്ളിൽ ആകുവാനായിട്ട് ഇടയായത്. വചനം ഉള്ളിൽ വരാതെ ആർക്കും യേശുവിൻ്റെ ജീവിതം ജീവിക്കാൻ കഴിയുകയില്ല. അപ്പോൾ ന്യായപ്രമാണത്തിന് ഒറ്റ മനുഷ്യാത്മാവിനെയും സ്വർഗത്തിൽ കൊണ്ടുപോകാൻ പറ്റില്ല. ന്യായപ്രമാണത്തിന് ചെയ്യുവാൻ പറ്റുന്ന അങ്ങേയറ്റത്തെ കാര്യം എന്താണെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ പറഞ്ഞാട്ടെ. ന്യായപ്രമാണത്തിന് മാക്സിമം ചെയ്യാൻ പറ്റുന്നത് എന്താണ്? പാപബോധം. ഇച്ചൂടെ ചെയ്യാൻ പറ്റും. ന്യായപ്രമാണത്തിന് മാക്സിമം ചെയ്യാൻ പറ്റുന്നത്, ന്യായപ്രമാണം നമുക്ക് ശിശുപാലകനായി ഭവിച്ചു. ഒരു കുഞ്ഞിനെ കൈക്ക് പിടിച്ചുകൊണ്ട് ഒരു പിതാവ് കണ്ടിട്ടില്ലേ? കുഞ്ഞ് വിരളി പിടിച്ചുകൊണ്ട് ഇങ്ങനെ നടത്തിക്കൊണ്ട് പോകുന്നത് കണ്ടിട്ടുണ്ടോ? അപ്പന്മാര് റോഡ് സൈഡിൽ കൂടെ കുഞ്ഞിന് അതിങ്ങനെ തട്ടിപ്പിടിച്ച് വരും, അല്ലേ? അപ്പൻ്റെ കൈക്ക് പിടിച്ച് ഇങ്ങനെ നടന്നു പോകും. ഇതിന് അപ്പൻ ന്യായപ്രമാണം, ഈ കുഞ്ഞ് യഹൂദൻ അല്ലെങ്കിൽ ഇസ്രായേലിൻ. ഇങ്ങനെ ശിശുപാലകനായി ഈ ന്യായപ്രമാണം ഈ കുഞ്ഞിനെ പിടിച്ചുകൊണ്ട് അവിടെ കൊണ്ടെത്തിക്കും, ക്രിസ്തുവിൻ്റെ മുമ്പിൽ കൊണ്ടെത്തിക്കും. ഈ ന്യായപ്രമാണത്തിന് ചെയ്യുവാൻ കഴിയുന്നത് ഒരു മനുഷ്യനെ നയിച്ച് രക്ഷാനായകനായ ക്രിസ്തുവിൻ്റെ മുമ്പിൽ കൊണ്ടെത്തിക്കാൻ മാത്രമേ കഴിയൂ. എന്നാൽ രക്ഷ യേശു ക്രിസ്തുവിലാണ് ആരംഭിക്കുന്നത്. യേശുവിൻ്റെ വചനം. അപ്പോൾ മോശയുടെ ആ വചനം എല്ലാവരും കൂട്ടമായി കൊന്നുകൊല വിളിച്ചു. കുഞ്ഞെ, ഇനി മോശ പറഞ്ഞ വചനത്തിൻ്റെ പുറകെ പോയിട്ട് കാര്യമില്ല. കാരണം ആയിരക്കണക്കിന് യഹൂദന്മാർ കൊല ചെയ്യപ്പെട്ട് കഴിഞ്ഞു. അടുത്തതാരം നിൽക്കുന്നത് ഏലിയാവ്, അത്ഭുതങ്ങളുടെ ഉപജ്ഞാതാവാണ് ഏലിയാവ്.
ഇല്ലേ? ഏലിയാവെന്ന് കേട്ടാൽ യഹൂദ സഹസ്രങ്ങളിൽ ചോര തിളക്കി അവർക്ക്. യഹൂദന്മാരെ അവർക്ക് പറഞ്ഞാൽ ഏലിയാവും മോശയൊക്കെ എന്ന് പറഞ്ഞാൽ അവർ രാത്രിയിൽ അവർക്ക് കേട്ടതന്നെ ചാടി നിൽക്കും. അത്ര അവർക്ക് ശൗര്യമുള്ള കാര്യമാണ് ഇതൊക്കെ. അവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ചരിത്രങ്ങളാണ് ഇതൊക്കെയും. ഏലിയാവ് അത്ഭുതങ്ങളുടെ ഉപജ്ഞാതാവാണ്. ധാരാളം അത്ഭുതങ്ങൾ ഏലിയാവിലൂടെ പ്രകൃത്യാതീതമായ അടയാളങ്ങൾ ചെയ്ത വ്യക്തിയാണ് ഏലിയാവ്. ഇപ്പുറത്തോ അക്ഷരമാകുന്ന ന്യായപ്രമാണം കൊടുക്കപ്പെട്ട മോശ, അപ്പുറത്തോ അത്ഭുതത്തിന്റെ പ്രതീകമായി നിലകൊള്ളുന്ന ഏലിയാവ്. ഇസ്രായേൽ ജനം വചനങ്ങളെ കേട്ടു, അവർ അത്ഭുതങ്ങളെ കണ്ടു, പക്ഷെ ഒരുത്തനും വാഗ്ദത്ത നിവൃത്തിയൊന്നും പ്രാപിച്ചില്ല. അതുകൊണ്ട് പിതാവായ ദൈവം ഇറങ്ങി വന്ന് സംസാരിക്കുകയാണ്, ഡേയ് ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പീൻ. ഇനിയിപ്പോൾ മോശ പറഞ്ഞതിൻ്റെ പുറകെ പോയിട്ടും കാര്യമില്ല, അത്ഭുതങ്ങളുടെ പുറകെ പോയിട്ട് അല്ല. അവർ ചോദിച്ചില്ലേ, നീ ഏലിയാവ് ചെയ്ത പോലെ ഞങ്ങൾക്ക് എന്തൊരു അടയാളം ചെയ്ത് കാണിക്കും? യേശു എന്താ പറഞ്ഞേ? വ്യഭിചാരവും കോട്ടവുമുള്ള തലമുറ അടയാളം തിരയുന്നു. അപ്പൊ ഏലിയാവ് ആരാ? വ്യഭിചാരമുള്ള തലമുറയ്ക്ക് പ്രതീകമാണോ ഏലിയാവ്? യഹൂദന്യായ തിരുവെഴുത്തുകളിൽ അങ്ങനെ വല്ല ഉണ്ടോ പ്രിയമുള്ളവരെ? അവർക്ക് അത്ഭുതമല്ലേ അവരുടെ ജീവനാടികൾ? അവരുടെ ന്യായപ്രമാണത്തിന്റെ സമുഖ്യതകളിൽ മറിഞ്ഞിരിക്കുന്നത് മുഴുവനും അവിശ്വസനീയമായ അത്ഭുതങ്ങളല്ലേ? യേശു പറയുക, വ്യഭിചാരവും കോട്ടവുമുള്ള തലമുറ അടയാളം അന്വേഷിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ദൈവം ഏലിയാവിനെ കൊണ്ട് അവിടെ അത്ഭുതം ചെയ്യിക്കേണ്ടി വന്നത് ആ ജനത്തിൻ്റെ ഇടയിലുള്ള പാപനിമിത്തമല്ലേ? നിങ്ങൾ ഈ വചനങ്ങൾ എങ്ങനെ ഗ്രഹിക്കുന്നത് എനിക്കറിയില്ല. പിതാക്കന്മാരെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ ചതിക്കരുത്. മാതാക്കളെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ ബലിയാടാക്കരുത്. വഞ്ചന നിറഞ്ഞ ഈ ശാപിക്കപ്പെട്ട ഈ ലോകത്തിൽ ഏതെങ്കിലും ഉന്നതമായ മേഖലയെ കയറ്റിവിട്ടിട്ട് കർത്താവിനെ അനുഗ്രഹിച്ചു മാനിച്ചു എന്ന് പറഞ്ഞാൽ അവന്റെ കാഹളം കേൾക്കുമ്പോൾ നിന്റെ കുഞ്ഞിന്റെ ഈ മർത്യമായത് അമർത്യത പുലുകുമെന്ന് എന്താ ഉറപ്പ്? നിങ്ങൾ ലോകക്കാരായിരിക്കാതെ വണ്ണം ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തത് കൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കുന്നു. ഭക്തിയോടെ ജീവിക്കുവാൻ മനസ്സുള്ളവർക്ക് എല്ലാം ഉപദ്രവം ഉണ്ടാകും. ഈ വീട്ടിൽ വാക്യ ബോർഡുകളുള്ള എത്ര പേരുണ്ട്? വാക്യ ബോർഡുകൾ വാങ്ങിച്ച് മുറിയിലേക്ക് വെച്ചേക്കുന്നത് ചില വീടുകളിലൊക്കെ ഉണ്ടാവും. നിങ്ങളുടെ വീട്ടിൽ എവിടെയെങ്കിലും ഉണ്ടോ? ഒന്ന് രണ്ട് വീടുകളുണ്ട്, അവിടെയൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ആർക്കുണ്ടോ? വീടുകളുണ്ട്. വെരി ഗുഡ്. അതിനകത്ത് തിരുവെഴുത്താണോ ഉള്ള വാക്യമാണോ യേശു പറഞ്ഞ വാക്യമാണോ അതിനകത്തുള്ളത്? രണ്ടില്ലാത്തവൻ ഒന്നില്ലാത്തവന് കൊടുക്കട്ടെ എന്ന വാക്യം ആരുടെ വീട്ടിലാണ് ഉള്ളത് എഴുതി വെച്ചേക്കുന്നത്? ഒരു ചെള്ളയ്ക്ക് അടിക്കുന്നവനെ മറ്റതും കാണിച്ച് കൊടുക്കാമെന്ന് ആരാ എഴുതി വെച്ചേക്കുന്നത്? അല്ല, അങ്ങനെ ഒരു വാക്യം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ വന്ന് ഭിക്ഷക്കാരിക്ക് അമ്മ ഒരു പഴയ സാരി തരുമോ എന്ന് ചോദിക്കേണ്ടി വരുമോ? രണ്ടുള്ളവൻ ഒന്നില്ലാത്തവന് കൊടുക്കട്ടെ എന്ന് നിന്റെ വീട്ടിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ വീട്ടിൽ ഒരു സാധുവായ ഭിക്ഷക്കാരി വന്നാൽ, ചേച്ചി അമ്മ എന്തോ ഒരു പഴയ സാരി തരുമോ? കീറിയ സാരി കൊടുത്തുള്ളൊരു അമ്മ വന്നിരിക്കുകയാണ്. വാതൊന്ന് ചോദിക്കേണ്ട ഗതികൾ ഉണ്ടാകുമോ നിങ്ങൾക്ക്? അവർക്കുണ്ടാകുമോ? ആ വാക്യം നിന്റെ വീട്ടിലുണ്ടെങ്കിൽ അവരെ കാണുമ്പോൾ തന്നെ, എടീ ഒരു സാധുവായ സ്ത്രീ വരുന്നുണ്ട്, മുഷിഞ്ഞ വസ്ത്രമാണ്, നീ അലമാരെ രണ്ടാം തട്ടിയിരിക്കുന്ന മഞ്ഞ സാരി എടുത്തുകൊണ്ടൊന്ന് പേപ്പർ കുഞ്ഞുണ്ടുവാ. ഒരു സാരിയുമായിട്ടായിരിക്കും ഇറങ്ങി വരുന്നത്. എന്നാ നിങ്ങൾ അങ്ങോട്ടും പോയി ഇതൊന്ന് കൊടുക്ക്, ഞാൻ അപ്പോഴത്തെ ചായ ഇട്ടുകൊണ്ട് വരാം. ഒരു മനുഷ്യൻ വാതൊന്ന് ചോദിക്കേണ്ടി വരില്ല യേശുവിൻ്റെ വചനം ഹൃദയത്തിൽ വന്നാൽ. പക്ഷെ കൊടുക്കും മഞ്ഞ സാരി, ചോദിച്ചാൽ കൊടുക്കും മഞ്ഞ സാരി. മോളെ ആ മഞ്ഞ സാരി ഒന്ന് കൊടുക്ക്. മോള് മഞ്ഞ സാരി എടുക്കാൻ പോകുമ്പോഴത്തേക്കും അമ്മ, എടീ അതെടുക്കണ്ട, ആ നീല സാരി, അതിൻ്റെ തൊട്ട് മേലൊരു നീല സാരി ഇരിപ്പുണ്ട്, അതെടുത്ത് കൊടുക്ക്, അത് 10 വർഷമായതാണ്. മഞ്ഞ സാരി 5 വർഷമായിട്ടുള്ളൂ അല്ലേ, അത് കൊടുക്കാം. മോള് നീല സാരി കൊണ്ടുവന്ന് പൊതിഞ്ഞു കൊടുത്ത് അവരങ്ങ് പോയി. ഇച്ചിരി കഴിഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നേ, ആ ചുമന്ന സാരി കൊടുത്താൽ മതിയായിരുന്നു ഇല്ലേ. വിട്ടുമൂടാ ഉണ്ടെങ്കിലും സാധുക്കൾക്ക് കൊടുക്കില്ല. മനോഭാവം കൊണ്ട് നടക്ക്, മേലോട്ട് പോകില്ല. യേശുവിന് നിങ്ങളെ അറിയാമോ? യേശുവിന് നിങ്ങളെ അറിയാമോ? ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടിട്ട് നിങ്ങൾ ഈ ഡോർ ഒന്ന് വെളി പോകാവൂ കുഞ്ഞേ. ഇവിടെ കിടന്ന് ആരാധിക്കുകയും തുള്ളുകയും ചെയ്തിട്ട് കർത്താവ് പറയാ, അധർമ്മം ചെയ്യുന്നവരെ എന്നെ വിട്ടു പോകുമ്പോൾ ഞാൻ നിങ്ങളെ ഒരു നാൾ അറിഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞാൽ ആരോടെ യേശു സംസാരിക്കുന്നത്? വിശ്വാസികളോടാണ് കാര്യം പറഞ്ഞത്. മലകളും കുന്നുകളും കയറി ഇറങ്ങി ഉള്ള ചട്ടക്കുടിലെല്ലാം കയറി ഇറങ്ങി, മലയിൽ കയറി യേശു നാമത്തിൽ കയറി ഇറങ്ങി ഭൂതങ്ങളെ പുറത്താക്കി രോഗികളെ സൗഖ്യമാക്കി അനേകരെ സ്നാനപ്പെടുത്തിയ അച്ചാച്ചന്മാരോടാണ് യേശു സംസാരിക്കാൻ വേണ്ടി പോകുന്നത്.
അല്ല, ഒന്നുമല്ലെങ്കിലും നിങ്ങൾ എൻ്റെ വചനം കേട്ട് ജീവിച്ചൊന്നുമില്ലെങ്കിലും, നിങ്ങൾ ഒന്നുമല്ലെങ്കിലും എൻ്റെ നാമത്തിലല്ലേ ആ മല കയറി അവിടെ ചെന്ന് സുവിശേഷം അറിയിച്ച് അവരെ ഭൂതങ്ങളെ പുറത്താക്കി സ്നാനപ്പെടുത്തിയത്. അതുകൊണ്ട് നിങ്ങൾക്ക് അവകാശമൊന്നും തരാനില്ല, എങ്കിലും ആ കാണുന്ന മുറിലോട്ട് നിങ്ങൾ താമസിച്ചോ എന്ന് പോലും എനിക്ക് വരുന്നില്ല. ഒന്നുമല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ നാമത്തിലാണല്ലോ കയറി പോയത്. ഞാൻ പറഞ്ഞ വാക്കിട്ട് നിങ്ങൾ ജീവിച്ചൊന്നുമില്ല, ശരി. പക്ഷേ നിങ്ങൾ എൻ്റെ നാമത്തിലാണല്ലോ ആ മല വലിഞ്ഞ് കയറി ഗുരുപ്പാട്ട് കയറി ടീം വർക്ക് ചെയ്യാൻ വേണ്ടി കയറി പോയത്. അതുകൊണ്ട് അവകാശം തരാനില്ല. പക്ഷേ നിങ്ങൾ എൻ്റെ പേര് പോയത് കൊണ്ട് ആ മുറിലോട്ട്, ആ കാണുന്ന മുറിലോട്ട് കയറി താമസിച്ചാട്ട് എന്നുപോലും പറയുന്നില്ല. അധർമ്മം ചെയ്യുന്നവരെ എന്നെ വിട്ടു പോകുവേൻ, ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല. ചേച്ചി, ചേച്ചി എന്ന് പറയാൻ പ്രായമായിട്ടില്ല അല്ലേ? ശരി, നമുക്കെല്ലാവർക്കും വചനം ധാരാളം അറിയാം ഇല്ലേ? ഇപ്പോൾ റോമർ ലേഖനം 8:2-1 വായിക്കുമ്പോൾ, ഇപ്പോൾ ക്രിസ്തുയേശുവിൽ ഉള്ളവർക്ക്, ആ വാക്യം അത്രേ ഉള്ളൂ അല്ലേ? ഇപ്പോൾ ക്രിസ്തുയേശുവിൽ ഉള്ളവർക്ക്. ഞാൻ സ്നാനപ്പെട്ട ഒരു ബ്ലേഡുകാരനാണെന്ന് വിചാരിക്കൂ. ഞാൻ ബിസിനസ് ചെയ്യുന്നവനാണ്, ബ്ലേഡുകാരനാണ് ഇല്ലേ? വട്ടവാളിന് ബ്ലേഡ് എന്ന് പറയാൻ അതിനേക്കാളും വലിയ മൂർച്ച സാധനം വട്ടവാളിന് ഞാൻ പലിശ കൊടുക്കുന്ന ആളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പെന്തക്കോസ്താനായിട്ട് കസേരയിരിക്കുക, പാസ്റ്റർ പ്രസംഗിക്കുന്നു, ഇപ്പോൾ ക്രിസ്തുയേശുവിൽ ഉള്ളവർക്ക് ഒരു ശിക്ഷാവിധിയില്ല. അപ്പോൾ എനിക്ക് ഏത് ടൈപ്പ് ജോലി ഈ ഭൂമിയിൽ ചെയ്യാം, ഏത് ടൈപ്പ് കള്ളത്തരം ചെയ്തും. ബിസിനസ് എന്ന് പറഞ്ഞാൽ കള്ളത്തരമാണ്. കള്ളത്തരം കാണിക്കാതെ ഏതെങ്കിലും ബിസിനസ് ഡെവലപ്പ് ആയിട്ടുണ്ടോ? വിളിക്കുന്ന ഏതെങ്കിലും അച്ചാച്ചന്മാർ, പാസ്റ്ററെ ഞാൻ ബിസിനസ്സുകാരനാണ്, ഞാൻ കള്ളത്തരം കാണിക്കാറില്ല. അങ്ങനെ ചെയ്താൽ 3 മാസം കഴിയുമ്പോൾ നിൻ്റെ പരിപാടി തീരും. 4-ാം മാസം നിൻ്റെ വീട് ആണുങ്ങൾ കൊണ്ടുപോകും ജപ്തി ചെയ്തത്. കള്ളത്തെ സ്ട്രാറ്റജിയാണ് അതിൻ്റെ മൂലാധാരം. ബിസിനസ്സിൻ്റെത് ഉപായമാണ്. ഉപായത്താലല്ലാതെ ഒരു ബിസിനസ്സും ഡെവലപ്പായിട്ടില്ല. പണ്ടൊക്കെ എൻ്റെ കുഞ്ഞു പ്രായത്തിൽ ഞങ്ങളുടെ ചർച്ചിലൊക്കെ പരിചയമില്ലാത്ത ആൾക്കാർ ഈ കത്രിമേശയ്ക്ക് എടുക്കാൻ വരികയാണെങ്കിൽ എൻ്റെ അപ്പൻ ചോദിക്കാറുണ്ട്, ബ്രദർ എവിടുന്ന് വരുന്നത്? അടൂരിൽ നിന്ന് വരികയാണ് പാസ്റ്ററെ. കത്രിമേശയെ പങ്കെടുക്കാൻ താല്പര്യമുണ്ടോ? ഉണ്ട്. സ്നാനപ്പെട്ടതൊക്കെ ആണോ? ഉണ്ട് പാസ്റ്ററെ. അഭിഷേകം പ്രാപിച്ചിട്ടുണ്ടോ? ഉണ്ട് പാസ്റ്ററെ. ആ ശരി, അവിടെ ഇരുന്നാട്ട്. ഇങ്ങനെ കറങ്ങി വന്നിട്ട് വീണ്ടും എന്ത് ജോലിയാണ് ചെയ്യുന്നേ? അത് ഉപദേശിച്ച് ചെറിയ ഒരു ബിസിനസ് ചെയ്യുകയാണ്. ആ ബ്രദർ അങ്ങോട്ട് മാറിയിരിക്കും. പണ്ട് ബിസിനസ്സുകാർക്ക് കത്രിമേശ കൊടുക്കില്ലായിരുന്നു. അതുകൊണ്ട് കാര്യം എന്താ? പാമ്പ് കടിയേറ്റ് പള്ളി വന്നാലും കുഞ്ഞു ചാകത്തില്ല, ജീവിക്കും. എൻ്റെ ഈ കണ്ണുകൊണ്ട് ഞാൻ കണ്ടിട്ടുണ്ട്. പട്ടാഴിയിൽ ഒരമ്മാമ്മയുടെ മോളെ കരിമൂർഖൻ കടിച്ചിട്ട് വെളുപ്പാൻ കാലത്ത് വീടിൻ്റെ ബാക്ക് സൈഡ് വെച്ച് കരിമൂർഖൻ കടിച്ച്. ആ അമ്മച്ചി വിശ്വാസിയാണ്, ബന്ധുക്കളെല്ലാം മർത്തോമക്കാരാണ്. അപ്പം അമ്മച്ചി പെട്ടെന്ന് നല്ലൊരു കൂവി, നാട്ടുകാരും ബന്ധുക്കളെല്ലാം ഓടി വന്നിട്ട് വണ്ടി ഒരു ടാക്സി പിടിച്ച് കൊട്ടരാകര, എവിടെ കൊണ്ടുപോകണം? കൊട്ടരാകര കൊണ്ടുപോകണം. അവിടെ എന്താ ബസ്സുകാരി ഉണ്ടോ? അല്ല, എൻ്റെ ഉദ്ദേശം എടുത്ത് കൊണ്ടുപോകണം. ആ ബന്ധുക്കൾക്കെല്ലാം ഭയങ്കര ദേഷ്യം. കൊച്ചിന് ദേഹം മൊത്തം കറുത്ത് കയറി വരികയാണ്. കരിമൂർഖം കടിച്ച് ബോധം കെട്ടുപോയി കൊച്ച്. ഉദ്ദേശം എടുത്ത് കൊണ്ടുപോകണം. അങ്ങനെ ഇവന്മാർ ഈ വണ്ടി കയറ്റി ഈ തള്ളയും കുഞ്ഞിനെ മാത്രം കയറ്റി വിട്ടു. ഇവന്മാരും വണ്ടി കയറില്ല. എന്നിട്ട് ഇവന്മാരെല്ലാം അവിടെ കുറെ കമ്പൊക്കെ ആയിട്ട് വേറൊരു വണ്ടിക്കകത്ത് പുറകെ വന്നു. എന്തായാലും കൊച്ചു ചാവും. ആ വിളയെ അടിക്കണം, ആ ഉദ്ദേശി ഇങ്ങനെ പഠിപ്പിച്ച് ആ ഉദ്ദേശി അടിക്കണം വേണ്ടി വന്നതാണ്. വെളുപ്പാങ്കാലത്ത് 6-6:30 ആയപ്പോഴത്തേക്ക് 2 വണ്ടി വീട്ടിൻ്റെ ഫ്രണ്ടിൽ. ഞങ്ങളുടെ അപ്പനും കുറേ ദൈവാസന്മാരെല്ലാം കൂടെ പള്ളിലോട്ട് കയറ്റി കൊച്ചിനെ അങ്ങോട്ട് നടുക്കോട്ട് കിടത്തി വളഞ്ഞിരുന്ന് അന്യഭാഷ പറഞ്ഞ് കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരുന്നു, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അല്പനേരം കഴിഞ്ഞു ഈ കുഞ്ഞ് ചാടി കഴിഞ്ഞിട്ട് ഛർദ്ദിച്ചു. കാർത്ത് എന്തൊക്കെ ഛർദ്ദിച്ചു. അതിൻ്റെ ദേഹം മൊത്തം വിയർക്കാൻ തുടങ്ങി. തോർത്തുകൊണ്ട് ദേഹം തുടച്ചപ്പോൾ വിയർപ്പിന് കറുത്ത നിറം, വിഷം വിയർപ്പിലൂടെ പുറത്ത് വന്നു. അമ്മാന്ന് ചാടി വന്നിട്ട് വിളിച്ചു. ഓ, ഭയങ്കര വിടുതൽ. അടിക്കാൻ വന്ന 10-15 എണ്ണത്തിൽ ഒരു 4 എണ്ണം സ്നാനപ്പെടും. ആഴ്ചയിൽ സ്നാനപ്പെട്ടു. അടിക്കാൻ വന്നവന്മാരാണ് കേട്ടോ. ഇന്നോ പാമ്പിൻ്റെ മണം അടിച്ചാൽ നമ്മൾ താഴെ വീഴും. പ്രാർത്ഥിക്കാൻ പാസ്റ്റർ അകന്ന് പ്രാർത്ഥിക്കും. കാരണം ഞാൻ പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ ആ പാമ്പ് നാളെ കറങ്ങി എൻ്റെ വീട്ടിൽ വരും, എൻ്റെ കുഞ്ഞിനെ കൊത്തും. അതുകൊണ്ട് ആവശ്യമില്ലാത്ത കാര്യത്തിൽ നിന്ന് കൈവയ്ക്കാൻ പോകരുത് എന്നൊക്കെ പറയാറുള്ളത്. ഇന്നങ്ങനെയാണ്. നമ്മൾ ആവശ്യമില്ലാത്ത ഇടപെടത്തൊന്നും കൈവയ്ക്കാൻ പോകാറില്ല. അത് നമ്മളങ്ങനെ പെട്ടെന്നൊന്നും ശാസിക്കാൻ പാടില്ല. ശാസിച്ച് കഴിഞ്ഞാൽ ആ സാധനം നമ്മളെ ഇത് വിഴുങ്ങും. നിന്റെ വിശ്വാസം, നിന്റെ വിശ്വാസം എന്താണോ നിന്റെ രക്ഷിക്കും. നിന്റെ വിശ്വാസം അതാണെങ്കിൽ അങ്ങനെ സംഭവിക്കും. ഒരു ഹാലലൂയ പറയാം. ഇപ്പോൾ ക്രിസ്തുയേശുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. സത്യത്തിൽ ആ വാക്യം അത്രയല്ല. ഇവിടെ തമിഴ് ബൈബിൾ ആരെങ്കിലും ഉണ്ടോ? ഇല്ലായിരിക്കും ഇല്ലേ? ഇംഗ്ലീഷ് ബൈബിൾ ആരെങ്കിലും ഉണ്ടോ? KJV അതൊന്നുമില്ല പാസ്റ്ററെ. സ്തോത്രം, ഹല്ലേലൂയ. രക്തത്താൽ ചെയ്യാം. അവിടെ അങ്ങനെയല്ല. 1-ാം വാക്യത്തിൽ ജഡത്തെ അല്ല ആത്മാവിനെ അത്രേ അനുസരിച്ച് നടക്കുന്ന നിങ്ങൾക്ക് ഇപ്പോൾ ക്രിസ്തു യേശുവിൽ ഒരു ശിക്ഷാവിധിയും ഇല്ല എന്നാണ് പൂർണ്ണമായ വാക്യം. നിങ്ങൾ തമിഴ് നോക്കൂ, പഴയ KJV എടുത്ത് നോക്കൂ, എല്ലാ ഭാഷാന്തരത്തും നോക്കൂ, എല്ലാത്തിലും ഉണ്ട്. പക്ഷേ ഇംഗ്ലീഷ് NIV-യിലില്ല. കള്ളമര
സാത്താന്യ പുസ്തകം അടിച്ചിറക്കുന്ന അതേ പ്രിന്റിംഗ് പ്രസ്സിലാണ് NIV അടിച്ചിറക്കുന്നത്. ഞാൻ ഏതോ വിദേശ രാജ്യത്ത് ഇങ്ങനെ പോയപ്പോൾ അവിടെയുള്ള ഒരു യൗവനക്കാരൻ ഇങ്ങനെ മൈക്ക് കൂടെ പറഞ്ഞു കേട്ടായിരുന്നു, കഴിഞ്ഞ 22 വർഷം കൊണ്ട് 6000-ഓളം വാക്കുകളാണ് യേശു ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുവാൻ വക നൽകുന്ന 6000-ഓളം വാക്കുകൾ വിദഗ്ധമായിട്ട് ഇത്രയും വർഷം കൊണ്ട് ഈ ബൈബിളിൽ നിന്ന് മാറ്റിയെന്ന് അദ്ദേഹം പറയുവാനിടയായി. അവിടെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഇംഗ്ലീഷ് വായിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ NIV എന്നെടുത്ത് പിശാചിൻ്റെ പുസ്തകമാണ്, അതൊന്നും കൊടുത്തു കളയരുത്. ഒന്നുകിൽ KJV വായിപ്പിക്കുക. കുഞ്ഞുങ്ങൾക്ക് ദൈവവിശ്വാസം നഷ്ടപ്പെട്ടു പോകും. ഭയങ്കര വഞ്ചന നടക്കുകയാണ്, വഞ്ചന. ബാക്കി എന്താ? ജഡത്തെ അല്ല ആത്മാവിനെ അത്രേ അനുസരിച്ച് നടക്കുന്ന നിങ്ങൾക്ക് ശിക്ഷാവിധി ഇല്ല എന്നാ. അപ്പോൾ ബ്ലേഡുകാരന് വന്ന് വചനം കേൾക്കാൻ പറ്റുമോ? നിങ്ങൾ പറ. അതോ ഇപ്പോൾ ക്രിസ്തുവേശു ഉള്ളവർക്ക് ഒരു ശിക്ഷാവിധിയില്ല ഇല്ലേ? ഇന്ന് ഇങ്ങനെയാണ്, വഞ്ചനയാണ് ഇന്ന് ദൈവസഭകളിൽ. വഞ്ചന നിറഞ്ഞിരിക്കുന്ന ലോകമാണ്. സഭകളിലേക്ക് ലോകം കയറിയപ്പോൾ പൈശാചികനും കയറി, ലോകമോഹം കയറി. എന്നിട്ട് വാഗ്ദത്വം അനുഗ്രഹമാണെന്ന് പറഞ്ഞ് നമ്മുടെ തലമുറകളെ വഞ്ചിക്കുകയാണ്. ഞായറാഴ്ച പോലും പള്ളി മുടക്കി ട്യൂഷൻ കൊടുത്ത്, മൂക്കിലുള്ള വായിലുള്ള ട്യൂഷൻ കൊടുത്തിട്ട് അവസാനം കുടിക്കാൻ ഒരു ഗ്ലാസ് വെള്ളം പോലും വേണമെങ്കിൽ വേലക്കാരി ആശ്രയിക്കേണ്ടി വരും. മക്കൾ അവൻ പെണ്ണ് കെട്ടി വേറെ രാജ്യത്ത് പോയി, അള്ളക്കിടക്ക് കുടിക്കാൻ വെള്ളമില്ല. എൻ്റെ മോൻ്റെ ഒരപ്പൻ എന്നോട് പറഞ്ഞ, എനിക്കെന്തിന് അവൻ്റെ പൈസ? പൊൻകുന്നം ഒരപ്പച്ചനോട് പറയാം, പാസ്റ്റേ എൻ്റെ മോൻ്റെ പൈസ എനിക്കെന്തിന്? ആ വിദേശരാജ്യത്ത് ഒരു മെഡിക്കൽ സൂപ്രണ്ടായിട്ടിരിക്കുകയാണ്, ലക്ഷക്കോടികൾ ശമ്പളമുള്ളവനാണ്. എനിക്ക് അവൻ്റെ പൈസ എന്തിന്? ഞാൻ മാസം 5 ലക്ഷം 4 ലക്ഷമൊക്കെ ആ മാസം അക്കൗണ്ടിൽ കിട്ടിയത്. അവൻ്റെ പൈസ ആ അക്കൗണ്ടിൽ, എൻ്റെ അക്കൗണ്ടിൽ എനിക്ക് പൈസ വേണ്ട. ഒരാഗ്രഹമുണ്ട്, അവൾ മരിക്കുന്നതിന് മുമ്പ് എൻ്റെ മോൻ്റെ കയ്യിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം വാങ്ങി കുടിച്ച് മരിക്കണമെന്ന് അവൾക്ക് ആഗ്രഹമുണ്ട്. സ്വന്തം ഭാര്യയോട് പറയാം, അവൾക്ക് ആഗ്രഹമുണ്ട്, അത് നടന്നാൽ മതി, എനിക്കെന്തിന് അവൻ്റെ പൈസ? ഒരപ്പൻ പറയുകയാണ്, പെന്തക്കോസ്ത് കുടുംബത്തിൽ ഒരു അപ്പൻ പറയുകയാണ്. ദണ്ണമുണ്ട് കാര്യമൊക്കെ പറയുവാനായിട്ട്. 10 വർഷം കൊണ്ട് വില കൊടുത്ത ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത്. ഞാൻ ഇങ്ങനെയൊന്നും പ്രസംഗിക്കുന്ന ആളായിരുന്നില്ല. ഞാൻ ആൾക്കാരുടെ ഇടയിൽ ഓടി നടന്ന് പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ ഉരുമി തിരുമി പ്രവചിക്കുന്ന പ്രവാചകനായിരുന്നു ഞാൻ പണ്ട്. പക്ഷെ കർത്താവിൻ്റെ കണ്ണുകളെ തുറന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ സ്വർഗത്ത് പോകത്തില്ല. അങ്ങനെ ഞാൻ ഒതുങ്ങിയത്. വിദേശ രാജ്യങ്ങളൊക്കെ എൻ്റെ രാജ്യങ്ങളൊക്കെ ഇഷ്ടം പോലെ പോയി ലക്ഷങ്ങൾ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് പ്രവചിച്ച്. 17 രാജ്യങ്ങൾ, 333 വിമാനയാത്രകൾ 10 വർഷം കൊണ്ട് ഞാൻ പൂർത്തീകരിച്ചതാണ്. 7 രാജ്യത്ത് നിന്ന് മാസം തോന്നി എനിക്ക് വരുമാനം ഉണ്ടായിരുന്നു. ലക്ഷങ്ങൾ മാസം വരുമാനമുള്ള ഒരാളായിരുന്നു ഞാൻ. 100 കണക്കിന് പാസ്റ്റേഴ്സിനെ നോർത്ത് ഇന്ത്യ സഹായിക്കുന്ന ആളായിരുന്നു ഞാൻ. എത്ര ദൈവാസന്മാർക്ക് ഞാൻ വീട് വെച്ച് കൊടുത്തു, എത്ര പാസ്റ്റർമാർക്ക് കാർ വാങ്ങിച്ചു കൊടുത്തു, എത്ര പേർക്ക് ഞാൻ ബൈക്ക് വാങ്ങിച്ചു കൊടുത്തു, എത്ര പെമ്പിള്ളേരെ കല്യാണം കഴിപ്പിച്ച് അയച്ചു. ഞങ്ങളുടെ പഞ്ചായത്തിൽ എത്ര പെമ്പിള്ളേർക്ക് ഞാൻ സഹായം ചെയ്തു കൊടുത്തു. പൈസ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. പക്ഷേ കർത്താവിന് എന്നെ അറിയത്തില്ലായിരുന്നു. എനിക്ക് കർത്താവിനെ അറിയാം, പക്ഷെ കർത്താവിന് എന്നെ അറിയില്ലായിരുന്നു. ആത്മാവിനാലുള്ള നീതീകരണത്തിൻ്റെ മേഖല, അതിലേക്ക് നിങ്ങൾ പ്രവേശിക്കണം. അത് പിതാവിൻ്റെ വാക്ക് കേട്ട് ചെയ്യുന്നവൻ, എൻ്റെ വാക്ക് കേട്ട് അനുസരിക്കുന്നവൻ. ഞാൻ ചോദിക്കട്ടെ, യേശു പറഞ്ഞ വചനം പറയുമ്പോഴാണോ നിങ്ങൾ അന്യഭാഷയിൽ ആരാധിക്കുന്നത്? തിരുവെഴുത്തുകളിലുള്ള വചനം കേൾക്കുമ്പോഴാണോ നിങ്ങൾ അന്യഭാഷയിൽ ആരാധിക്കുന്നത്? പറഞ്ഞാട്ടെ. ഓ, എൻ്റെ കർത്താവ് പറഞ്ഞ ദൂത ഒരു ചളയ്ക്ക് അടിച്ചാൽ മറ്റതും കൊടുക്കണം. ഓ ഹല്ലേലൂയ, സന്തലം എവിടെ? യേശു പറഞ്ഞ ഒരു വചനം പറഞ്ഞാലും ആരും ഇവിടെ അനങ്ങത്തില്ല. ഇപ്പം ഇത്ര നേരമായിട്ട് ആരും അനങ്ങില്ലല്ലോ. എന്നാൽ ഞാൻ ഇത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഞാൻ ന്യായപ്രമാണത്തിൻ്റെ തിരുവഴുത്തിൻ്റെ പുറകെ പോകാമെങ്കിൽ ഇന്ന് കുറെ കസാര ഇരുന്ന് ഇവിടെ ഓടിയും ആരാധിച്ച്. ഇതാണ് വഞ്ചന. യേശു പറഞ്ഞ വചനം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് സ്തോത്രവുമില്ല, സ്തുതിയില്ല, അന്യഭാഷയില്ല. എന്നാൽ അക്ഷരം കൂട്ടമായി കൊന്നുടക്കിയ, മരണം കൊണ്ട് സകലതും കലാശിക്കുന്ന താൽക്കാലികമായ ആ പ്രമാണത്തിൻ്റെ കാര്യം പറഞ്ഞാൽ നിങ്ങൾ ഇളകും. നിങ്ങൾ ആരെങ്കിലും വീട് വെക്കുകയാണ്, എന്തായാലും 2ാം ദിവസമാണല്ലോ ഇത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആരാധിക്കാൻ ഇഷ്ടമുള്ള ദിവസം മുമ്പ് കിടക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് ആദ്യം കിട്ടുന്നത് വളരെ സന്തോഷമാണ്. സ്തോത്രം. ഇത് എൻ്റെ പണി എന്ന് പറഞ്ഞാൽ കട്ടകിടക്കി അടിച്ച് നിരപ്പാക്കുക എന്നുള്ളതാണ് എൻ്റെ ജോലി. സ്തോത്രം. കാരണം വിത്ത് നല്ല ക്വാളിറ്റി വിത്താണ് പാകുന്നത്. കട്ടക്കിടക്കി പോയി കഴിഞ്ഞാൽ അത് പ്രയോജനമില്ല. അപ്പോൾ കട്ടകളൊക്കെ അടിച്ച് ഉടയ്ക്കണം, അതാണ് എൻ്റെ ജോലി. നല്ല വിത്ത് ദൈവാസന്മാർ വരുന്ന ദിവസങ്ങളിൽ ദൈവാസനമൊക്കെ പാകിക്കുള്ളൂ. അല്ല, ഒരു ഹല്ലേലൂയ പറയാം. ഇതുപോലെ എനിക്ക് പറ്റിയ ഗതികേടില്ലേ? എൻ്റെ പ്രസംഗത്തിൽ നിങ്ങൾ കുത്തുകൊണ്ടാൽ എൻ്റെ ശുശ്രൂഷ ഞാൻ ജയിച്ചു. എൻ്റെ ശുശ്രൂഷ ജയിച്ചു.
എനിക്ക് സന്തോഷമാണ്. 5-6 പേരുടെ ഹൃദയം ഒന്ന് കലങ്ങണം. കുത്തുകൊണ്ട് ഇന്ന് രാത്രി നിങ്ങൾ ഉറങ്ങരുത്. ആത്മാവ് നിങ്ങളെ ഉറക്കരുത്. കട്ടിലേ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് ഉറങ്ങി ഉരുണ്ട് ഇന്ന് രാത്രി നിങ്ങളുടെ ഉറക്കത്തെ കർത്താവ് എടുത്ത് കളയണം. എന്നിട്ട് പ്രഭാതമാകുമ്പോൾ അവൻ്റെ രൂപം കണ്ട് തൃപ്തനാകുന്ന അളവിൽ ഒരു പുതിയ മനുഷ്യനായിട്ട് 3-ാം ദിവസത്തെ ശുശ്രൂഷയ്ക്ക് പങ്കെടുക്കുവാനായിട്ട് പരിശുദ്ധാത്മാവ് നിങ്ങൾ അതിനായിട്ട് ഒരുക്കണമെന്ന് ഞാൻ ക്രിസ്തുയേശുവിൽ ആഗ്രഹിക്കുകയാണ്. കർത്താവിൻ്റെ വചനം കേട്ടാൽ ഉള്ളം കൊണ്ട് സന്തോഷിക്കാൻ കഴിയണം. നിങ്ങളുടെ വീട് വയ്ക്കുകയാണെങ്കിൽ സഹോദരൻ്റെ വീട് സഭയെല്ലാം സെൻറ്ററെല്ലാം കൂടെ വന്ന് അത് പ്രാർത്ഥിച്ച് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പം പ്രധാനപ്പെട്ട ശുശ്രൂഷകന്മാർ വചനം സംസാരിക്കുമ്പോൾ അവർ യേശു പറഞ്ഞ വചനത്തിൽ നിന്നെടുക്കുമോ തിരുവഴുത്തിൽ നിന്നെടുക്കുമോ? ന്യായപ്രമാണം ഞാൻ ഉദ്ദേശിക്കുന്നത് പഴയ നിയമത്തിലെ പുസ്തകങ്ങളും സങ്കീർത്തനങ്ങളും ഒക്കെയാണ് ഉദ്ദേശിക്കുന്നത്. യേശു പറഞ്ഞ വചനങ്ങൾ എടുത്ത് പ്രസംഗിക്കുമോ അതോ തിരുവഴുത്തിൽ നിന്ന് എടുത്ത് പ്രസംഗിക്കുമോ? അബദ്ധവശാൽ ഏതെങ്കിലും ഉപദേശിച്ച് യേശു പറഞ്ഞ വചനം എടുത്ത് പ്രസംഗിച്ചാൽ അന്ന് വെച്ചിരിക്കുന്ന ചിക്കൻ ബിരിയാണി പോലും അവന് കൊടുക്കത്തില്ല. ഓറാന്ന് പറയും. ഇല്ലേ? പ്രിയ ജോസിന്റെ വീട് കർത്താവിന് മഹത്വം. പ്രിയ ജോസിനെ ദൈവം മാനിച്ചു. അവനിങ്ങനെ യോഗ്യതയുള്ളവനല്ല, കർത്താവിനെ മാനിച്ചു. നീ ദൈവത്തെ മാനിച്ചാൽ ദൈവം നിന്നെ മാനിക്കും. 50 ലക്ഷം രൂപയുടെ വീട് ജോസ് വച്ചിരിക്കുകയാണ്. ആ വീടാണ് ഇപ്പോൾ പാസ്റ്റർ ഉദ്ഘാടനം ചെയ്യുന്നത്. അതേ ആലയത്തിൽ അതേ കൂട്ടായ്മയിൽ സത്യസന്ധമായി ഓട്ടോറിക്ഷ ഓടിച്ച് അല്ലെങ്കിൽ പെയിന്റിങ് ജോലി ചെയ്ത് കൂലിവേല ചെയ്ത് ജീവിക്കുന്ന ഒരു മനുഷ്യൻ ആ സഭയിലുണ്ട്. ആ പ്രോഗ്രാം കഴിഞ്ഞ് വീട്ടിലേക്ക് എല്ലാവരും പോകുമ്പോൾ ആ കൂലിവേലക്കാരൻ്റെ മകൻ അപ്പനോട് ചോദിക്കുകയാ, അപ്പാ എന്താടാ അപ്പൻ എന്നാ ഒന്ന് വിശ്വസ്തനാകുന്നത്? മനസ്സിലായില്ല. അപ്പാ ഇന്ന് പാസ്റ്റർ പ്രസംഗിച്ച് കേട്ടോ, എന്താണ്? ജോസങ്കിൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശ്വസ്തനായിരുന്നത് കൊണ്ടാണ് ഈ വീട് ദൈവം അവന് കൊടുത്തതെന്ന്. അപ്പൻ എന്ന് വിശ്വസ്തനാകും. ഓ, ആ അപ്പൻ്റെ ചങ്ക് കലങ്ങത്തില്ലേ? 5 രൂപ പോലും കള്ളത്തരം കാണിക്കാതെ അവൻ്റെ ഉള്ള കഴിവ് കൊണ്ട് ആഹാരം ഉണ്ടാക്കി പിള്ളേർക്ക് കൊടുക്കേണ്ടതിന് രാവെന്നോ പകലെന്നോ നോക്കാതെ പകലന്തിയോളം പാടുപെട്ട് കൂലിവേല ചെയ്യുന്ന ആ യൗവനക്കാരനായ ആ പിതാവിൻ്റെ ഉള്ളം കലങ്ങയില്ലേ? ശരിയാണ് കുഞ്ഞേ, നമുക്കതിന് കഴിയുകയില്ല. പപ്പയ്ക്ക് അതിന് കഴിഞ്ഞിട്ടില്ല. ദൈവത്തിന് മുഖവശമുണ്ടോ? നിങ്ങളുടെ ഈ കൂട്ടായ്മയിൽ ആർക്കെങ്കിലും സ്വന്തമായിട്ട് വീടോ അല്ലെങ്കിൽ വസ്തു ഇല്ല എങ്കിൽ ദൈവമക്കളെ പ്രാർത്ഥിക്കണം. എനിക്കൊരു 3 സെൻറ്റ് വസ്തു കിട്ടാൻ വേണ്ടി വാങ്ങിക്കണം. 3 സെൻറ്റ് വസ്തു കിട്ടിയാൽ പഞ്ചായത്ത് വീട് തരാമെന്ന് പറഞ്ഞ സാക്ഷ്യം വരുമ്പോൾ നമ്മളെല്ലാവരും എന്നിട്ട് പ്രാർത്ഥിക്കും, ദൈവമേ ഞങ്ങളുടെ കൂട്ടു സഹോദരിക്ക് ഇല്ലേ 50 സെൻറ്റെങ്കിലും സ്വന്തമായിട്ടുള്ളവർ എന്ത് ചെയ്യണം? ഒന്നുകിൽ ആ വീടിൻ്റെ ഒരു കോർണറിൽ ഒരു 3 സെൻറ്റ് അവർക്ക് എഴുതി കൊടുക്കണം. അത് സമ്മതിക്കത്തില്ല. പക്ഷേ നിങ്ങൾ ആ വസ്തു 3 സെൻറ്റ് വിറ്റിട്ട് ആ പൈസ അവർക്ക് കൊടുക്കണം. പറ്റുമോ? ഇതാണ് സത്യത്തിൻ്റെ ആത്മാവില്ലാത്തതിൻ്റെ ലക്ഷണം. കുഞ്ഞെ, നിങ്ങൾ പറഞ്ഞ അന്യഭാഷയൊക്കെ സൂക്ഷിക്കണം. നിങ്ങൾ വഞ്ചിക്കപ്പെടരുത്. നിങ്ങൾ ആത്മാവിനെ പ്രാപിച്ചു എന്ന് പറയുകയും യേശു പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കുവാൻ കഴിയുകയും ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾ വഞ്ചിക്കപ്പെട്ടിരിക്കുകയാണ്. പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുറന്നു മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ലോകത്തിൽ നിങ്ങളുടെ നിക്ഷേപങ്ങളെ സ്വരൂപിക്കരുത്. നശിച്ചു പോകുന്ന ഈ ലോകത്തിൻ്റെ ആഹാരത്തിനായിട്ടല്ല, നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് തന്നെ പരിശ്രമിപ്പീൻ. ഞാൻ പറഞ്ഞല്ലോ ഒരപ്പൻ്റെ മോൻ്റെ കാര്യം. സ്കൂട്ടറിൽ പോയപ്പോഴേ ഒരു വീട് കാണിച്ചു കൊടുത്തില്ല. പിന്നെ ആ മോൻ എന്ത് ചെയ്തു? കാനഡ പോയി നേഴ്സിനെ കെട്ടി 1 കോടി രൂപയുടെ വീട് അപ്പനെ വെച്ച് കൊടുത്തു. എത്ര അനുഗ്രഹിക്കപ്പെട്ട മോനാണ്. നമ്മളെല്ലാവരും ഹല്ലേലൂയ പറയും ഇല്ലേ? എന്താ തെറ്റെന്താ? അവൻ മോട്ടിച്ചെടുത്തല്ല. അവൻ കള്ളത്തരം. അവനും അവൻ്റെ ഭാര്യയും കൂടെ കഷ്ടപ്പെട്ട് രാവും പകലും ഹോസ്പിറ്റലിൽ ജോലി ചെയ്ത് പൈസ സ്വരൂപിച്ച് അവൻ്റെ അപ്പന് വീട് വെച്ച് കൊടുത്തതാണ്. എന്താ തെറ്റ്? എന്നാൽ ആ അപ്പൻ ഉള്ളിൽ ദൈവരാജ്യമുള്ളവനാണെങ്കിൽ സ്കൂട്ടർ അങ്ങോട്ട് മാറ്റി നിർത്തും. ഇനി ഇറങ്ങി പോടാ. മക്കളെ, നമ്മൾ ഈ കണ്ണുകൊണ്ട് കാണുന്നതെല്ലാം മായയാണ്. മനുഷ്യൻ കൈകൊണ്ട് അധ്വാനം ചെയ്യുന്ന സകലതും അവൻ്റെ പ്രാണനൊഴികെ ഒരിക്കൽ സകലതും അഗ്നിക്ക് ഇരയാകുവാനുള്ളതാണ്. നമ്മൾ ഈ ലോകക്കാരല്ല. നമ്മുടെ ലോകം വരാൻ പോകുന്നതേ ഉള്ളൂ. മറ്റൊരു ലോകത്തിൻ്റെ അവകാശികളാണ്
പൗരത്വമുള്ളവരാണ് നാം. ആ ലോകത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാതിരിക്കേണ്ടതിന് ഈ കാണുന്ന ലോകത്തിൽ ഒരു ദൈവമുണ്ട്. ഈ ലോകത്തിൽ കാണുന്ന ദൈവം അനേകരുടെ കണ്ണുകളെ കുരുട്ടാക്കി താൽക്കാലികമായി നന്മകൾ കൊടുത്ത് നമ്മുടെ സത്യദൈവത്തെ അറിയുവാനോ ആരാധിക്കുവാനോ ഇടയാകാതിരിക്കേണ്ടതിന് ആ വഞ്ചകൻ ഇവരുടെ കണ്ണുകളെല്ലാം അടച്ചു വച്ചിരിക്കുകയാണ്. നമ്മളും അങ്ങനെ തന്നെ, നമ്മളും ഈ സത്യവചനത്തെ പിന്തുടരുവാൻ ഇടവരാതിരിക്കേണ്ടതിന് നമ്മുടെ ഉള്ളിൽ ഈ താൽക്കാലികമായ മോഹങ്ങളൊക്കെ നൽകി ആവശ്യമില്ലാത്ത വഴിയിലൂടെ പണം ഉണ്ടാക്കി നൂറുകണക്കിന് ദൈവരാജ്യത്തിൻ്റെ വചനങ്ങളെ ലംഘിച്ചുകൊണ്ട് പണം ഉണ്ടാക്കി ഈ ജാതികളെ പോലെ നമ്മളിവിടെ വീട് വെച്ച് താമസിച്ച് ഇവിടെ നമ്മളെ കുരുക്കിടുവാൻ പിശാച് ശ്രമിച്ചിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ കർത്താവ് പറയുന്നു, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവീൻ. ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് വയ്പ്പീൻ. സമ്പത്ത് വർദ്ധിപ്പിക്കുന്നവൻ ശത്രുക്കളെ വർദ്ധിപ്പിക്കുന്നു, അറിവ് വർദ്ധിപ്പിക്കുന്നവൻ ദുഃഖം വർദ്ധിപ്പിക്കുന്നു. ദൈവരാജ്യത്തിൻ്റെ പ്രിൻസിപ്പിൾ പറഞ്ഞു കൊടുക്കുകയാണ്. ആ അപ്പൻ അത് പറഞ്ഞെടുത്ത് നേരെ വണ്ടി എടുത്തുകൊണ്ട് പിന്നെ പോവുകയാണ് അല്ലേ. ദൈവരാജ്യത്തിൻ്റെ വിത്ത് കുഞ്ഞിൻ്റെ ഹൃദയത്തിൽ പാകി. അവൻ എന്ത് ചെയ്യും? അവൻ ചെറുതായിട്ട് പഠിക്കും. ചെറുതായിട്ട് പഠിച്ചിട്ട് അവൻ കൈകൊണ്ട് വേല ചെയ്യുവാൻ തുടങ്ങും. ഒരു പെൺകുട്ടി അവൻ കല്യാണം കഴിക്കും, ഒരു വീടൊക്കെ വയ്ക്കും, സാമാന്യമായൊരു വീട് വയ്ക്കും. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവാനിടയാകും. അല്പം ഞെരുക്കമോ പ്രയാസമോ വന്നാൽ ലോകത്തിലെ മക്കൾ ചെയ്യുന്ന പോലെ ബ്ലേഡുകാരന്മാരിൽ ലോണിലോ ആശ്രയിക്കാതെ അവൻ്റെ അപ്പൻ പണ്ടവൻ മാതൃക കാണിച്ചതുപോലെ ഒരു പ്രശ്നം വരുമ്പോൾ അവൻ്റെ അപ്പനും അമ്മയും രാത്രി മുഴങ്കാലം അടക്കി പ്രാർത്ഥിക്കുന്നത് ആ കൊച്ചു കണ്ണുകൊണ്ട് ആ കുഞ്ഞിലെ അവൻ കണ്ടിട്ടുണ്ട്. അവൻ്റെ ഭാര്യയും പറയാണ്, എടി ഇപ്പോൾ പ്രശ്നം നമുക്ക് വന്നിരിക്കുകയാണ്, ശരി നമുക്ക് മനുഷ്യൽ ആശ്രയിക്കേണ്ട. ഇതുപോലെ പ്രയാസം ഞങ്ങളുടെ വീട്ടിൽ പണ്ടുണ്ടായപ്പോൾ ഞങ്ങളുടെ അമ്മയും അപ്പനും രാത്രി എന്നിട്ട് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. അവൻ പ്രാർത്ഥിക്കാതിരിക്കുകയാണ് ഭാര്യയുമായിട്ട്. കർത്താവേ, എൻ്റെ അപ്പൻ്റെയും എൻ്റെ അമ്മയുടെ പോലുള്ള വിശ്വാസമൊന്നും എനിക്കില്ല, അവരുടെ ഭക്തിയൊന്നും എനിക്കില്ല, പക്ഷേ അവരെ നടത്തി ദൈവത്തെയാണ് ഞാൻ സേവിക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ അപ്പനെ അമ്മയെ ഓർത്തെങ്കിലും ഞങ്ങൾക്ക് ഈ വഴി തുറക്കണമേ. സത്യസന്ധമായ ഹൃദയം തുറന്നുള്ള അവൻ്റെ ഏറ്റുപറച്ചിൽ സ്വർഗം ആ വീട്ടിലേക്ക് ഇറങ്ങി വരുവാൻ മുഖാന്തരമായി മാറും. ഈ ആത്മീയ വ്യവസ്ഥയെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ എന്ന് എനിക്കറിയില്ല. നിത്യനും ബലവാനും പരിശുദ്ധനുമായ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഈ പ്രമാണത്തിൻ്റെ ആഴമേറിയ പരിജ്ഞാനം ക്രിസ്തുവേശുവിൽ ഏറ്റുവാങ്ങി ആത്മാവിൽ ബലത്തോടെ നിലകൊള്ളണമെന്ന് ഞാൻ ക്രിസ്തുവേശുവിൽ നിങ്ങളെ പ്രബോധിപ്പിക്കുകയാണ്. നിങ്ങൾ വഞ്ചിക്കപ്പെടരുത്, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ ചതിക്കരുത്. യേശുവിൻ്റെ രക്തത്തിന് രണ്ട് പ്രധാനപ്പെട്ട കാര്യമാണുള്ളത്. യേശുവിൻ്റെ രക്തം ആദ്യം ചെയ്യുന്നത് എന്താണ്? യേശുവിൻ്റെ രക്തം ചെയ്യുന്നത് എന്താണ്? 1 യോഹന്നാൻ 1:7 അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപം പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ഇതേ രക്തം രണ്ടാമത് എന്താണ് ചെയ്യുന്നത്? രണ്ടാമത് എന്താണ്? എൻ്റെ ക്വസ്റ്റ്യനൊക്കെ വളരെ സിമ്പിളാണ്, ഉത്തരം അതിലും സിമ്പിളാണ്. ഞാൻ നേരത്തെ പറഞ്ഞതാണ്, നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യം ഉത്തരം വളരെ ലളിതമായ കാര്യമാണ്. ഒന്ന്, ആ രക്തം നമ്മളെ കഴുകുന്നു, ക്ലൻസിങ്, ശുദ്ധീകരണം, കഴുകലാണ്. ഇതേ രക്തം രണ്ടാമത് കഴുകൽ പ്രാപിച്ച ഒരു ദൈവ പൈതലിനെ ഇതേ രക്തം രണ്ടാമത് ചെയ്തത് എന്താണ്? 13-ാമത്തെ അധ്യായം, അവസാന അധ്യായം, അതായത് എബ്രായർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 12-13 വാക്യം വേഗത്തിൽ വായിച്ചാട്ടെ. അങ്ങനെ യേശുവും തൻ്റെ ജനത്തെ ശുദ്ധീകരിക്കേണ്ടതിന് സ്തോത്രം അനുഭവിച്ചു. ആകയാൽ നാം ഗ്ലോറി എന്തിന്? യേശുവിനെ നിന്ന് ചുമന്നുകൊണ്ട് നമ്മൾ പാളയത്തിന്റെ പുറത്ത് അവൻ്റെ അടുക്ക് ചെല്ലണം. എന്തിന്? ആകയാൽ എന്ന വാക്കിന്റെ മലയാളർത്ഥം നിങ്ങൾക്കറിയാമല്ലോ. ആകയാൽ നാം അവന്റെ നിന്ന് ചുമന്നുകൊണ്ട് പാളയത്തിന്റെ പുറത്ത് അവന്റെ അടുക്കൽ ചെല്ലുക. എന്തിന്? അങ്ങനെ യേശുവും സ്വന്തം രക്തത്താൽ ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിന് അവൻ നഗരവാതിലിന്റെ പുറത്ത് വെച്ച് കഷ്ടം അനുഭവിച്ചു. ആകയാൽ നാം അവന്റെ നിന്ന് ചുമന്നുകൊണ്ട് പാളയത്തിന്റെ പുറത്ത് അവന്റെ അടുക്കൽ ചെല്ലുക. എന്തിന്? ആ വാക്യത്തിലൊക്കെ നോക്ക്, നിങ്ങൾ എന്നെ നോക്കാതെ. അല്ല. അങ്ങനെ യേശുവും തൻ്റെ രക്തത്താൽ ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിന് നഗരവാതിലിന്റെ പുറത്ത് വെച്ച് കഷ്ടം അനുഭവിച്ചു. ആകയാൽ നാം അവൻ്റെ നിന്ന് ചുമന്നുകൊണ്ട് പാളയത്തിൻ്റെ പുറത്ത് അവൻ്റെ അടുക്കൽ ചെല്ലുക. എന്തിന്?
എന്തിന്? അവൻ്റെ നിന്ന ചുമന്നുകൊണ്ട് ഞാൻ പാളയത്തിൻ്റെ പുറത്ത് യേശുവിൻ്റെ അടുക്കൽ ചെല്ലണം. എന്തിന്? ഇതാ നിങ്ങളുടെ പ്രശ്നം. എൻ്റെ പൊന്നെ, ഇതാണ് നിങ്ങളുടെ പ്രശ്നം കേട്ടോ. ഒന്ന്, അവൻ്റെ രക്തത്താൽ ശുദ്ധീകരണം. രണ്ട്, അവൻ്റെ രക്തത്താൽ വിശുദ്ധീകരണം. ആ വാക്യം അങ്ങനെ കിടക്കുന്നത്. ആകയാൽ അങ്ങനെ യേശുവും തൻ്റെ രക്തത്താൽ ജനത്തെ അവിടെ ഗ്ലോറിഫിക്കുക, അതായത് വിശുദ്ധീകരണം. വിശുദ്ധീകരണം, ശുദ്ധീകരണം പുറമേയുള്ള മനുഷ്യനാണ്, വിശുദ്ധീകരണമോ അകമേയുള്ള മനുഷ്യനാണ്. പുറമേയുള്ള മനുഷ്യന് വിശുദ്ധീകരിക്കപ്പെടുവാൻ 5 പൈസ മുടക്കില്ല ചേച്ചി. ഹൃദയം കൊണ്ട് വിശ്വസിക്കുക, രക്ഷയ്ക്കായി വാഗുകൊണ്ട് ഏറ്റുപറയുക. ആ നിമിഷം രക്തത്താൽ കഴുകൽ വന്നു കഴിഞ്ഞു, കഴിഞ്ഞു പാത്രം. എന്നാൽ ഇതേ പാത്രത്തിൻ്റെ അകത്ത് വിശുദ്ധീകരണം നടക്കണമെങ്കിൽ 3 ദിവസം ഉപസിക്കാൻ പറ്റത്തില്ല. 101 പേർക്ക് പൊതിച്ചോറ് കൊണ്ട് മെഡിക്കൽ കോളേജ് കൊടുത്താലും രക്ഷയില്ല. ചാരിറ്റിയിലൂടെ ആ കാര്യം നടക്കില്ല. ഒറ്റ വഴിയേ ഉള്ളൂ. എന്താ? അവൻ്റെ നിന്ന ചുമന്നുകൊണ്ട് പാളയത്തിൻ്റെ പുറത്ത് അവൻ്റെ അടുക്കൽ ചെല്ലണം. എന്തിന്? അവൻ്റെ നിന്ന വഹിച്ചുകൊണ്ട് പാളയത്തിൻ്റെ പുറത്ത് അവൻ്റെ അടുക്കൽ ചെല്ലുന്നവനെ കർത്താവ് എന്ത് ചെയ്യും? അവൻ്റെ ആ കുരിശായ നിന്ന എടുത്ത് മാറ്റി വെച്ചിട്ട് ആ രക്തം കൊണ്ട് അവനെ വിശുദ്ധീകരിക്കും. യഹൂദ ജനത്തിൻ്റെ ഇടയിൽ കുഷ്ഠരോഗികളൊക്കെ കൊണ്ട് തള്ളുന്ന ഇടമാണല്ലോ പാളയം. അതിൻ്റെയും പുറത്താണ് അവൻ നിൽക്കുന്നത്. അവൻ നോക്കി നിൽക്കുകയാണ്. ആരെങ്കിലും പട്ടണത്തിൽ നിന്ന് എൻ്റെ നിന്ന ചുമന്നുകൊണ്ട് ആരെങ്കിലും എൻ്റെ അടുക്കൽ വരുന്നു എന്ന് ദൈവം, യേശു ക്രിസ്തു ഇങ്ങനെ പാളയത്തിൻ്റെ പുറത്ത് നിന്നുകൊണ്ട് പട്ടണത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കണം. ആരെങ്കിലും വരുന്നുവോ എൻ്റെ രക്തം കൊണ്ട് അവനൊന്ന് വിശുദ്ധീകരിപ്പാനായിട്ട്. പല ആൾക്കാരും നിന്ന് ചുമന്നുകൊണ്ട് 2-3 ചുവട് വയ്ക്കും. അയൽവാസിയുടെ വാക്ക് കേൾക്കുമ്പോഴത്തേക്കും അയ്യോ ഞാനിതിനിങ്ങനെ ജീവിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യരിൽ ആശ്രയിച്ച്, വാർഡ് മെമ്പറിൽ ആശ്രയിച്ച്, പോലീസ് സ്റ്റേഷനിൽ പരാതിയും കൊടുത്ത് ആ വിഷയത്തിന് പരിഹാരം വരുത്തും. ഇല്ലേ? 1ാമത്തെ ചുവട് ക്രൂശ് വച്ചപ്പോൾ കാണാം വീട്ടുകാർ ഓരോന്ന് പറയാൻ തുടങ്ങി. 2ാം ചുവട് വെച്ചപ്പോഴത്തേക്ക് ജോലി പ്രശ്നം. 3ാമത്തെ ചുവട് വെച്ചപ്പോൾ കൂട്ടുവിശ്വാസിക്ക് പ്രശ്നം. ഇല്ലേ? ഇത് നമുക്ക് പറ്റത്തില്ല. ക്രൂശിന്റെ പാത, ക്രൂശിന്റെ പാത. ഗലീല, ക്രൂശ്, തേജസ്. ഗലീലയിൽ നിന്നും സുഖസൗകര്യങ്ങൾ വെടിഞ്ഞ് ന്യായപ്രമാണ ബന്ധിതമായ താൽക്കാലികമായ ആദാമ്യമായ ലൗകികമായ സുഖസൗകര്യങ്ങളെ ത്യജിച്ചിട്ട് ക്രൂശിൻ്റെ പുറകെ പോയെങ്കിൽ മാത്രമേ അകത്തെ മനുഷ്യൻ വിശുദ്ധീകരിക്കപ്പെടുകയുള്ളൂ. ഈ ക്രൂശിലൂടെയാണ് തേജസ്സിലേക്കുള്ള വഴി ആരംഭിക്കുന്നത്. ഗലീലയിലെ താൽക്കാലികമായ സുഖസൗകര്യങ്ങൾ ആശ്രയിക്കുന്ന പെന്തക്കോസ്തുകാരുണ്ട്. സ്നാനപ്പെട്ട് 30-40 വർഷം കഴിഞ്ഞിട്ടും ഇന്നും ഗലീലയിൽ പ്രാർത്ഥിക്കുന്ന ആൾക്കാരുണ്ട്. അമ്മമാരും അപ്പന്മാരും ഉണ്ട്. ക്രൂശിൻ്റെ വെളിപ്പാട് അവർക്ക് വെളിപ്പെട്ട് കിട്ടിയിട്ടില്ല. ഈ വഴി കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. ആയിരക്കണക്കിന് ആൾക്കാർ സ്നാനമേറ്റ് ദൈവസഭകളിലേക്ക് വരും. പക്ഷേ അവിടെ നിന്നാണ് ക്രൂശിൻ്റെ പാത ആരംഭിക്കുന്നത്. ആ വഴി കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. ഇപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ എന്താണ്? ഗലീലയൻ വിഷയങ്ങളാണോ അതോ ക്രൂശിൻ്റെ ബൃഹത്തായ പദ്ധതിയായ വിശുദ്ധീകരണത്തിൻ്റെ വിഷയങ്ങളാണോ? നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ എന്താണ് കാണിച്ചു കൊടുത്തിരിക്കുന്നത്? നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ മക്കൾ എന്താണ് പഠിക്കുന്നത്? നിങ്ങൾ ലോകത്തിൻ്റെ സ്നേഹിതരോ അതോ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ സ്നേഹിതരോ? ക്രൂശിൻ്റെ പാതയിലൂടെ സഞ്ചരിക്കാതെ നമുക്ക് വിശുദ്ധീകരണം ഉണ്ടാകില്ല. എന്തെങ്കിലും നമുക്ക് നഷ്ടപ്പെട്ടു പോയാൽ അതിനെ ചവറ് എന്ന് എണ്ണുവാൻ കഴിയുന്ന ഒരു ജീവിതമുണ്ട്. അതാണ് സത്യത്തിൻ്റെ ആത്മാവിൻ്റെ ജീവിതം. യേശു പറഞ്ഞ പല കാര്യങ്ങളും ഇന്ന് നമുക്ക് പ്രശ്നമല്ലേ? കണ്ടല്ലോ, നിങ്ങൾക്ക് തന്നെ മനസ്സിലായില്ലേ? നിങ്ങൾ എത്ര പേര് അന്യഭാഷയിൽ ആരാധിച്ചേ? ഞാൻ ഈ വചന ശുശ്രൂഷയിൽ ഞാൻ വചനത്തില്ലാത്ത എന്തെങ്കിലും പറഞ്ഞോ? ഞാൻ എൻ്റെ ഭാര്യയുടെ മക്കളുടെ കാര്യം പറഞ്ഞില്ലല്ലോ. നോക്കൂ, നിങ്ങൾ അനങ്ങാപ്പാറ പോലെ നിന്ന് ഇല്ലേ 1-2 മണിക്കൂറോളം നിങ്ങൾ അനങ്ങാപ്പാറയായിട്ടിരിക്കുകയാണ്. എന്താ അതിൻ്റെ കാരണം? എന്താ കാര്യം? യേശുവിൻ്റെ കാര്യം വരുമ്പോൾ എന്തുകൊണ്ട് ക്രിസ്തുവിൻ്റെ ആത്മാവിനെ പ്രാപിച്ചവർക്ക് എൻ്റെ കർത്താവ് പറഞ്ഞ സത്യത്തിൻ്റെ വചനം എന്ന് പറഞ്ഞുകൊണ്ട് ആർക്കും എന്തുകൊണ്ട് സ്തോത്രം പറയാൻ കഴിഞ്ഞില്ല?
ഇതാണ് വഞ്ചന. ഈ വഞ്ചനയിൽ നിന്ന് നിങ്ങൾ കരകയറണം. താൽക്കാലികമായ സുഖസൗകര്യങ്ങളിൽ ആശ്രയിച്ച് പോകരുത്. ലവോദിക്ക സഭ ആകരുത്. ലോകദൃഷ്ടിയിൽ ലവോദിക്ക സഭ നല്ല സഭയാണ്. ബിസിനസ് ചെയ്ത് പൊളിഞ്ഞോമാരൊക്കെ 3 ആഴ്ച പോയി അവിടെ ആരാധിച്ചു കഴിഞ്ഞാൽ അടുത്ത വർഷം അവൻ്റെ കടപ്പാറെല്ലാം മാറി അവൻ വലിയ ബിസിനസ്സിൻ്റെ കാരണമാകും. ലവോദിക്ക സഭയുടെയൊക്കെ പാർക്കിലോട്ട് കയറാമെങ്കിൽ അവിടെ ഇന്ന് ലവോദിക്ക സഭയുണ്ടെങ്കിൽ ഓടി അവിടെ കവർ റോസ് റോയ്സ് കാറൊക്കെ ആയിരിക്കും അവിടെ പാർക്കിലോട്ട് വിശ്വാസം കിടക്കുന്നത്. എല്ലാം കോടീശ്വരന്മാരായ ബിസിനസ്സുകാരായിരിക്കും ലവോദിക്ക സഭ. 1-2 മിനിസ്റ്റേഴ്സ് എങ്കിലും പുറേ ഇവിടെ കസേലൊക്കെ ഇരിക്കും. ഉന്നതന്മാരായ പോലീസ് ഉദ്യോഗസ്ഥന്മാർ, ഉന്നതന്മാരായ ഡിപ്പാർട്ട്മെൻറ്റ് ജോലി ചെയ്യുന്ന ആൾക്കാർ എല്ലാവരും ആ അവിടെ സഭയിൽ വരും. മന്ത്രിമാരൊക്കെ കയറുന്ന പോകുന്ന വഴിക്ക് കയറും. നമ്മുടെ വലിയ സഭയാണ്, നമ്മുടെ പിള്ളേരൊക്കെ ഉള്ള വന്നിരുന്ന ഗ്രീറ്റേഴ്സൊക്കെ പറഞ്ഞിട്ട് പോകും. ലവോദിക്ക സഭ അതാണ്. അവർ ധനികന്മാർ. പക്ഷേ ലോകദൃഷ്ടിയിൽ അവർ ധനികന്മാരെങ്കിലും കർത്താവിൻ്റെ അഗ്നി കണ്ടുകൊണ്ട് നോക്കിയപ്പോൾ അവർ നിർഭാഗ്യവാന്മാർ, അരിഷ്ടന്മാർ, കുരുടർ, നഗ്നർ. ലോകത്തിൻ്റെ മോഹം, ലോകത്തിൻ്റെ സമ്പത്ത്, ലോകത്തിൻ്റെ ഉയർച്ച അവരുടെ കണ്ണുകളെ കുരുട്ടാക്കി. അവരുടെ വിശുദ്ധ വസ്ത്രം നഷ്ടപ്പെട്ടു പോയിട്ടും ലവോദിക്ക സഭ തിരിച്ചറിഞ്ഞില്ല. കേട്ടോ, സ്നാനപ്പെടുമ്പോൾ സുവിശേഷം കേട്ടാൽ ധാരാളം പേര് വരും, സ്നാനപ്പെട്ട് വരും. ഇന്ന് സുവിശേഷ കോശങ്ങളിൽ നമ്മൾ എന്താ മുഴക്കുന്നത്? പാപനിമിത്തം മനുഷ്യന് നഷ്ടപ്പെട്ടു പോയത് എന്താണ്? ആണോ? സമ്പത്താണോ നഷ്ടപ്പെട്ടു പോയത്? ആദാമിന് സമ്പത്താണോ നഷ്ടപ്പെട്ടു പോയത്? പണം വല്ല വസ്തുവാണോ നഷ്ടപ്പെട്ടു പോയേ? അങ്ങനെയാണെങ്കിൽ സുവിശേഷം എന്തിൽ കേന്ദ്രീകൃതമാണ്? സുവിശേഷം അറിയിക്കുമ്പോൾ യേശുക്രിസ്തുവിലൂടെ മനുഷ്യന് പണ്ട് പാപനിമിത്തം നഷ്ടപ്പെട്ടു പോയ തേജസ്സാണ് മടക്കി കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അതാണോ നിങ്ങൾ സുവിശേഷ ഘോഷം കേൾക്കുന്നത്? ഈ സമ്പത്തിൻ്റെ കാര്യം പറയുമ്പോഴല്ലേ ആൾക്കാർ കൂടുതൽ സ്നാനപ്പെട്ട് വഞ്ചിക്കപ്പെട്ട് ആലയത്തിലേക്ക് വന്ന് കയറുന്നത് സഭായോഗത്തിന്. പാപം ചെയ്തത് നിമിത്തം സമ്പത്തായിരുന്നു മനുഷ്യന് നഷ്ടപ്പെട്ടു പോയതെങ്കിൽ ഇന്ന് ഞാൻ ലോകപ്രശസ്തനായ ഒരു പ്രോസ്പെരിറ്റി പ്രസംഗകനായിരിക്കുമായിരുന്നു. ഞാൻ സമൃദ്ധിയുടെ സുവിശേഷം അറിയിക്കുന്ന പ്രസിദ്ധനായ ഒരു ഉപദേശിയായിരിക്കുമായിരുന്നു ഞാൻ. പക്ഷേ സമ്പത്തല്ല നഷ്ടപ്പെട്ടു പോയത് പാപനിമിത്തം, തേജസ്സാണ് നഷ്ടപ്പെട്ടു പോയത്. കുഞ്ഞിനെ അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് നാം അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാലത്രേ. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഇത് പകർന്നു കൊടുത്തിട്ടുണ്ടോ? നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഉന്നതമായ വിദ്യാഭ്യാസം കൊടുക്കുന്നു, അവർ കഷ്ടപ്പെട്ട് പഠിക്കുന്നു, നല്ല രാജ്യങ്ങളിൽ പോകുന്നു, ഉന്നതമായ മേഖലയിൽ എത്തുന്നു. പക്ഷെ ലൂക്കോസിൽ കർത്താവ് എന്താ പറഞ്ഞേ? മനുഷ്യരുടെ ഇടയിൽ ഉന്നതമായത് ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ അറപ്പുള്ളതത്രേ. ദൈവത്തിന് അറപ്പുള്ളതിലേക്ക് നിങ്ങളുടെ മക്കളെ എന്തിനാ കയറ്റിവിടുന്നേ? തിരുവഴുത്തിയതില്ല, പക്ഷെ യേശുവിന്റെ വചനത്തിൽ ഇതുണ്ട്. മനുഷ്യരുടെ ഇടയിൽ ഉന്നതമായത് ദൈവത്തിന് അറപ്പുള്ളത് അത്രയെന്ന് യേശുവാ പറഞ്ഞത് ലൂക്കോസിൽ. പിന്നെ എന്തിനാ നിങ്ങൾ സഭായോഗം പോലും മുടക്കി നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ട്യൂഷൻ കൊടുത്ത് ഉന്നതമായ വിദ്യാഭ്യാസത്തിൽ കയറ്റിവിടുന്നേ? അറിവിൽ അഗ്രഗണ്യനായിരുന്നു സോളമൻ. അദ്ദേഹം എന്താ പറഞ്ഞ അവസാനം? നമ്മളെല്ലാം സദൃശവാക്യം കാണാതെ പഠിച്ചവരാണ്. പക്ഷെ അദ്ദേഹം തന്നെയാണ് സഭാപ്രസംഗം എഴുതിയത്. 1-ാം അധ്യായത്തിൽ അവസാനം മുതൽ എന്ത് ചെയ്തേക്കുന്നേ? ജ്ഞാനബാഹുല്യത്താൽ വ്യസനബാഹുല്യമുണ്ട്, അറിവ് വർദ്ധിപ്പിക്കുന്നവൻ ദുഃഖം വർദ്ധിപ്പിക്കുന്നു. സോളമൻ തന്നെയാണ് ഇത് എഴുതി വെച്ചിരിക്കുന്നേ. കേട്ടോ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അറിവ് വർദ്ധിപ്പിച്ചാൽ ദുഃഖം വർദ്ധിപ്പിക്കുന്നു എന്ന് അറിവ് നേടിയ ആളാ പറയുന്നേ. അവസാനം പുള്ളി പിന്നെ 2-ാം അധ്യായത്തിൽ എഴുതിയേക്കുന്നേ, അവിടെ ജ്ഞാനിയും ഭോഷനും ഒരുപോലെ ജാകുന്നു. ഒടുവിൽ ഞാൻ എൻ്റെ പ്രാണനെ കൂടെ വെറുത്തു. സൂയിസൈഡ് ചെയ്യാനുള്ള മനസ്സ് പുള്ളിക്കുണ്ടായി. അറിയാമോ? ഒടുവിൽ എൻ്റെ പ്രാണനെ ഞാൻ വെറുത്തു. ഈ ജ്ഞാനം കൊണ്ട് അദ്ദേഹത്തിൻ്റെ മക്കൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടായോ? അദ്ദേഹത്തിൻ്റെ മക്കൾക്ക് എന്ത് ഗുണമുണ്ടായി? സോളമൻ നേടിയ ജ്ഞാനം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഏത് മക്കൾക്ക് എന്തു പറയാനുണ്ടായി? അല്ല, ഇസ്രായേൽ സഭയ്ക്ക് എന്ത് പറയാനുണ്ടായി? ഏവൻ അവസാനം ചെയ്തു കൂട്ടിയത് എന്തൊക്കെയാണ്? ഏതെല്ലാം ജാതികളെയാണോ ഇസ്രായേലിന് ദൈവം നിഷേധിച്ചത്, ആ ഓരോ ജാതിയിൽ നിന്ന് ഓരോ പെണ്ണിനെ കെട്ടിക്കൊണ്ട് വന്നു. എന്നാലും കുഴപ്പമില്ല, ഇവളെ പ്രാർത്ഥിച്ച് ഇവളെ യഹൂദ ശരിയാക്കാം. പക്ഷേ
ഇവളുമാരെല്ലാം പോഷിപ്പിക്കാനായിട്ട് അവളുമാരുടെ മ്ലേച്ഛ വിഗ്രഹങ്ങളെ അവിടെ നിന്ന് കൊണ്ടുവന്ന് ഇസ്രായേൽ ജനത പർവ്വതങ്ങളുടെ നടുവിൽ പാർക്കുന്ന സമൂഹമാണ് യെരൂശലേം നിവാസികൾ. പ്രഭാതയാമത്തിൽ ഓരോ മലയുടെ മുകൾപ്പരപ്പിൽ നിന്നും എതിർപ്പെട്ട് വരുന്ന ശാന്തസുന്ദരമായ കാറ്റുകളും അനുഭവങ്ങളൊക്കെ ഉന്നതമായ അവസ്ഥയാണ് യഹൂദ സഹസ്രങ്ങളിലുള്ളത്. ഇപ്പോൾ ഇവർ കണി കാണുന്ന കാഴ്ച, അങ്ങോട്ട് നോക്കിയാൽ ഒരു മ്ലേച്ഛ വിഗ്രഹം അവൻ്റെ ഒരു ഭാര്യയുടെ പേരിലുള്ളത്, അങ്ങോട്ട് നോക്കിയാൽ മറ്റൊരു മ്ലേച്ഛ വിഗ്രഹം അവൻ്റെ മറ്റൊരു ഭാര്യയ്ക്ക് പ്രസാദിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേലിനെ സമ്മർദ്ദത്തിലാക്കി. ഒടുവിൽ നിങ്ങൾ ഓർത്തുകൊള്ളൂ, വിശുദ്ധന്മാരുടെ പട്ടികയിൽ എബ്രായ ലേഖനത്തിൽ അവിശ്വാസിയായ ദബോരുടെ ദൂത് വിശ്വസിക്കാത്ത അവിശ്വാസിയായ ബാരാക്കിന്റെ പേര് വരെ ഇതിനകത്ത് എഴുതി. എന്നിട്ടും സോളമന്റെ പേര് എഴുതിയില്ല. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ വഞ്ചിക്കപ്പെടരുത്. നിങ്ങൾ നിമിത്തം നിങ്ങളുടെ കുഞ്ഞുങ്ങളും വഞ്ചിക്കപ്പെടരുത്. ക്രൂശിന്റെ പാതയിലൂടെ മാത്രമേ തേജസ്കരണമുള്ളൂ. അവൻ്റെ രക്തത്താൽ വിശുദ്ധീകരണം പ്രാപിക്കണമെങ്കിൽ അവൻ്റെ നിന്ന ചുമക്കാതെ പറ്റില്ല. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഏത് രാജ്യത്തിൽ പോയാലും അവിടെ കുഞ്ഞുങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ അവർ അപമാനിക്കപ്പെടണം. ന്യായമല്ലാത്ത കാരണത്താൽ അവരുടെ ജോലി തെറിക്കണം. ന്യായമല്ലാത്ത കാരണത്താൽ അവരെ ഡീപ്രൊമോട്ട് ചെയ്യണം, തരം താഴ്ത്തണം ജോലി സ്ഥാപനത്തിൽ. കള്ളക്കേസിനാൽ കുരുക്കപ്പെട്ട് അവരുടെ ജോലി ശമ്പളം വെട്ടിക്കുറച്ച് അവരെ തരം താഴ്ത്തണം. അങ്ങനെ സംഭവം നമ്മുടെ മക്കൾക്കുണ്ടായാൽ നിങ്ങൾ എന്ത് പറയും? 3 ദിവസം ഉപവാസ പ്രാർത്ഥന വീട്ടിൽ വെച്ചിട്ട് പാസ്റ്റർമാരെ കൊണ്ട് പ്രവചിപ്പിച്ചിട്ട് ആ ജോലി റിസൈൻ ചെയ്ത് മറ്റൊരു ഹോസ്പിറ്റലിൽ CV കൊടുക്കും. ദൈവം നിന്നെ മാനിക്കും. കുഞ്ഞെ, ക്രൂശിൻ്റെ പണിക്ക് വിധേയപ്പെടണം നിന്റെ കുഞ്ഞ്. നിന്റെ മകളോ മകനോ വിദേശ രാജ്യത്ത് ജോലി ചെയ്യുമ്പോൾ സത്യസന്ധനായിട്ട് ജോലി ചെയ്തിരിക്കെ ഏതെങ്കിലും കള്ളത്തരത്താൽ മറ്റോമാരേതെങ്കിലും കള്ളത്തിലൊപ്പിച്ച് നിന്റെ കുഞ്ഞിൻ്റെ ശമ്പളം വെട്ടിക്കുറക്കുകയോ അവിടെ തരം താഴ്ത്തുകയോ, ഒരു പക്ഷേ പ്രൊമോഷൻ്റെ അരികിൽ എത്തി നിൽക്കുകയാണ്, പക്ഷെ ഡീപ്രൊമോട്ട് ചെയ്യുന്ന അവസ്ഥകൾ വരികയോ ചെയ്താൽ, എന്തിനു കർത്താവേ എൻ്റെ കുഞ്ഞിനെ ഇങ്ങനെ കിടന്ന് നിലവിളിക്കാതെ? കുഞ്ഞെ, ക്രൂശിൻ്റെ പണി നിന്നിൽ ആരംഭിച്ചിരിക്കുന്നു. നിന്റെ ഉള്ളം വിശുദ്ധീകരിക്കപ്പെടേണ്ട സമയം വന്നിരിക്കുന്നു. ധൈര്യമായിട്ട് മുമ്പ് പോകും. നമ്മുടെ കർത്താവ് പറഞ്ഞിരിക്കുന്നു, എൻ്റെ നാമനിമിത്തം ലോകം നിങ്ങളെ പകയ്ക്കുമെന്ന്. അതിന് ചൈനയിലല്ല, റഷ്യയിലല്ല, അമേരിക്കയിലല്ല, ഏത് രാജ്യത്ത് പോയാലും എൻ്റെ നാമനിമിത്തം ലോകം നിങ്ങളെ പകയ്ക്കും എന്ന് നമ്മുടെ കർത്താവ് പഠിപ്പിച്ചിരിക്കുന്നു. നീ ധൈര്യമായിട്ട് നിൽക്കൂ. ഒരു കാര്യം എനിക്ക് ഉറപ്പായി മോളെ, കർത്താവ് ഇപ്പം വന്നാൽ നീ പോയിരിക്കും. കാരണം ക്രൂശിൻ്റെ പണി നിന്നിൽ നടക്കുകയാണ്. ഈ വെളിപ്പാട് നിങ്ങൾക്കുണ്ടോ? നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ ചതിക്കരുത്. ഈ ലോകത്തിൽ നമ്മൾ എന്ത് നേടിയാലും നമ്മൾ നേടേണ്ടത് നേടിയിരിക്കണം. നാളതുവരെ നീ ഓടി അധ്വാനിച്ചതും നഷ്ടമായി പോയിടല്ലേ വീടോടടുത്തും. നിത്യ വീട്ടിൽ എത്തിയിടുവാൻ ഇനി അല്പകാലം മാത്രമേ ഉള്ളൂ എന്നറിഞ്ഞ് ആ സമയം പാഴാക്കാതെ ഉണർന്നുകൊള്ളുക. ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് വയ്പ്പി. നിത്യനും ബലവാനും പരിശുദ്ധനുമായ വാഴ്ത്തപ്പെട്ട കർത്താവ് ഭൂമിയിൽ നമുക്ക് സമ്പത്ത് തരാനായിരുന്നു യേശു വന്നതെങ്കിൽ യേശു എന്തിനാ വരേണ്ടതെന്നത്? യേശുവിടെ വരുന്നതിന് മുമ്പേ എത്ര യുഗതന്മാർക്ക് ധനികന്മാരായ ആൾക്കാരായിരുന്നു. പക്ഷേ അബ്രഹാം ധന്യനായ മനുഷ്യൻ അവസാനം ക്രിസ്തുരാജ്യത്തിൻ്റെ വെളിപ്പാട് കിട്ടിയപ്പോൾ അബ്രഹാം ഇസ്ഹാക്കോടും യാക്കോബും കൂടെ കൂടാരങ്ങൾ മാറി മാറി അടിച്ച് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ ആ നഗരത്തിൽ അന്നേ ദൈവരാജ്യത്തിൻ്റെ വെളിപ്പാട് അബ്രഹാമിന് കിട്ടി. അതുകൊണ്ടാണ് അദ്ദേഹം അബ്രഹാമിൻ്റെ വിശ്വാസികളുടെ പിതാവായി മാറിയത്. എന്നിട്ട് ഇന്നത്തെ പെന്തക്കോസ്തുകാർക്ക് ആ വെളിപ്പാട് കിട്ടിയില്ല എന്ന് പറയുമ്പോഴാണ് നമുക്ക് പ്രയാസമുള്ളത്. ഞാൻ നിങ്ങളോട് ചോദിക്കും, നിങ്ങളുടെ മോഹങ്ങൾ പാപത്തെ ഗർഭം വേണ്ടി വാഴുകയാണോ? ജഡമനുഷ്യനെ കർത്തൃത്വം നടത്തരുത്. ആത്മമനുഷ്യൻ നിങ്ങളെ നയിക്കണം. നിങ്ങൾ ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. വ്യഭിചാരിണികളായുള്ളവരെ, ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞു, എൻ്റെ ഈ വചനങ്ങളെ കേട്ട് പ്രമാണിക്കുന്നവനെല്ലാം പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകും. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, അത് വീണില്ല എന്ന് കാണും. നിത്യനായ ദൈവം ഈ 2ാം രാത്രിയിൽ നിങ്ങളുടെ ഹൃദയം കൊണ്ട് സാവകാശം സംസാരിച്ച് നിങ്ങൾ പറയൂ, ഞാൻ ഈ സന്ദേശം എനിക്കും കൂടെ ഓടിച്ചാടി നടന്ന് പ്രസംഗിക്കാൻ പറ്റുന്ന സന്ദേശമാണോ ഈ സന്ദേശം? ഈ വചനം ആദ്യം എന്നെയാണ് കൂത്തുന്നത്. ഞാൻ വിശുദ്ധനൊന്നുമല്ല, ഞാൻ സാധാരണപ്പെട്ട ഒരു യവനക്കാരനാണ്. നിങ്ങൾ എത്തുമ്പം ഞാൻ വലിയ വിശുദ്ധനും നിങ്ങളെല്ലാം അശുദ്ധനെന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട. നിങ്ങളെക്കാളും തെറ്റുകാരനാണ് ഞാൻ. പാപത്തിൻ്റെ അംശം എൻ്റെ അവയവങ്ങളിലുണ്ട്. പിടിക്കാമോ എന്ന് വെച്ച് ഓടുകയാണ്. പാപമില്ല എന്ന് പറയുകയാണെങ്കിൽ നാം ദൈവത്തെ അസത്യവാദിയാക്കുകയാണ്. ഈ വചനം ഞാൻ എൻ്റെ വായിലൂടെ വരുമ്പോൾ ആദ്യം എന്നെയാണ് ഈ വചനം കുത്തുന്നത്, രണ്ടാമതാണ് നിങ്ങളെ കുത്തുന്നത്. ആകയാൽ മായയായ ലോകത്തിൽ ചേർന്ന് നിൽക്കാതെ
ഈ ലോകത്തിൽ താൽക്കാലികമായി 80-70 വർഷത്തേക്കുള്ള ഈ താൽക്കാലികമായ വ്യവസ്ഥയിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ബലിയടക്കാതെ ഈ ലോകത്തിൽ തന്നെയാണ് പുതുവാന ഭൂമി വരാൻ പോകുന്നത്. ഈ ലോകത്തെ കർത്താവ് ശുദ്ധീകരിച്ച് ഏദൻ തോട്ടം പോലെ ആക്കി 1000 വർഷം നമ്മൾ ഈ ഭൂമിയിൽ വാഴാനുള്ളവരാണ്. പ്രിയമുള്ളവരെ, ഈ ഭൂമിയിലാണ് വാഴാനുള്ളത്. 1000 വർഷം ഇവിടെ ജീവിക്കാനുള്ളതാ. അതിന് വേണ്ടിയിട്ട് ഹൃദയപൂർവ്വം നിങ്ങളുടെ ഹൃദയങ്ങളെ സമർപ്പിച്ച് താൽക്കാലികവും മൗഢ്യവും പ്രാകൃതവും പൈശാചികവും ആദാമ്യവുമായ വ്യവസ്ഥയിൽ നിന്ന് കുരുങ്ങപ്പെട്ടു പോകാതെ നിലനിൽക്കുന്നതും ശാശ്വതമായതും അദൃശ്യമായതും വിശുദ്ധമായതും സനാതനവും പവിത്രവും നിർമ്മലവും നിലനിൽക്കുന്നതുമാകുന്ന നല്ലൊരവകാശത്തിന് വേണ്ടി നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുകുട്ടികളെയും പരിശുദ്ധാത്മാവിനാൽ ഒരുക്കപ്പെടുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചും